ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മുടെ അടുത്ത ചാപ്റ്റർ, അതായത് ഫോർത്ത് ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫോർത്ത് ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് ഇൻവെൻട്രീസ് എന്നാണ്. ഇൻവെൻട്രീസ് എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, സ്റ്റോക്കിനെയാണ് നമ്മൾ എന്താ പറയുക കുറച്ചുകൂടി ആലങ്കാരികമായിട്ട് ഇൻവെൻട്രീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റോക്കുകൾ. അപ്പോൾ എന്താണ് ഈ സ്റ്റോക്കിൻ്റെ ഇമ്പോർട്ടൻസ്? ഒരു ബിസിനസ്സിൽ എന്തിനാണ് നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ സ്റ്റോക്കിൻ്റെ വാല്യുവേഷനും അതുപോലെ തന്നെ എന്താ പറയുക മറ്റു കാര്യം അതിൻ്റെ എന്താ പറയുക അത് സ്റ്റോക്ക് ടേക്കിംഗ് എടുക്കണമെന്നും സ്റ്റോക്ക് എന്താ പറയുക പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നും അതിന് ഇത്ര റിലവൻസ് അതിനു വേണ്ടി മാത്രം എന്തിനാണ് ഇങ്ങനെ ഒരു ചാപ്റ്റർ മാറ്റി വെച്ചേക്കുന്നത് എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് പലർക്കും ഉണ്ടാവും. സ്റ്റോക്ക് എന്ന് പറയുന്നത് ആക്ച്വലി എന്താ പറയുക നമ്മുടെ ബിസിനസ്സിലെ അതായത് ഫിനാൻഷ്യൽ പൊസിഷനെയും അതുപോലെ തന്നെ നമ്മുടെ ബിസിനസിന്റെ പ്രോഫിറ്റ് ഓർ ലോസിനെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇൻവെന്ററീസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ P&L ബാലൻസ് ഷീറ്റിലും രണ്ടിലും വരുന്ന കുറച്ച് ഐറ്റംസിൽ പെടുന്ന ഒരു ഐറ്റമാണ് ഇൻവെന്ററീസ് എന്ന് പറയുന്നത്, അതായത് അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ബിസിനസ്സിൽ ഓഫ് കോഴ്സ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടാവും, ക്ലോസ് സ്റ്റോക്ക് ഉണ്ടാവും. പക്ഷെ ക്ലോസിംഗ് സ്റ്റോക്ക് മാത്രമാണ് എന്താ പറയാ ബോത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെയും അതുപോലെ തന്നെ നമ്മുടെ ബാലൻസ് ഷീറ്റിനെ അഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻവെന്ററീസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ പല ടൈപ്സ് ഓഫ് ഇൻവെന്ററീസ് നമ്മുടെ ബിസിനസ്സിൽ കാണാം. അതും ഓരോ ബിസിനസ് അനുസരിച്ച് മാറുകയും ചെയ്യും. ഇപ്പൊ ഒരു മാനുഫാക്ചറിങ് കൺസേൺ ആണെന്ന് വിചാരിച്ചോ, അതായത് നിങ്ങൾ നടത്തുന്നത് എന്താ പറയാ ഒരു പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാം, ഇപ്പൊ ജസ്റ്റ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഫർണിച്ചർ ഷോപ്പാണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഒരു ഫർണിച്ചർ നിങ്ങൾ ഉണ്ടാക്കി അതുപോലെ ടേബിളും ചെയർസും അലമാരയും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു മാനുഫാക്ചറിങ് ഷോപ്പാണെന്ന് വിചാരിച്ചോ. അതിൽ റോ മെറ്റീരിയൽ ആയിട്ട് എന്ത് വരും? വുഡ് വരും അല്ലേ. ഇതിനൊരു റോ മെറ്റീരിയൽ ഉണ്ട്, നമ്മുടെ ആ കമ്പനിക്ക് റോ മെറ്റീരിയൽ ആയിട്ട് വരുന്നത് വുഡ്, മരമാണ് ആ കമ്പനിയുടെ റോ മെറ്റീരിയൽ ആയിട്ട് വരുന്നത്. അത് വൺ കൈൻഡ് ഓഫ് സ്റ്റോക്കാണ്. ഇനി വർക്ക് ഇൻ പ്രോഗ്രസ്, അതായത് ഇപ്പൊ ഒറ്റ ദിവസം കൊണ്ട് ചില വലിയ കൺസൈൻമെന്റ്സ് വരുമല്ലോ. അതായത് ഇപ്പൊ കസേര ആണെങ്കിലും ഇപ്പൊ ഇപ്പൊ മെഷീൻസ് അല്ലാതെ നമ്മൾ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന എന്താ പറയാ മേശയും കസേരയും ഡൈനിങ് ടേബിൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും എന്താ പറയാ അത് ഒറ്റ ദിവസം കൊണ്ടൊന്നും തീരില്ല. ചിലപ്പോ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയും കൊണ്ടൊക്കെ തീരുള്ളൂ. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അതെന്താണ്? വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. അതായത് നമ്മള് മരം മുറിച്ചു, അത് ഏകദേശം എന്താ പറയാ കുറെ കാര്യങ്ങളൊക്കെ അളന്ന് പിടിച്ച് അതിന്റെ സൈസിലൊക്കെ ചിലപ്പോൾ ഒരു ദിവസം മുറിച്ച് വയ്ക്കും. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമായിരിക്കും അത് എടുത്തിട്ട് അതിന്റെ ഷേപ്പ് ഡിസൈൻ കാര്യങ്ങളൊക്കെ നോക്കുക, അല്ലെങ്കിൽ നമ്മളത് അസംബിൾ ചെയ്യുന്നത് മറ്റൊരു ദിവസമായിരിക്കും. പിന്നെ അതിൽ തന്നെ അതിൽ ഡിസൈൻ വർക്കുകൾ നമ്മൾ ചെയ്യും, കൊത്തുപണികളൊക്കെ ചെയ്യുന്നത് വേറെ ദിവസമായിരിക്കും. എന്താ പറയാ ഓരോ ദിവസത്തിനും ആ ഒരു ഫർണിച്ചർ എന്ന് പറയുന്നത് അത് നമുക്ക് എന്തായാലും ഇപ്പൊ ഡയറക്റ്റ്ലി അത് വിൽക്കാൻ പറ്റില്ല. പകരം എന്താണ്? അത് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. കാരണം അത് എന്താ പറയാ ഇൻ പ്രോഗ്രസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിന്റെ പ്രൊഡക്ഷൻ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ഓഫ് റോ മെറ്റീരിയൽസ് ഇൻവെന്ററി മാനുഫാക്ചറിങ് കൺസേൺസിൽ കാണുന്നത് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. അതായത് ഇന്ന് നമുക്കത് കൊണ്ടുപോയി വേണമെങ്കിൽ വിൽക്കാം. ഓക്കെ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് ആണ് ഫിനിഷ്ഡ് ഗുഡ്സ്. അതായത് എൻഡ് റിസൾട്ട് ആയി, ഇനി അതിലൊന്നും ചെയ്യാനില്ല, നമുക്ക് ജസ്റ്റ് പ്രൈസ് ഇടുക, ആൾക്കാർ വരുമ്പോൾ അത് നേരെ വിൽക്കുക. അതും എന്താ പറയാ നമ്മളിപ്പോ പ്രൊഡക്ഷൻ കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ അത് പോകണം എന്നില്ലല്ലോ. അത് കുറച്ചാളൊക്കെ ചിലപ്പോൾ നമ്മുടെ ഗോഡൌണിലോ അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ വെയർ ഹൗസിലോ അത് ഇരിക്കും. ബട്ട് എപ്പോഴാണ് കസ്റ്റമർ വരുന്നത് അപ്പോഴായിരിക്കും അതിന്റെ സെയിൽ നടക്കുക. അതുവരെ അതെന്താണ് നമ്മുടെ സ്റ്റോക്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്നതാണ്. ഓക്കെ, അടുത്തത് വരുന്നത് എന്താണ്? സ്റ്റോർസ് ആൻഡ് സ്പെയർസ്. അതായത് എന്താ പറയാ ഈ ടൂൾസിലൊക്കെ ഇപ്പൊ ഫർണിച്ചർ ആണെങ്കിൽ സ്റ്റീലിന്റെ ഫർണിച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ അതിൽ മറ്റേ നട്ട് ബോൾട്ട് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതായത് മെയിൻ പാർട്ടല്ല, പക്ഷെ എന്താ പറയാ അതിനെ ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ലൂബ്രിക്കൻസ് ഓയിൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ അതിന്റെയൊക്കെ എന്താ പറയാ ഇൻവെന്ററി അല്ലെങ്കിൽ സ്റ്റോക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണ്ടോ. ഓക്കെ, അങ്ങനെയുള്ളത് തന്നെയാണ് സ്റ്റോർസ് ആൻഡ് സ്പെയർസ് എന്ന് ഉദ്ദേശിക്കുന്നത് ടൈപ്പ് ഓഫ് ഇൻവെന്ററി.
അടുത്തത് പാക്കിംഗ് മെറ്റീരിയൽ, അതായത് കാർഡ്ബോർഡ്സ്, അതുപോലെ തന്നെ എന്താ പറയാ ബോക്സസ്. നമ്മൾ ഈ ചില ഐറ്റംസ് ഇപ്പൊ ഫർണിച്ചർ വിട്, ഇപ്പൊ നമ്മൾ എന്താ പറയാ ലേസ് അതുപോലെ ചിപ്സ് കാര്യങ്ങളൊക്കെയാണ് മാനുഫാക്ചർ ചെയ്യുന്നതെങ്കിൽ അത് പാക്ക് ചെയ്യാനൊക്കെ ആയിട്ട് കവറുകളുടെയൊക്കെ എന്താ പറയാ അത് നമ്മൾ എന്താ പറയാ ഇപ്പൊ 1 കിലോയുടെ ചിപ്സ് ഉണ്ടാക്കുന്ന വെച്ചാൽ അപ്പൊ നമ്മൾ നേരെ പോയി കടയിൽ പോയിട്ട് ഒരു പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വരും. പിന്നെ അടുത്ത ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് വേറൊരു പാക്കറ്റ് വാങ്ങും. അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മൾ എന്താ പറയുക ഒരു ബൾക്കായിട്ട് അല്ലെങ്കിൽ ഒരു ബൾക്ക് ബേസിൽ നമ്മൾ എന്താ കാർഡ്ബോർഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അത് ഉണ്ടാക്കുന്നവരുടെ നിന്ന് പർച്ചേസ് ചെയ്യുകയാണ്, അത് കീപ്പ് ചെയ്യുകയാണ്. സോ അങ്ങനത്തെ ഇൻവെന്ററീസ്, പാക്കിംഗ് മെറ്റീരിയൽസിന്റെ ഇൻവെന്ററീസും നമ്മുടെ മാനുഫാക്ചറിങ് കൺസേൺസിൽ കാണാൻ പറ്റും. ഇനി ട്രേഡിംഗ് കൺസേൺസിൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, ട്രേഡിംഗ് കൺസേൺസിൽ ഇതൊന്നും കാണില്ല. അതായത് ട്രേഡ് ചെയ്യാനുള്ള ഗുഡ്സ്, അതായത് നമ്മൾ ഹോൾസെയിലർ അല്ലെങ്കിൽ മാനുഫാക്ചറിന്റെ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നു, നമ്മളത് കീപ്പ് ചെയ്യുന്നു, നമ്മളത് റീറ്റെയിലർ അല്ലെങ്കിൽ കസ്റ്റമർ വരുമ്പോൾ വിൽക്കുന്നു. ഇതിൽ ആക്ച്വലി എന്താ പറയാ റോ മെറ്റീരിയൽ ഇല്ല, അങ്ങനത്തെ ഒന്നുമില്ല. നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മുടെ ഒരു മാർജിൻ കയറ്റിയിട്ട് ഒരു പ്രോഫിറ്റ് കയറ്റിയിട്ട് നമ്മളത് വിൽക്കുകയാണ് ചെയ്യുക. സോ ഇങ്ങനത്തെ കൺസേൺസ് വേറെ ഒന്നും ഉണ്ടാവില്ല. അതായത് ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലെങ്കിൽ എന്താ പറയാ ട്രേഡ് ചെയ്യാനുള്ള ഗുഡ്സ് ആയിരിക്കും അവരുടെ ഇൻവെന്ററി ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഇൻവെന്ററി വാല്യുവേഷന് പല പല ടെക്നിക്കുകളുണ്ട്. അതായത് ഹിസ്റ്റോറിക്കൽ മെത്തേഡ്, കോസ്റ്റ് മെത്തേഡ് എന്ന് പറയും. അതായത് നമ്മൾ ഇതിനു മുമ്പ് മറ്റേ ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ നിങ്ങൾ ഓർക്കണ്ടോന്ന് എനിക്കറിയില്ല, ജസ്റ്റ് എന്താ പറയാ നമ്മൾ കുറെ കാര്യം പറഞ്ഞ് നമ്മുടെ ഇൻവെന്ററി വാല്യുവേഷൻ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലാണെന്ന് നമ്മളൊരു സെക്ഷനിൽ പറഞ്ഞായിരുന്നു. അപ്പോ അങ്ങനെ ബട്ട് എന്താ പറയാ നമ്മുടെ എന്താ പറയാ പല പല മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിൽ മെയിൻലി ഫോളോ ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡ്സ് ആണ്. പക്ഷെ അതല്ലാതെ നോൺ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡ്സും എന്താ പറയാ നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ നമ്മുടെ അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ അങ്ങനത്തെ നോൺ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള മെത്തേഡ്സും ഉണ്ട്. ഓക്കെ, സോ ഹിസ്റ്റോറിക്കൽ മെത്തേഡ്സിൽ വരുന്നത് 2 ടൈപ്പ് ഉണ്ട്. അതായത് ഇൻവെന്ററി നോട്ട് ഓർഡിനറിലി ഇന്റർചേഞ്ചബിൾ, അതുപോലെ തന്നെ ഇൻവെന്ററി ഓർഡിനറിലി ഇന്റർചേഞ്ചബിൾ. ഓക്കെ, സോ ഇൻവെന്ററി നോട്ട് ഓർഡിനറി ഇന്റർചേഞ്ചബിളിൽ വരുന്നത് സ്പെസിഫിക് ഐഡന്റിഫിക്കേഷൻ മെത്തേഡ്. അതായത് എന്താണ്, നമുക്ക് ആ ഇൻവെന്ററീസ് എന്താ പറയാ യുണീക്ക് ആയിരിക്കും, കസ്റ്റം മെയ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താ പറയാ ഒരു പ്രത്യേക ടൈപ്പിലാണ്. അതായത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ആ ഒരു പ്രൊഡക്റ്റ് അത് ഒരെണ്ണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കോഹിനോ ഡയമണ്ട്, ഡയമണ്ട്സ് കുറെ ടൈപ്പ് ഉണ്ട്. പക്ഷെ എന്താ പറയാ കോഹിനോ ഡയമണ്ട് എന്ന് പറഞ്ഞാൽ അത് സ്പെസിഫിക് ആയിട്ടാണ്. പിന്നെ പിങ്ക് പാന്തർ ഡയമണ്ട് അത് സ്പെസിഫിക് ആയി. ഇപ്പൊ ഞാൻ നാളെ ഒരു ഓപ്ഷൻ നടത്താണ്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാനാണ്. ഇങ്ങനത്തെ ഞാനിപ്പോ പറഞ്ഞ ഡയമണ്ട്സ് ഒന്നും എനിക്ക് നേരെ കാണാൻ കൂടി പറ്റാത്ത സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ എന്താ പറയാ ഞാൻ നാളെ ഒരു ഓപ്ഷൻ നടത്താണ്. അപ്പൊ ഒരു ഓപ്ഷനിൽ ഞാൻ കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചു. അതായത് ഇപ്പൊ പുരാതനമായ കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയാണ്. സോ അതിനൊക്കെ എന്താണ്, അതൊന്നും എനിക്ക് എന്താ പറയാ വേറെ എന്താ പറയാ ഒരു മെത്തേഡ് വെച്ചിട്ടൊന്നും നമുക്ക് കഴിയില്ല. അതായത് ഒരു കോഹിനോ ഡയമണ്ട് ഉണ്ടെങ്കിൽ ആ കോഹിനോ ഡയമണ്ട് അതിനൊരു യുണീക്ക് വാല്യൂ ആണ്. അതുപോലെ തന്നെ പിങ്ക് പാന്തർ എന്ന് പറയുന്ന ഡയമണ്ട് ഉണ്ടെങ്കിൽ ആ ഡയമണ്ടിന് ഒരു യുണീക്ക് വാല്യൂ ആണ്. അതുപോലെ തന്നെ ഇപ്പൊ ഏതെങ്കിലും മമ്മിയുടെ അല്ലെങ്കിൽ എന്താ പറയാ ഈജിപ്തിലുള്ള ഒരു മമ്മിയുടെ ഒരു ബോക്സ് അല്ലെങ്കിൽ കാസ്കറ്റ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന എന്തെങ്കിലും റയർ ആയിട്ടുള്ള കാര്യങ്ങൾ അതിനൊക്കെ ഇൻഡിവിജ്വൽ വാല്യൂ ആണ്. ഓക്കെ, സോ അതൊന്നും എന്താ പറയാ അതൊക്കെ സ്പെസിഫിക്കലി ഐഡന്റിഫൈ ചെയ്യുന്നതാണ്. അതൊന്നും നമുക്ക് എന്താ പറയാ ബാക്കിയുള്ള നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന മെത്തേഡ് ഓഫ് ഇൻവെന്ററി വാല്യുവേഷൻ വെച്ചിട്ട് നമുക്ക് അതിനെ കമ്പ്യൂട്ട് ചെയ്യാം, മീൻസ് അതിന്റെ വാല്യൂ ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് കോമൺലി അതായത് കുറെ സ്റ്റോക്കുകളൊക്കെ ഉള്ളതാണ് നമ്മുടെ നോർമലി നമ്മുടെ ബിസിനസ്സിൽ കാണുന്ന എന്താ പറയുക യൂണീക്ക് അല്ലെങ്കിൽ ഹോമോജീനിയസ് പ്രൊഡക്ട്സിന്റെ ഒക്കെ സ്റ്റോക്കുകൾ എങ്ങനെയാണെന്ന് കാണാനായിട്ട് നമുക്ക് മെയിൻലി 3 മെത്തേഡ്സുകൾ ഉണ്ട്. ഇതല്ലാതെ വേറെയും കുറെ മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, സോ മെയിൻലി വരുന്നത് ഫിഫോ, ലിഫോ, വെയ്റ്റഡ് ആവറേജ്. ഇതല്ലാതെ സിമ്പിൾ ആവറേജ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. പക്ഷെ മെയിൻലി വരുന്നത് ഈ 3 എണ്ണമാണ്. ഇതിലെന്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ലിഫോ എന്ന് പറഞ്ഞ മെത്തേഡും വെയ്റ്റ് ആവറേജ് പ്രൈസ് മെത്തേഡും ഈ 2 മെത്തേഡാണ് എന്താ പറയാ നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരം AS2 എന്ന് പറയും. നിങ്ങൾ ഇന്റർവ്യൂവിൽ പഠിക്കാനുള്ളതാണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 പ്രകാരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഫിഫോയും വെയ്റ്റഡ് ആവറേജ് പ്രൈസ് ആണ് ഇന്ത്യയിലുള്ളത്. ലിഫോ എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയിൽ നോർമലി ഉപയോഗിക്കാൻ പറ്റില്ല, എക്സെപ്റ്റ് ചില ഈവൻ സം എക്സെപ്ഷൻസ്. ഓക്കെ, ബട്ട് അമേരിക്ക പോലുള്ള കമ്പനിയിൽ ലിഫോ എന്ന് പറയുന്ന മെത്തേഡും എന്താ പറയാ ആക്സെപ്റ്റ് ചെയ്തേക്കുന്നതാണ്. ഓക്കെ,
ഇനി ബേസിസ് ഓഫ് ഇൻവെന്ററി വാല്യുവേഷൻ. നമ്മൾ ഇൻവെന്ററി വാല്യുവേഷനെ പറ്റിയൊക്കെ ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പറഞ്ഞാണ്. ഇൻവെന്ററിയുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടത് എന്താണ്? ഇൻവെന്ററി വാല്യൂ ചെയ്യാനുള്ള ടെക്നിക്സ് ആണ്, അതായത് കൗണ്ട് ചെയ്യാൻ മുതലായ കാര്യങ്ങൾക്കുള്ള ടെക്നിക്കാണ്. പക്ഷെ ഇനി എങ്ങനെയാണ് നമ്മളെപ്പോഴും ഇൻവെന്ററിയുടെ വാല്യൂ, അതായത് നിങ്ങൾക്ക് അത് ഇലസ്ട്രേഷൻ പറയുമ്പോൾ ക്ലിയർ ആവും. ഇപ്പൊ ഞാൻ ജസ്റ്റ് പറയുകയാണ്. അതായത് ഇൻവെന്ററിയുടെ വാല്യൂ, അതായത് നമുക്കിപ്പോ എന്താ പറയാ, ഒരു 10 കിലോ അരി നമ്മുടെ ഇൻവെന്ററി ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ നമ്മൾ ഡിറൈവ് ചെയ്യണത് ഒന്നല്ലെങ്കിൽ കോസ്റ്റ്, നമ്മളത് പർച്ചേസ് ചെയ്ത വാല്യൂ. ചിലപ്പോൾ നമ്മൾ 40 രൂപയ്ക്കായിരിക്കും വാങ്ങിച്ചത്, ചിലപ്പോൾ നമ്മൾ 41 രൂപയ്ക്കായിരിക്കും അത് വാങ്ങിച്ചത്. സോ അത് ഏതാണോ അത് വെച്ചിട്ട് നമ്മൾ കോസ്റ്റ് എടുക്കും. അല്ലെങ്കിൽ നെറ്റ് റിയലൈസബിൾ വാല്യൂ, ഇൻ കേസ് ഈ അരിയുടെ വില ഇന്ന് കുറഞ്ഞു എന്ന് വിചാരിക്കുക. അതായത് നമ്മൾ 40 രൂപയ്ക്ക് വാങ്ങിച്ചതിന് ഇന്ന് നമ്മൾ അത് വിൽക്കുകയാണെങ്കിൽ 35 രൂപ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുക. സോ നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നത് ഇന്ന് ഞാൻ ആ സാധനം എന്റെ ഇൻവെന്ററി ഞാൻ വിൽക്കുകയാണെങ്കിൽ അതിന് എത്ര പൈസ കിട്ടും എന്നുള്ളതാണ്. സോ ആ വാല്യൂ ഏതാണോ വിച്ച് എവർ ഈസ് ലെസ്, അതായത് ഞാൻ പർച്ചേസ് ചെയ്ത വാല്യൂ ഇൻവെന്ററിയുടെ വാല്യൂ ആണോ, അതോ ഞാൻ ഇന്ന് ആ ഇൻവെന്ററി മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുകയാണെങ്കിൽ എനിക്ക് എത്ര എമൗണ്ട് കിട്ടും, ആ വാല്യൂ ആണോ, ഏതാണോ കുറവ്, അത് വെച്ചിട്ട് ഞാൻ ഇൻവെന്ററിയുടെ എന്താ പറയാ വാല്യൂ എത്രയാണെന്ന് ഡിറ്റർമൈൻ ചെയ്യുകയുള്ളൂ. ഓക്കെ, സോ നമുക്ക് ഇനി എന്താ പറയാ ഇൻവെന്ററിയുടെ മീനിങ്ങും ഡെഫിനിഷൻസിനെയൊക്കെ പറ്റി നമുക്ക് നോക്കാം. സോ ഇൻവെന്ററിയുടെ ഡെഫിനിഷൻ പറയുന്നു, സോ ഇൻവെന്ററിനെ നമുക്ക് എന്താ പറയാ അസറ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ആ അസറ്റ് എന്ത് ചെയ്യുമ്പോഴും, അതായത് ബിസിനസ്സിൽ എങ്ങനെ കീപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇൻവെന്ററി ആയിട്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യാൻ നോക്കാം. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു ബിൽഡിങ്ങിന്റെ കാര്യം പറയാം. അതായത് ഇപ്പൊ ഞാൻ എന്റെ ഒരു വെയർ ഹൗസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ലാൻഡ് ബിൽഡിംഗ് കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. സോ അത് എനിക്ക് ഇൻവെന്ററി ആയിട്ട് കാണിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. കാരണം എന്റെ ബിസിനസ് എന്താണ്? മാനുഫാക്ചറിങ് ആണ്. സോ ആ മാനുഫാക്ചറിംഗിൽ ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് അസറ്റ് ആണ്. ഓക്കെ, അത് നാളെ ഞാൻ എടുത്ത് വിൽക്കുകയൊന്നുമില്ല. അതെനിക്ക് എന്റെ പ്രൊഡക്ഷൻ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കായിട്ട് അത് ഫിക്സഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് എന്റെ കയ്യിലുള്ളത്. ഇനി വേറൊരു സിനാരിയോ പറയാം. അതായത് എന്റെ ബിസിനസ് പറയുന്നത് കൺസ്ട്രക്ഷൻ ആണ്. ഈ കോൺഫിഡന്റ് ഗ്രൂപ്പ്സ്, അസറ്റ്സ് ഗ്രൂപ്പ്സ് അങ്ങനെയൊക്കെ ഉള്ള പോലെ, സ്കൈലൈൻ അങ്ങനെയുള്ളതൊക്കെ പോലെ ഞാനൊരു ബിൽഡറാണ്. ഓക്കെ, സോ ഞാനിങ്ങനെ ഫ്ലാറ്റുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. സോ ഞാൻ എന്താ പറയാ എന്റെ ബിസിനസ് തന്നെ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് ആണ്. സോ ഈ ഒരു കേസിൽ ഞാനിപ്പോ എറണാകുളത്ത് ഒരു ബിൽഡിംഗ് ഞാൻ പണിതിട്ടുണ്ട്. ഓക്കെ, സോ അത് ഞാൻ വിൽക്കാൻ വെച്ചേക്കാണ്. സോ അങ്ങനത്തെ ഒരു കേസിൽ ഈ ബിൽഡിംഗ് ഉണ്ടല്ലോ, ഈ വിൽക്കാൻ വെച്ചിരിക്കുന്ന ബിൽഡിംഗ്, അതെന്താണ് എന്റെ ബിസിനസ്സിന്? അതൊരു അസറ്റ് ഇൻവെന്ററി ആണ്. ഓക്കെ, അത് ഒരിക്കലും എന്റെ അസറ്റ് അല്ല. കാരണം ഞാൻ അതിലൊന്നും ചെയ്യുന്നില്ല. ഞാൻ അത് സെയിലിന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അത് ഇന്നോ നാളെയോ മറ്റന്നാളോ ചിലപ്പോൾ അത് സെയിലായിട്ട് പോകും. സോ എന്റെ ഓരോ ബിസിനസ് അനുസരിച്ച് ഇൻവെന്ററി ഏതാണെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യണം. കാരണം ആ ബിസിനസിന്റെ എന്താ പറയാ മെയിൻ അസറ്റ്, അല്ലെങ്കിൽ എന്താ പറയാ മെയിൻ കോസ് ഓഫ്, അതായത് മെയിൻ എന്താണോ നമ്മുടെ മെയിൻ ബിസിനസ്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ ഇൻവെന്ററിയുടെ ക്ലാസിഫിക്കേഷൻ ചെയ്യാം. സോ എന്താണ് ഇൻവെന്ററി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ആൻ അസറ്റ് ഹെൽഡ് ഫോർ സെയിൽ ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. അതായത് നമ്മുടെ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ സെയിലിന് വേണ്ടി വെച്ചിരിക്കുന്ന ഐറ്റംസ്, അസറ്റ്സ് ആയിരിക്കും നോർമലി ഇൻവെന്ററി ആയിട്ട് വരിക. പിന്നെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സിന് വേണ്ടി, അതായത് സെയിൽ അല്ല, നമ്മൾ മാനുഫാക്ചറിങ് ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ റോ മെറ്റീരിയൽ, അത് നമ്മൾ നാളെ എടുത്ത് സെയിൽ ചെയ്യില്ല. സോ അതെന്താണ് പ്രൊഡക്ഷൻ പ്രോസസ്സിന് വേണ്ടി വെച്ചിരിക്കുന്നതായിട്ടാണ്. സോ അതിനെ നമ്മുടെ അസറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി അല്ലെങ്കിൽ കൺസപ്ഷൻ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഫോർ സെയിൽ, അതായത് മെയിൻ്റനൻസിന് വേണ്ടി ഞാൻ പറഞ്ഞു ഈ ഫ്യൂവല്, അതുപോലെ ലൂബ്രിക്കൻസ്, നട്ട് ബോൾട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, അത് എന്താ പറയാ നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ് അല്ല. പക്ഷെ ആ പ്രൊഡക്റ്റിന് വേണ്ട കുറച്ച് എന്താ പറയാ സൈഡ് ബൈ പ്രൊഡക്ട്സ് ആണ്. സോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതും എന്താണ് ഇൻവെന്ററിയുടെ കീഴിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, സോ അതിനെ പറ്റിയാണ് ഇവിടെ താഴെ പറയുന്നത്. ഇനി ഇൻവെന്ററി വാല്യുവേഷൻ. ഓക്കെ, ഇൻവെന്ററി വാല്യുവേഷനിൽ പറയാനുള്ളത് ഒരു മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു ഫോർമുലയാണ്. അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈക്വൽ ടു ഓപ്പണിംഗ് ഇൻവെന്ററി പ്ലസ് പർച്ചേസ് പ്ലസ് ഡാറ്റ എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, അതായത് വേറൊന്നുമല്ല, നമ്മുടെ അടുത്ത് ചിലപ്പോ
കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെയും ഓപ്പണിംഗ് ഇൻവെന്ററിയുടെയും പർച്ചേസിന്റെയും ഡയറക്റ്റ് എക്സ്പെൻസിന്റെ വാല്യൂ വരും. എന്നിട്ട് ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ക്ലോസിംഗ് ഇൻവെന്ററി എടുക്കുക എന്നുള്ളത് നമ്മുടെ അടുത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇത് ജസ്റ്റ് വേറെ ഇക്വേഷൻ കണ്ടിട്ട് നിങ്ങളത് മനപ്പാടാക്കൊന്നും വേണ്ട. ഇതിന്റെ തിയറിറ്റിക്കൽ പാർട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എനിക്കറിയാം നിങ്ങൾക്ക് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് പഠിച്ചിട്ടില്ലെന്ന് അറിയാം. ബട്ട് എന്താ പറയാ, ട്രേഡിംഗ് അക്കൗണ്ട് ജസ്റ്റ് ഒരു ഫോർമാറ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, യൂഷ്വലി പറയാം ട്രേഡിംഗ് അക്കൗണ്ടിനെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നൊക്കെയാണ് പറയുക. അപ്പൊ ഇത് ഞാൻ ഇപ്പൊ ട്രേഡിംഗ് അക്കൗണ്ട് മാത്രമേ വരയ്ക്കുന്നുള്ളൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ എന്താ പറയാ ഇതിനൊരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ചാപ്റ്റർ ഉണ്ട്. സോ അത് പഠിക്കുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മുടെ ഈ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത് ടി ഷേപ്ഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ആണ്. ഓക്കെ, ട്രേഡിംഗ് അക്കൗണ്ടില് ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ഓപ്പണിംഗ് ഇൻവെന്ററി അല്ലെങ്കിൽ സ്റ്റോക്ക് ആണ്. ഓക്കെ, പിന്നെ വരുന്നത് പർച്ചേസ് വരും. ഓക്കെ, പിന്നെ വരുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ പഠിക്കും ഡീറ്റെയിൽ ആയിട്ട്. ബട്ട് ഇപ്പൊ നമ്മുടെ കൺസെപ്റ്റ് ജസ്റ്റ് ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. പിന്നെ സെയിൽസ് അക്കൗണ്ട്, പിന്നെ ബൈ ക്ലോസിംഗ് സ്റ്റോക്ക്, പിന്നെ ഇവിടെ സാധനം വരും ടു ഗ്രോസ് പ്രോഫിറ്റ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട്. സോ ഇതാണ് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയപ്പെടുന്ന അക്കൗണ്ടിന്റെ ജസ്റ്റ് ഒരു ഫോർമാറ്റ്. ഓക്കെ, സോ നോർമലി എന്താ പറയുക, ഇത് വരുന്നത് ഒന്ന് സെയിൽസ്, ഓക്കെ, ഒന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക്. അതായത് നമ്മുടെ ബിസിനസ് തുടങ്ങുന്ന ടൈമിൽ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ആ ഒരു ഫിനാൻഷ്യൽ ഇയർ ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മളിവിടെ കൊടുക്കും. ഓക്കെ, പിന്നെ വരുന്നത് പർച്ചേസ് ആണ്. പർച്ചേസ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെൻസ് ആണ്. സോ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. ഡയറക്റ്റ് എക്സ്പെൻസും എക്സ്പെൻസ് ആണ്. സോ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. ഓക്കെ, ഇനി സെയിൽ എന്ന് പറയുന്നത് ഇൻകം ആണ്. സോ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്, അതൊരു അസറ്റ് പോലൊരു സംഭവമാണ്. ബട്ട് എന്താണ് നമ്മളത് ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുന്നത്. അതിനുള്ള റീസൺ ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി നിങ്ങൾ നോക്കാം, ഇത് നമ്മുടെ പ്രൊഡക്ഷനെ ബേസ് ചെയ്ത് പറയാം. അതായത് നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മുടെ ഒരു ഇൻവെന്ററി ഉണ്ടായിരുന്നു. ഓക്കെ, ആ ഇൻവെന്ററിയിലേക്ക് നമ്മൾ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. അപ്പൊ ആ ഇൻവെന്ററി ഓപ്പണിംഗ് ഇൻവെന്ററി പ്ലസ് ഒരു പർച്ചേസ് ഉണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ ഉള്ള ടോട്ടൽ പർച്ചേസ്. പിന്നെ കുറച്ച് ഡയറക്റ്റ് എക്സ്പെൻസ്, അതായത് ഫ്യൂവല്, നട്ട് ബോൾട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് പർച്ചേസ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷനിലേക്ക് ഡയറക്റ്റ് ലിങ്ക് ഉള്ള കാര്യങ്ങളാണ്. സോ അങ്ങനത്തെ എക്സ്പെൻസ് നമ്മൾ ഇവിടെ ചെയ്യുന്നു. അതായത് ഇത് എന്താ പറയുന്നത്, നമ്മുടെ സെയിലിന് വേണ്ടി നമ്മൾ ഇൻകർ ചെയ്തിരിക്കുന്ന എക്സ്പെൻസുകൾ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ സെയിൽ നടത്തുമ്പോൾ നമുക്ക് ഇൻകം വരുന്നു. സോ അത് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നു. അപ്പൊ ഇതെന്താണ്, ഇത് എക്സ്പെൻസ്, ഇത് എക്സ്പെൻസ് പാർട്ടാണ്, ഇത് ഇൻകം ആണ്. ഓക്കെ, ഇത്ര മനസ്സിലായല്ലോ. സോ നോർമലി എന്താണ് പിന്നെ വരുന്നത്, ഈ സെയിൽ നടത്തുമ്പോൾ എക്സ്പെൻസ് കുറച്ചിട്ടുള്ള ബാക്കി ഗ്രോസ് പ്രോഫിറ്റ്, അതായത് നമ്മുടെ പ്രോഫിറ്റ് എത്രയാണോ, ഓക്കെ, അത് നമ്മൾ റൈറ്റ് സൈഡിൽ വരുന്നു. ഇനി ഇവിടെ ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോ പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഐറ്റവും നമ്മൾ ആ കൊല്ലം തന്നെ വിൽക്കണം എന്നില്ല. ഓക്കെ, നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. സോ ആ സ്റ്റോക്ക് നമ്മൾ എന്താ പറയാ, നമ്മൾ ബാലൻസ് ക്രെഡിറ്റ് സൈഡ് കാണിക്കണം. അതെന്താ ഡെബിറ്റ് സൈഡ് കാണിക്കാത്ത ക്രെഡിറ്റ് സൈഡ് കാണിക്കണേന്ന് വെച്ചാൽ വേറൊന്നല്ല, ഡെബിറ്റ് സൈഡിൽ ഓൾറെഡി ഈ സ്റ്റോക്കിന്റെ കാര്യങ്ങൾ ഈ പർച്ചേസ് വന്നിട്ടുണ്ട്. സോ ഇതിൽ നമ്മൾ പിന്നെയും കൊണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുകയാണെങ്കിൽ അത് ഡബിൾ എഫക്റ്റ് ആവും. പകരം എന്താണ് ബാക്കി വരുന്നത്, നമ്മൾ യൂഷ്വലി ലോജിക്കലി തിങ്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടാലി ആക്കാൻ വേണ്ടി ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കുന്നത്. സോ നോർമലി ഇതിന്റെ ടോട്ടലും മാച്ചിങ് ആയിരിക്കും. ഓക്കെ, ഇത്ര മനസ്സിലായല്ലോ. ഇനി ഞാൻ മോളിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒരു ഫോർമുലയുടെ ബേസിൽ ഞാൻ എഴുതാൻ പോവുകയാണ്. ഓക്കെ, സോ എന്താണ് ഓപ്പണിംഗ് ഇൻവെന്ററി പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്, ഓക്കെ, പ്ലസ് ഗ്രോസ് പ്രോഫിറ്റ്.
ഓക്കെ, ഇതൊക്കെ എന്തൊക്കെയാണ്? നമ്മൾ ഈ ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റംസ് ഒക്കെയാണ് ഈ പറയുന്നത്. ഇപ്പൊ ഞാൻ എഴുതിയേക്കുന്നത്. ഓക്കെ, ദിസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞ ടാലി ആവുന്ന പറഞ്ഞു. അപ്പൊ ഇത് ഈക്വൽ ടു സെയിൽസ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, ഇനി ഗ്രോസ് ലോസ് ആണെങ്കിൽ നോർമലി ഇവിടെയാണ് വരുന്നത്. വേണമെങ്കിൽ ഇവിടെ എഴുതിക്കാം. ഗ്രോസ് ലോസ് ആണെങ്കിൽ എന്താ പറയുക, ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സോ ഇതാണ് നമ്മൾ എന്താ പറയാ ട്രേഡിംഗ് അക്കൗണ്ട് വെച്ചിട്ട് നമ്മൾ എടുത്തേക്കുന്ന ഇക്വേഷൻ. ഓക്കെ, ഇതില് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഗ്രോസ് പ്രോഫിറ്റും സെയിലും. അതായത് ഗ്രോസ് സെയിലിൽ നിന്ന് നമ്മൾ പ്രോഫിറ്റ് മാറ്റാണെങ്കിൽ എന്ത് കിട്ടും? നമ്മുടെ കോസ്റ്റ് കിട്ടും. ഓക്കെ, കോസ്റ്റ് പ്ലസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് എന്താ പറയാ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും നമ്മുടെ ഇത്. അതായത് ഇതിൽ നമ്മൾ പ്രോഫിറ്റിന്റെ എലമെന്റ് തന്നെ നമ്മൾ അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. ഓക്കെ, സോ സെയിലില് പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഗ്രോസ് പ്രോഫിറ്റ് മാറ്റും, സെയിലും മാറ്റും. സെയിലിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഐറ്റം ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓക്കെ, ഓർത്ത് വെക്കുക. അപ്പൊ അതെന്താണ്? അപ്പൊ ഞാൻ ഈ ഇതിൽ പറയുന്നത്, ഞാൻ ഇപ്പൊ പറഞ്ഞത് വേറൊന്നല്ല, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് അതായത് നമ്മൾ സെയിൽ ചെയ്തതിന്റെ കോസ്റ്റ്. അതെന്തായിരിക്കും? ആ സെയിലിൽ നിന്ന് പ്രോഫിറ്റ് മാറ്റുന്നതായിരിക്കുമല്ലോ. അപ്പൊ സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. ഓക്കെ, സോ ഈ ഇതിന് ഇക്വേഷനിൽ ഈ ഗ്രോസ് പ്രോഫിറ്റിനെ ഞാൻ ഈ സെയിലിന്റെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയ ഈ ഇക്വേഷൻ എങ്ങനെ ഇരിക്കും? ഓപ്പണിംഗ്, ഓക്കെ, ഓപ്പണിംഗ് ഇൻവെന്ററി പ്ലസ് പർച്ചേസ് പ്ലസ് ദാറ്റ് എക്സ്പെൻസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ഞാൻ പ്രത്യേകം ഉണ്ടാവുകയാണേ, സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, സോ ഇതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് എന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓക്കെ, സോ ഇതിനെ ഞാൻ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്തിട്ട് ഓപ്പണിംഗ് ഇൻവെന്ററി പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് കോസ്റ്റ് പ്രോഫിറ്റ് എന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. ഓക്കെ, പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്കും ഉണ്ട്. ഓക്കെ, സോ ഇനിയാണിത്. ഈ ഒരു ഇക്വേഷൻ നമ്മൾ കുറച്ച് മുമ്പ് കണ്ട സെയിം ഇക്വേഷൻ തന്നെയാണ്. അത് ഇങ്ങനെയാണ് നമ്മൾ ഡിറൈവ് ചെയ്ത് വരുന്നത്. നോക്കിയാൽ മനസ്സിലാവും. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഇവിടെ ഈ ക്ലോസിംഗ് സ്റ്റോക്കിന് ഇപ്പോൾ കൊണ്ടുപോയ ഇത് ഇവിടെ ഉള്ള പോലെ പ്ലസ് ആവും. സോ ക്ലോസിംഗ് സ്റ്റോക്കിന് ഇപ്പോൾ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് മൈനസ് ആയിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തതാണ് ഞാനിപ്പോ പറഞ്ഞു തന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ട്രേഡിംഗ് അക്കൗണ്ടും കൂടി പഠിക്കുമ്പോൾ ഈ ഇക്വേഷൻ എന്താ പറയാ കൂടുതൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഇക്വേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ അക്കൗണ്ടിങ് അല്ലെങ്കിൽ CA കോഴ്സിൽ ഏത് സ്റ്റേജിലും ചോദിക്കാവുന്ന ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻവെന്ററി എന്ന് പറയുന്നത് P&L ഐറ്റം മാത്രമല്ല, ഒരു എന്താ പറയാ ഫിനാൻഷ്യൽ പൊസിഷനും കൂടി കാണിക്കുന്നത്. അതായത് ഒരു ബാലൻസ് ഷീറ്റ് ഐറ്റം കൂടിയാണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ അതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയാ ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ ക്ലോസിംഗ് ഇൻവെന്ററിനെ നമ്മൾ കറന്റ് അസറ്റ് ആയിട്ടും കൂടി നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നതാണ്. ഓക്കെ, ഇനി ലിക്വിഡിറ്റി എന്ന് പറയുന്നത് അതായത് ഒരു എന്താ പറയാ ലിക്വിഡിറ്റി പൊസിഷൻ. അതായത് ഇപ്പൊ ബാങ്കുകളിൽ നമ്മൾ എന്താ പറയാ ലോൺ കാര്യങ്ങൾക്കൊക്കെ, അതായത് വർക്കിംഗ് ലോൺ അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ട്. ഓക്കെ, ഓവർ ഡ്രാഫ്റ്റിനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിനൊരു ലിമിറ്റ് ഉണ്ടാവും. ആ ലിമിറ്റ് കാര്യങ്ങളൊക്കെ അതായത് ഡ്രോയിങ് പവർ എന്നാണ് നോർമലി പറയാറ്. സോ ഈ ഓവർ ഡ്രാഫ്റ്റിന്റെ ഒക്കെ ലിമിറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആക്ച്വലി നമ്മുടെ കയ്യിലുള്ള ഈ ഇൻവെന്ററിയുടെ ബേസിലാണ്. സോ ഇൻവെന്ററിയുടെ വാല്യുവേഷൻ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ഫിനാൻഷ്യൽസിന്റെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ ലിക്വിഡിറ്റിനെയും അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം എന്താണ്? ലോജിക്കലി തിങ്ക് ചെയ്താൽ മതി, ഇൻവെന്ററി നാളെ വിൽക്കാനുള്ളതായിട്ടാണ്. സോ എന്തോരം കൂടുതൽ ഇൻവെന്ററി ഉണ്ടോ അത് പെട്ടെന്ന് നമുക്ക് വിൽക്കാനും അതെന്താ പറയാ നമ്മുടെ
പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. അത് ലിക്വിഡ് അസറ്റ് എന്ന് പറയും. ഓക്കെ, ഇൻവെന്ററി ഒരു ലിക്വിഡ് അസറ്റ് ആണ്. അത് എന്താ പറയാ, നമുക്ക് ഈസിലി കൺവേർട്ടബിൾ ടു ക്യാഷ് ആണ്. ഓക്കെ, കമ്പയർ ടു ഫിക്സഡ് അസറ്റ്. സോ അതുകൊണ്ട് ലിക്വിഡിറ്റി കൂടുതൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ലിക്വിഡിറ്റി പൊസിഷനും കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി സ്റ്റാറ്റ്യൂട്ടറി കംപ്ലൈൻസ്, അതായത് കമ്പനീസ് ആക്ട്, അതായത് നമ്മുടെ കമ്പനീസ് ആക്ട് പ്രകാരം, നിയമപ്രകാരം എന്താ പറയാ, വാല്യുവേഷൻ ഓഫ് ഈച്ച് ക്ലാസ് ഓഫ് ഗുഡ്സ്, അതായത് റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്. ഓക്കെ, അതൊക്കെ എന്താ പറയാ, ആസ് എ കമ്പനീസ് ആക്ട് പ്രകാരം, അതായത് കമ്പനി ആണെങ്കിൽ, കമ്പനിയുടെ ആക്ടിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ അതിന്റെ എന്താ പറയാ വാല്യുവേഷൻ എന്ന് പറയുന്നത് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അതാണ് ഈ ഒരു പോർഷനിൽ പറയുന്നത്. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ബേസിസ് ഓഫ് ഇൻവെന്ററി വാല്യുവേഷൻ, അതായത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ ഈ ഗ്രാഫ് നമ്മൾ നോക്കിയപ്പോൾ ഇതിന്റെ പറ്റി ഡിസ്കസ് ചെയ്തതാണ്. അതായത് എന്താണ്, നമ്മൾ എന്തിന്റെ ബേസിൽ, നമ്മളിപ്പോ ഒരു ഇൻവെന്ററിയുടെ വാല്യൂ തരാണെങ്കിൽ, സോ അത് എന്തിന്റെ ബേസിസിൽ വേണം അതിന്റെ വാല്യൂ ചെയ്യാൻ എന്നുള്ളത്. അതായത് ബേസിക്കലി ഇത്രേ ഉള്ളൂ, കോസ്റ്റ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ വിച്ച് എവർ ഇസ് ലോവർ. ഓക്കെ, ആ ഒരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാനും അതില് നമ്മൾ കണ്ടു കോസ്റ്റ് അല്ലെങ്കിൽ നെറ്റ് റിയലൈസബിൾ വാല്യൂ. അപ്പൊ ഈ കോസ്റ്റ് എന്ന് പറയുന്ന ഇതില് എന്തൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അതായത് പർച്ചേസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു വാല്യൂ ഉണ്ടാവും, പിന്നെ അത് ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മുടെ വെയർ ഹൗസിലേക്ക് കൊണ്ടുവരാൻ ഒരു വാല്യൂ, ഒരു എക്സ്പെൻസ് ഇൻകർ ആയിട്ടുണ്ടാവും. സോ ഇതിൽ എന്തൊക്കെ എക്സ്പെൻസുകളാണ് നമ്മൾ ഈ കോസ്റ്റിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടത്, പിന്നെ നെറ്റ് റിയലൈസബിൾ വാല്യൂ എങ്ങനെ നമുക്ക് അറൈവ് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടോപ്പിക്, അതായത് ബേസിസ് ഓഫ് ഇൻവെന്ററി വാല്യുവേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയുന്നുണ്ട്, ഇൻവെന്ററി ഷുഡ് ബി ജനറലി വാല്യൂഡ് അറ്റ് ലോവർ ഓഫ് കോസ്റ്റ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ. ഓക്കെ, ഒന്നല്ലെങ്കിൽ കോസ്റ്റ് അല്ലെങ്കിൽ നെറ്റ് റിയലൈസബിൾ വാല്യൂ, അതായത് ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ കൊടുത്താൽ എന്ത് കിട്ടുമോ അതാണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ. അപ്പൊ ഈ രണ്ട് വാല്യൂവിൽ ഏതാണോ ലോവർ അതായിരിക്കണം നമ്മുടെ ക്ലോസിംഗ് ഇൻവെന്ററി അല്ലെങ്കിൽ ഇൻവെന്ററിയുടെ വാല്യൂ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഓക്കെ, ഇത് നമ്മുടെ കൺസർവേറ്റീവ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പ്രകാരമാണ് നമ്മൾ ഇത് എടുക്കുന്നത്. ഓക്കെ, കാരണം എന്താണ്, നമ്മൾ ആ ഒരു ലോസ്, അതായത് ഇപ്പോൾ ചില സമയത്ത് നമ്മൾ വാങ്ങിച്ചതിലും ഈ ഗുഡ്സിന്റെ വാല്യൂ അല്ലെങ്കിൽ അത് ഓൾഡ് സ്റ്റോക്ക് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. സോ ആ ഒരു ലോസും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എന്താ പറയാ ഇതില് ബുക്ക് മീൻസ് നമ്മുടെ ബുക്സിൽ അത് റെക്കോർഡ് ചെയ്യാൻ. കാരണം നമുക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഒരു ഐറ്റം ആണ് ക്ലോസിംഗ് ഇൻവെന്ററി. സോ ഇത് പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു എന്താ പറയാ ഒരു എലമെന്റ് ആണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ പ്രോഫിറ്റ് ഓവർ സ്റ്റേറ്റ് ചെയ്ത് കാണിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ പ്രകാരം ലോവർ ഓഫ് കോസ്റ്റ് അല്ലെങ്കിൽ നെറ്റ് റിയലൈസബിൾ വാല്യൂ ഏതാണോ കുറവ് അതാണ് നമ്മുടെ ഇൻവെന്ററിയുടെ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, സോ നമ്മളിനി നോക്കാം. അപ്പൊ കോസ്റ്റ്, ഒരു ഇൻവെന്ററിയുടെ കോസ്റ്റിൽ എന്ന് പറയുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന് കോസ്റ്റ് ഓഫ് പർച്ചേസ്, അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു കോസ്റ്റ്. എന്ത് സാധനം വാങ്ങിച്ചാലും അതിനൊരു വാല്യൂ ഉണ്ടാവുമല്ലോ, ആ വാല്യൂ നമ്മൾ എത്രയാണോ കൊടുക്കുന്നത് ആ ഒരു കോസ്റ്റ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ കോസ്റ്റ് ഓഫ് കൺവേർഷൻ, അതായത് ഇപ്പൊ റോ മെറ്റീരിയൽ മാനുഫാക്ചറിങ്ങിന്റെ കേസിലാണെങ്കിൽ നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങിച്ചു, അത് കഴിഞ്ഞിട്ട് അത് കൺവേർട്ട് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് ആക്കാൻ വേണ്ടി വരുന്ന കുറെ എക്സ്പെൻസുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ പവർ, ഇലക്ട്രിസിറ്റി, ഫ്യൂവല്, പിന്നെ അതുപോലെ തന്നെ റോ മെറ്റീരിയൽ കൊണ്ടുവരാൻ വേണ്ടി വന്ന ഇത്, അതുപോലെ തന്നെ എന്താ പറയാ ഇതിനിപ്പോ എന്തെങ്കിലും പ്രിസർവേഷൻ, വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്യണം, അങ്ങനെയുള്ളതൊക്കെ ചെറിയ ചെറിയ എക്സ്പെൻസുകളൊക്കെ ഉണ്ടാവും. സോ ആ എക്സ്പെൻസും നമ്മുടെ ഈ കോസ്റ്റ് ഓഫ് ഇൻവെന്ററിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. അടുത്തത് മൂന്നാമത്തത് അതർ കോസ്റ്റ്, അതായത് ഫ്രൈറ്റ് ചാർജസ്, അതുപോലെ തന്നെ ഒക്ട്രോയ്, അങ്ങനെയുള്ള കുറച്ച് ഡാറ്റ എക്സ്പെൻസുകളുണ്ട്. സോ ഈ ഡാറ്റ എക്സ്പെൻസുകളും ഇൻവെന്ററി കൊണ്ടുവരാൻ, അതായത് നമ്മുടെ വെയർ ഹൗസിലേക്ക് കൊണ്ടുവരാൻ ഇൻക്വയറി ചെയ്തിരിക്കുന്ന എക്സ്പെൻസുകളാണെങ്കിൽ അതും നമ്മൾ ഈ കോസ്റ്റിന്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇനി കോസ്റ്റ് ഓഫ് പർച്ചേസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് പർച്ചേസ് പ്രൈസ് ഇൻക്ലൂഡിംഗ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് അതർ ദാൻ സബ്സിക്വന്റ്ലി റിക്കവറബിൾ ബൈ എന്റർപ്രൈസ് ഫ്രം ടാക്സിങ് അതോറിറ്റീസ്. അതായത് നമ്മൾ
പർച്ചേസ് പ്രൈസ് ഇൻക്ലൂഡ് ചെയ്യണം. അതിൻ്റെ കൂടെ എന്തെങ്കിലും നമ്മൾ ഡ്യൂട്ടി, ഇപ്പൊ കസ്റ്റം ഡ്യൂട്ടി അങ്ങനെയുള്ള എന്തെങ്കിലും ഡ്യൂട്ടീസ് നമ്മൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യണം. ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ GST, അതായത് ഇന്റർമീഡിയറ്റില് GST എന്ന് പറയുന്ന ഒരു ലോ നിങ്ങളെല്ലാം അറിയാം, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. സോ അതില് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു എന്താ പറയാ നമ്മുടെ ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്ന ഒരു വാല്യൂ, ഒരു ടാക്സ് ആണ് GST അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് ആക്ച്വലി നമ്മൾ സെയിൽ നടത്തുമ്പോൾ നമ്മൾ റിക്കവർ ചെയ്യുന്നതാണ്. സോ ഈ ഒരു GSTയുടെ എമൗണ്ട് ഒരിക്കലും എന്താ പറയാ കോസ്റ്റ് ഓഫ് പർച്ചേസിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. അതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ പിന്നീട് റിക്കവർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്താ പറയാ നമ്മുടെ പർച്ചേസ് പ്രൈസിന്റെ കൂടെ ആഡ് ചെയ്യുകയില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്തെങ്കിലും ഡെപ്പോസിറ്റ് കൊടുക്കണം, ഇപ്പൊ ചിലത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തായിരിക്കും. അപ്പൊ ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സിന് ചിലപ്പോൾ ഇമ്പോർട്ട് ഡ്യൂട്ടിയോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഡെപ്പോസിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടായിരിക്കും അത് വിഡ്രോ, നമുക്ക് അത് പോർട്ട് ചെയ്ത് റിലീസ് ചെയ്ത് കിട്ടുള്ളൂ. സോ അങ്ങനത്തെ എമൗണ്ട് ഒന്നും നമ്മുടെ പർച്ചേസിന്റെ കൂടെ നമ്മൾ കാണിക്കാൻ പാടില്ല. കാരണം അത് നമുക്ക് ചിലപ്പോൾ റീഫണ്ട്, ഫ്യൂച്ചറിൽ നമ്മൾ അത് റീഫണ്ട് ആയിട്ട് വാങ്ങുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഫ്രൈറ്റ് ഇൻവേർഡ്, അതായത് നമ്മുടെ ഗുഡ്സ് നമ്മൾ നമ്മുടെ വെയർ ഹൗസിലേക്ക് എത്തിക്കാൻ, അതായത് നമ്മൾ എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഇൻക്വയർ ആയിട്ടുണ്ടെങ്കിൽ, അതായത് റോ മെറ്റീരിയൽ അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ സെയിൽ നടത്താനുള്ള ഗുഡ്സ് നമ്മുടെ വെയർ ഹൗസിലേക്ക് എത്തിക്കാൻ ഇൻക്വയർ ആയിരിക്കുന്ന എന്തെങ്കിലും ചാർജസ് ഉണ്ടെങ്കിൽ അതാണ് ഫ്രൈറ്റ് ഇൻവേർഡ്സ്. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും എക്സ്പെൻസ് ഡയറക്റ്റ്ലി ആട്രിബ്യൂട്ട് ടു അക്വിസിഷൻ, അതായത് എന്തെങ്കിലും നമ്മൾ എക്സ്ട്രാ ചാർജസ് എന്തെങ്കിലും നമ്മൾ കൊടുത്തിട്ടുണ്ടോ, അതൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. പിന്നെ ഓർക്കുക, ഇതിൽ നിന്ന് ഡിഡക്ട് ചെയ്യേണ്ടത് ട്രേഡ് ഡിസ്കൗണ്ട്, റിബേറ്റ്, ഡ്യൂട്ടി ഡ്രോബാക്ക് അതുപോലുള്ള ഐറ്റംസ് ഒക്കെ കോസ്റ്റ് ഓഫ് പർച്ചേസിൽ നിന്ന് ഡിഡക്ട് ചെയ്യാവുന്നതാണ്. എപ്പോഴും ഓർക്കുക ട്രേഡ് ഡിസ്കൗണ്ട് ആണ്. ഓക്കെ, അല്ലാതെ ക്യാഷ് ഡിസ്കൗണ്ട് അല്ല. ക്യാഷ് ഡിസ്കൗണ്ട് ഇൻകർ ആവുന്ന പേയ്മെന്റ് സമയത്താണ്. അതൊരിക്കലും പർച്ചേസിന്റെ സമയത്തല്ല ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നത്, നമ്മൾ പേ ചെയ്യുന്ന സമയത്താണ് ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നത്. സോ ട്രേഡ് ഡിസ്കൗണ്ട് മാത്രമേ നമ്മൾ ഈ കോസ്റ്റ് ഓഫ് പർച്ചേസിൽ നിന്ന് കുറയ്ക്കാൻ പാടുള്ളൂ. ക്യാഷ് ഡിസ്കൗണ്ട് ഒരിക്കലും കോസ്റ്റ് ഓഫ് പർച്ചേസിൽ നിന്ന് കുറയ്ക്കാൻ പാടില്ല. ഓക്കെ, പിന്നെ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അതായത് എന്തെങ്കിലും ഒരു കോസ്റ്റ് നമ്മൾ ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻകർ ആയിട്ടുണ്ടോ, അതുപോലെ തന്നെ എന്തെങ്കിലും ഡിസ്കൗണ്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടോ, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമ്മൾ കോസ്റ്റ് ഓഫ് പർച്ചേസ് ആയിട്ട് വരിക. ഇനി നമ്മൾ പറഞ്ഞു കോസ്റ്റ് ഓഫ് കൺവേർഷൻ എന്ന് പറഞ്ഞു, അതായത് എന്തെങ്കിലും കോസ്റ്റ് ഇത് ഡയറക്ട്ലി ഈ യൂണിറ്റ്സ് കൺവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അത് പ്രോസസ് ചെയ്യാൻ വേണ്ടി വരുന്നത്, അതായത് ഡയറക്റ്റ് ലേബർ പോലെയുള്ള എന്തെങ്കിലും വേജസ് കൊടുത്തത്, അവർക്കൊക്കെ വേജസ് കൊടുത്തത്, അങ്ങനെയുള്ള എക്സ്പെൻസുകളൊക്കെ നമ്മൾ എന്താ പറയാ കോസ്റ്റ് ഓഫ് കൺവേർഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ അതർ കോസ്റ്റ് എന്ന് പറയുന്നത്, അതായത് എന്തെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ വെയർ ഹൗസിൽ ഇപ്പൊ ഒരു ആളെ ഈ സ്റ്റോക്കുകൾ വരാൻ ഇതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് എന്തെങ്കിലും ഒരു കാര്യസ്ഥൻ അല്ലെങ്കിൽ എന്താ പറയാ ഒരു മാനേജറിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്ന വേജസ് അങ്ങനെയുള്ള, പിന്നെ പ്രൊഡക്ഷൻ പ്രോസസ്സിന്റെ റിലേറ്റഡ് ആയിട്ട് വരുന്ന എന്തെങ്കിലും എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ അതിനൊക്കെ വേണ്ടി എന്താ പറയാ അങ്ങനെ ഇൻകർ ചെയ്യുന്ന കോസ്റ്റ് നമ്മൾ ഈ പർച്ചേസ് കോസ്റ്റിന്റെ കൂടെ ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഇവിടെ താഴെ എന്താ പറയാ എക്സ്ക്ലൂഷൻസ് കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ് നമ്മൾ ഇൻവെന്ററീസിന്റെ കോസ്റ്റിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ പാടില്ലാത്ത എന്നുള്ളത്. ഒന്ന്, അബ്നോർമൽ എമൗണ്ട് ഓഫ് വേസ്റ്റേജ് മെറ്റീരിയൽ, അതായത് ഇപ്പൊ നമ്മള് എന്താ പറയാ നമ്മൾ കുറച്ച് റോ മെറ്റീരിയൽ വാങ്ങിച്ചു വെച്ചു, ബട്ട് ഡ്യൂ ടു സം റീസൺസ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു തീപിടുത്തമുണ്ടായി അല്ലെങ്കിൽ വെള്ളം ലീക്കേജ് ഏതെങ്കിലും ഉണ്ടായിട്ട് നമ്മുടെ ഗുഡ്സ് നശിച്ചുപോയി. ഓക്കെ, സോ അങ്ങനത്തെ അബ്നോർമൽ ആയിട്ടുള്ള വേസ്റ്റേജ് ഒരിക്കലും നമ്മുടെ എന്താ പറയാ കോസ്റ്റ് ഓഫ് ഇൻവെന്ററീസ് ഇൻക്ലൂഡ് ചെയ്യില്ല. പക്ഷെ എന്താ പറയാ നോർമൽ ആയിട്ട് വരുന്ന കുറച്ച് വേസ്റ്റ് ഉണ്ടാവില്ല, അതായത് ഇപ്പൊ അരിയൊക്കെ ആണെങ്കിൽ ചില ഇതിലൊക്കെ ചാക്കിന്ന് കുറച്ച്, ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും, അതായത് ഒരു 100 കിലോയില് ചിലപ്പോ ഒരു എന്താ പറയാ 1 കിലോ അല്ലെങ്കിൽ 2 കിലോ ഒക്കെ നമ്മളിങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് എന്താ പറയാ ലോസ് നോർമലി ഉണ്ടാവുന്നതാണ്. അത് നമ്മള് കോസ്റ്റ് ഓഫ് ഇൻവെന്ററീസിൽ കൺസിഡർ ചെയ്യണം. പക്ഷെ അബ്നോർമലി വരുന്ന വേസ്റ്റേജസ് ലേബറിന്റെ ആണെങ്കിലും പ്രൊഡക്ഷൻ ഓവർഹെഡിന്റെ ആണെങ്കിലും അതൊന്നും നമ്മള് ഇൻവെന്ററിയുടെ കോസ്റ്റിന്റെ കൂടെ നമ്മൾ ഒരിക്കലും കൺസിഡർ ചെയ്യാൻ പാടില്ല. പിന്നെ സ്റ്റോറേജ് കോസ്റ്റ്, അതായത് ഇപ്പൊ എന്താ പറയാ നമ്മള് ഇപ്പൊ ഒരു 3-4 വെയർ ഹൗസ് എടുത്തതെന്ന് വിചാരിച്ചോ, അപ്പൊ അതില്
രണ്ടെണ്ണം മാത്രമേ നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നുള്ളൂ, ബാക്കിയുള്ളത് വരുന്നില്ല. അല്ലെങ്കിൽ വേണ്ട, നമ്മളൊരു ഫുൾ വെയർ ഹൗസ് തന്നെ എടുത്തു. അപ്പൊ അതില് ഇങ്ങനെയാണ്, അതായത് വെയർ ഹൗസും അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു ഓഫീസും ഉണ്ട്. അപ്പൊ ഓഫീസ് എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിനുള്ളതാണ്. അപ്പൊ ഓഫീസിന്റെ റെന്റ് ഒരിക്കലും എന്താ പറയാ കോസ്റ്റ് ഓഫ് ഇൻവെന്ററീസിന്റെ കൂടെ വരാൻ പാടില്ല. പകരം വെയർ ഹൗസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന വെയർ ഹൗസിന്റെ റെന്റ് മാത്രമേ എന്താ പറയാ ഇൻവെന്ററീസിന്റെ കൂടെ വരാൻ പാടുള്ളൂ. ഓക്കെ, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ദാറ്റ് ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ടു ബ്രിങ്ങിങ് ദി ഇൻവെന്ററീസ് ടു ദ പ്രസന്റ് ലൊക്കേഷൻ ആൻഡ് കണ്ടീഷൻ. അതായത് വേറൊന്നല്ല, നമ്മളിപ്പോ ഒരു മാനുഫാക്ചറിങ് എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തേക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് മാത്രമല്ലോ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ ഇൻക്ലൂഡ് ചെയ്തു, അത് പുള്ളി നോക്കുന്ന അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിനൊക്കെ വേണ്ടിയൊക്കെ ഇരുത്തിയേക്കുന്ന ആൾക്കാർക്കുള്ള സാലറി, അവർക്കുള്ള എക്സ്പെൻസ്, പിന്നെ അതുപോലെ തന്നെ ലീഗലി നമ്മൾ കുറെ GST ഫയലിംഗ്, അതിനൊക്കെ വേണ്ടി ഇൻകർ ആവുന്ന കുറെ എക്സ്പെൻസുകൾ ഉണ്ടല്ലോ. അതൊന്നും ഒരിക്കലും എന്താ പറയാ നമ്മുടെ ഇൻവെന്ററിയുടെ കോസ്റ്റിന്റെ കൂടെ ആഡ് ചെയ്യാൻ പാടില്ല. അതൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഇപ്പൊ എന്താ പറയാ നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കുക, അതുപോലെ തന്നെ കമ്മീഷൻ, സെയിൽസ് മാൻമാർക്ക് കമ്മീഷൻ കൊടുക്കുക, അതൊക്കെ എന്താ പറയാ സെല്ലിങ്ങും ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടുള്ള റിലേറ്റ് ചെയ്ത കോസ്റ്റ് ആണ്. ഇങ്ങനത്തെ കോസ്റ്റും ഒരിക്കലും എന്താ പറയാ ഇൻവെന്ററിയുടെ കോസ്റ്റ് ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നേരത്തെ പറഞ്ഞതിന്റെയൊക്കെ എക്സ്പ്ലനേഷൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇനി നമ്മൾ എന്താ പറയാ നെറ്റ് റിയലൈസബിൾ വാല്യൂവിനെ പറ്റി പറഞ്ഞു. അതെന്താന്ന് നോക്കാം. അതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ് ഇൻ ദ ഓർഡിനറി കോസ്റ്റ് ഓഫ് ബിസിനസ് ലെസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് കംപ്ലീഷൻ ആൻഡ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് നെസസറി ടു മേക്ക് ദ സെയിൽ. അതായത് വേറൊന്നല്ല എന്ന് പറയുന്ന ഒരു എസ്റ്റിമേറ്റ് ആണ്. അതായത് നമ്മൾ ആ പ്രൊഡക്റ്റ്, ഓക്കെ, ഇപ്പൊ എന്താ പറയാ ഓക്കെ, നമുക്ക് ഇങ്ങനെ പറയാം. അതായത് ഞാനൊരു ടേബിള് പണിത് വെച്ചിട്ടുണ്ട്. ഓക്കെ, വേറെ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് മരം കൊണ്ട് 4 കാലും പിടിപ്പിച്ച് ഒരു ടേബിള് ഞാൻ പണിത് വെച്ചു. ഓക്കെ, സോ ആ ഒരു ഐറ്റം അതിന് എനിക്ക് മാർക്കറ്റ് പോളിഷ് ചെയ്ത് കഴിഞ്ഞ് അതിന്റെ കൊത്തുപണികളും മറ്റ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എത്ര എന്താണ് നമ്മുടെ മാർക്കറ്റിൽ സെല്ല് ചെയ്താൽ എത്ര കിട്ടും എന്നുള്ളത്. ഓക്കെ, നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഡൈനിങ് ടേബിൾ ആണെങ്കിൽ 10,000 റുപ്പീസ് ആണെന്ന് ചോദിച്ചോ. അപ്പൊ ആ 10,000 റുപ്പീസ് നമുക്ക് കിട്ടും. പക്ഷെ എന്താണ്, അതായത് ഓക്കെ, സോ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് കാണിക്കാം. അപ്പൊ ഫർണിച്ചർ അതാണ്. സോ ഇതിന് ഞാൻ എന്താ പറയാ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് 10,000 റുപ്പീസ് ആണ്. പക്ഷെ എന്താണ്, ഇത് പോളിഷ് ചെയ്ത് കഴിഞ്ഞ് ഇതിന്റെ മറ്റേ ഡെക്കറേഷൻ വർക്കുകളൊക്കെ കഴിഞ്ഞാലാണ് ഈ 10,000 കിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ ഞാൻ എന്താ ചെയ്തേക്കുന്നത്, ജസ്റ്റ് ഫർണിച്ചർ ഉണ്ടാക്കിയിട്ടുള്ളൂ, പോളിഷും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇതിന് പോളിഷ് ചെയ്യാൻ വേണ്ടി എത്രയാണ്, ഫോർ പോളിഷിങ് ലെറ്റ്സ് സേ ഒരു 1,000 റുപ്പീസ് വരുമെന്ന് വിചാരിക്കാം. ഓക്കെ, പിന്നെ അതിന്റെ എന്താ പറയാ ഡെക്കറേഷൻ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അതിന്റെ വേജസ് കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ഏകദേശം ഒരു 2,000 റുപ്പീസും വരുമെന്ന് വിചാരിക്കാം. ഓക്കെ, സോ എന്താ പറയാ ഈ രണ്ടെണ്ണം കഴിഞ്ഞാൽ മാത്രമേ ഇത് 10,000 റുപ്പീസ് കിട്ടുള്ളൂ. സോ ഇത് ഇപ്പൊ കഴിഞ്ഞിട്ടില്ല. സോ ആ ഒരു എക്സ്പെൻസ് നമ്മൾ ഇതിൽ നിന്ന് കുറയ്ക്കണം. അപ്പൊ ഏകദേശം 7,000 റുപ്പീസ് ആണ് ഇപ്പൊ ഞാൻ ചെയ്തേക്കുന്നത്. അതായത് ജസ്റ്റ് പറയാം റോ ഫർണിച്ചർ അല്ലെങ്കിൽ എന്താ പറയാ അൺഫിനിഷ്ഡ് അല്ലെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസിലുള്ള ആ ഒരു ഫർണിച്ചറിന്റെ വാല്യൂ വരുന്നത് 7,000 റുപ്പീസ് ആണ്. സോ ഈ 7,000 റുപ്പീസ് ആണ് ഈ ഒരു ഫർണിച്ചറിന്റെ നെറ്റ് റിയലൈസബിൾ വാല്യൂ. അതായത് ഇപ്പൊ ഞാൻ മാർക്കറ്റിൽ കൊണ്ട് ഇത് വിറ്റാൽ ഏകദേശം എനിക്ക് 7,000 റുപ്പീസ് കിട്ടുള്ളൂ എന്നുള്ള ഒരു എസ്റ്റിമേറ്റ്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ് ഇൻ ദ അതായത് നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നത് എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ് ഇൻ ദ ഓർഡിനറി കോസ്റ്റ് ഓഫ് ബിസിനസ് ലെസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് കംപ്ലീഷൻ ആൻഡ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് നെസസറി ടു മേക്ക് ദ സെയിൽ. അതായത് ഇപ്പൊ വേറെ എന്തെങ്കിലും നമ്മൾ എക്സ്ട്രാ കമ്മീഷൻ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ ഇതിൽ നിന്ന് കുറയ്ക്കണം. ഓക്കെ, സോ കംപ്ലീഷന് വേണ്ടി എസ്റ്റിമേറ്റ് ആണ് ഈ പോളിഷിങ്ങിന്റെ കോസ്റ്റും ഏകദേശം ഡെക്കറേഷന്റെ കോസ്റ്റും. ഇത് നമ്മൾ ഇതിൽ നിന്ന് ഡിഡക്ട് ചെയ്തു. ഓക്കെ, സോ അങ്ങനെ ലാസ്റ്റ് അറൈവ് ചെയ്യുന്നതാണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ. പിന്നെ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ കേസിലാണെങ്കിൽ എന്താ പറയാ നോർമലി നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് തന്നെയായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ എന്തെങ്കിലും സെല്ലിംഗും ഡിസ്ട്രിബ്യൂഷനും വേണ്ടി എന്തെങ്കിലും എക്സ്പെൻസ് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം അതൊന്ന് കുറയ്ക്കേണ്ടി വരും. ഓക്കെ, പിന്നെ വർക്ക് ഇൻ പ്രോഗ്രസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ സംഭവങ്ങള്
ഓക്കെ, സോ ഇങ്ങനെയാണ് എന്താ പറയാ ഒരു ഇൻവെന്ററിയുടെ വാല്യുവേഷൻ നടത്തേണ്ടത്. ഓക്കെ, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഈ ഒരു ചാപ്റ്ററിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് നോക്കാം, അതായത് ഇൻവെന്ററി റെക്കോർഡ് സിസ്റ്റം. അതായത് നമുക്ക് മെയിൻലി 2 ടൈപ്പ് ഓഫ് ഇൻവെന്ററി റെക്കോർഡ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഉണ്ട്. ഒന്ന് പീരിയോഡിക് ഇൻവെന്ററി സിസ്റ്റവും പിന്നെ ഒന്ന് പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റവും. സോ നമുക്ക് പീരിയോഡിക് ഇൻവെന്ററി സിസ്റ്റം എന്താണെന്നുള്ളത് ജസ്റ്റ് നോക്കാം. അതായത് വേറൊന്നുമല്ല, ഇത് ഈ പീരിയോഡിക് ഇൻവെന്ററി സിസ്റ്റത്തിൽ നമ്മൾ മെയിൻലി ഫോളോ ചെയ്യുന്നത് ഫിസിക്കൽ സ്റ്റോക്ക് ടേക്കിങ്ങിന്റെ ബേസിസിലാണ് നമ്മൾ പീരിയോഡിക് ഇൻവെന്ററി സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് എന്താ പറയാ ഓപ്പണിംഗ് ഇൻവെന്ററി പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് ഇൻവെന്ററി, അസ്യൂമിങ് ഡാറ്റ എക്സ്പെൻസ് ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് ഈ ഒരു ഫോർമുല എത്തിയിരിക്കുന്നത്. സോ ഇതില് നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. അതായത് നമ്മൾ ഫിസിക്കലി ക്ലോസിംഗ് ഇൻവെന്ററി നമ്മൾ കൗണ്ട് ചെയ്തിട്ട് അതിന്റെ വാല്യൂ അറൈവ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ ഓപ്പണിംഗ് ഇൻവെന്ററി നമുക്കറിയാം കഴിഞ്ഞ തവണത്തെ ക്ലോസിംഗ് ഇൻവെന്ററി ആയിരിക്കും. പിന്നെ പർച്ചേസ് നമുക്കറിയാം, ബില്ലുകൾ കാര്യങ്ങളുള്ളതുകൊണ്ട് പർച്ചേസും അറിയാം. അപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്ന് പർച്ചേസ് പ്ലസ് ചെയ്യാം, എന്നിട്ട് എന്താ പറയാ ക്ലോസിംഗ് ഇൻവെന്ററി ഫിസിക്കലി കൗണ്ട് ചെയ്തേക്കുന്ന ക്ലോസിംഗ് ഇൻവെന്ററി മൈനസ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ പീരിയോഡിക് ഇൻവെന്ററി സിസ്റ്റത്തിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇതെന്താ പറയാ ഇതൊരു ആക്ച്വൽ അല്ലെങ്കിൽ എന്താ പറയാ കുറച്ചുകൂടി റിയൽ ടൈം ബേസിസിലുള്ള ഒരു ഇൻവെന്ററി സിസ്റ്റം ആണ്. ഓക്കെ, പക്ഷെ ഇനി എന്താ നമ്മൾ പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ, പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം എന്ന് പറയുന്നത് എന്താ പറയാ ഒരു ടെക്നിക്കൽ രീതിയിൽ നമ്മുടെ എന്താ പറയാ കുറച്ച് എന്താ പറയാ അസംഷൻസിലും എന്താ പറയാ പ്രീവിയസ് എക്സ്പീരിയൻസിന്റെ ബേസിസിലുമാണ് നമ്മൾ ഇത് അറൈവ് ചെയ്യുന്നത്. അതായത് ഇതിൽ നമുക്കറിയാവുന്നത് നമുക്ക് ക്ലോസിംഗ് ബാലൻസ് സ്റ്റോക്ക് നമുക്കറിയാൻ പറ്റില്ല. ഓക്കെ, അത് നമ്മൾ അറൈവ് ചെയ്യുന്നതാണ് പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റത്തിൽ. ഇതിൽ നമുക്ക് ഓപ്പണിംഗ് ഇൻവെന്ററി നമുക്കറിയായിരിക്കും, പർച്ചേസ് നമുക്കറിയായിരിക്കും, പിന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും അറിയായിരിക്കും. അതായത് വേറൊന്നുമല്ല, നമ്മുടെ സെയിൽസിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ചെയ്യുന്നതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പൊ നമുക്കൊരു എന്താ പറയുക ഒരു അസംഷനിൽ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ലെറ്റ്സ് സേ 20% ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെയിൽസിന്റെ ഡാറ്റ നമുക്ക് നമ്മുടെ ഉണ്ടാവും. സോ അതിൽ നിന്ന് ആ ഗ്രോസ് പ്രോഫിറ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് സുഖമായിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. സോ ഇതിന്റെ ബേസിസിൽ എന്താ പറയുക ഓപ്പണിംഗ് ഇൻവെന്ററി പ്ലസ് പർച്ചേസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടുമ്പോൾ അതിന്റെ ബാലൻസിങ് ഫിഗർ ആയിട്ട് വരുന്നതായിരിക്കും ക്ലോസിംഗ് സ്റ്റോക്ക്. ആക്ച്വലി ഇത് 2 സിസ്റ്റം നമ്മൾ എന്താ പറയാ ഒരു ബിസിനസ് റിയൽ ടൈം ബിസിനസ്സിൽ നമ്മൾ ഫോളോ ചെയ്യണം. അതായത് നമ്മൾ ആക്ച്വലി ക്ലോസിംഗ് ഇൻവെന്ററി നമ്മൾ എന്താ ഫിസിക്കൽ കൗണ്ട് വഴി നമ്മൾ അറൈവ് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മൾ എന്താ പറയാ നമ്മുടെ ബുക്സ് ആയിട്ട് മാച്ച് ചെയ്യുന്നതാണ് പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം ആയിട്ട് ചെയ്യേണ്ടത്. സോ ഈ ഒരു ഡബിൾ ചെക്ക് നമ്മൾ റിയൽ ടൈമിൽ വലിയ MNCയിലൊക്കെ കണ്ടുവരുന്നതാണ്. ഓക്കെ, കറക്റ്റ് ആക്യുറേറ്റ് അല്ലെങ്കിലും ഏകദേശം വലിയ വേരിയൻസ് ഇല്ലാത്ത രീതിയിൽ മിക്ക നല്ല ഫേംസും അത് കീപ്പ് ചെയ്യുന്നുമുണ്ട്. സോ ഇനി എന്താ പറയാ നമ്മൾ നേരത്തെ പറഞ്ഞ പീരിയോഡിക് ഇൻവെന്ററി സിസ്റ്റത്തിന്റെ പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റത്തിന്റെ ഒരു ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ഇത് ഫിസിക്കൽ വെരിഫിക്കേഷന്റെ ബേസിലാണ്, പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം ബുക്ക് റെക്കോർഡ്സിന്റെ ബേസിലാണ്. ഓക്കെ, പിന്നെ പീരിയോഡിക് ഇൻവെന്ററി സിസ്റ്റം എന്താണ് ഇൻഫർമേഷൻ അബൌട്ട് ഇൻവെന്ററിനെ പറ്റിയുള്ള ഇൻഫർമേഷനും പിന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അറ്റ് പർട്ടിക്കുലർ ഡേറ്റും നമുക്ക് അറൈവ് ചെയ്യാൻ പറ്റുന്നു. പക്ഷെ എന്താ പെർപെച്വൽ എന്താണ് അതൊരു കണ്ടിന്യൂസ് ഇൻഫർമേഷൻ അല്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് എടുത്തു നോക്കാം. മറ്റേന്താ ഫിസിക്കൽ ഇൻവെന്ററി അല്ലെങ്കിൽ ഫിസിക്കൽ കൗണ്ട് ചെയ്തതിന് ശേഷമേ നമുക്ക് പീരിയോഡിക് ഇൻവെന്ററിയിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെ പറ്റി ഇൻഫർമേഷൻ കിട്ടുള്ളൂ. പക്ഷെ എന്താണ് പെർപെച്വലിൽ നമ്മുടെ ബുക്സിലുള്ളതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് ബേസ് ചെയ്ത് നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസിനെ പറ്റിയും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെയും വാല്യൂ അല്ലെങ്കിൽ ഇൻഫർമേഷൻ നമുക്ക് അറൈവ് ചെയ്യാൻ പറ്റും. അടുത്തത് ദി സിസ്റ്റം ഡിറ്റർമൈൻസ് ഇൻവെന്ററി ആൻഡ് ടേക്സ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് ആസ് റെസിഡ്യൂവൽ ഫിഗർ. അതായത് വേറൊന്നല്ല, ഇതിൽ നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് നമ്മുടെ ബാലൻസിങ് ഫിഗർ ആയിട്ട് വരുന്നത്. പക്ഷെ ഇതിൽ എന്താണ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് അല്ലെങ്കിൽ ഇൻവെന്ററിയുടെ വാല്യൂ ആണ് പെർപെച്വൽ സിസ്റ്റത്തിൽ ബാലൻസിങ് ഫിഗർ ആയിട്ട് വരുന്നതെന്നാണ്. ഓക്കെ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നിങ്ങൾ ലോസ് ഓഫ് ഗുഡ്സ് നോട്ട് ഇൻ ഇൻവെന്ററി ആർ അസ്യൂംഡ് ടു ബി സോൾഡ്. അതായത് എന്താണ് ഇപ്പൊ എന്തെങ്കിലും ഫിസിക്കൽ ഇൻവെന്ററി ടേക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഇതില് നമ്മളിപ്പോ എന്തെങ്കിലും ലോസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സെയിൽ ചെയ്തായിട്ട് കൺസിഡർ ചെയ്യുകയുള്ളൂ. പക്ഷെ മറ്റേതിൽ എന്താണ് ക്ലോസ് ഇൻവെന്ററി ലോസ് ഓഫ് ഗുഡ്സ് ആർ അൺസോൾഡ് ഗുഡ്സ് ആർ അസ്യൂംഡ്. നമ്മുടെ പെർപെച്വൽ സിസ്റ്റത്തിൽ ഈ ലോസ് ഓഫ് ഗുഡ്സ് എന്താണ് കാരണം അതിൽ ഫിസിക്കൽ ഇൻവെന്ററി ടേക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഗുഡ്സിൽ എന്തെങ്കിലുമൊക്കെ ലോസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലോസിംഗ് ഇൻവെന്ററിയിലായിരിക്കും റിഫ്ലക്ട് ചെയ്യുന്നതെന്ന്. ഓക്കെ, കാരണം ബാലൻസിങ് ഫിഗർ അതായതുകൊണ്ട്.
ഇതിൽ ഇൻവെന്ററി കൺട്രോൾ അത്ര പോസിബിൾ അല്ല. പക്ഷെ ഇതിൽ എന്താണ് ഇൻവെന്ററി കൺട്രോൾ നമുക്ക് എക്സസൈസ് ചെയ്യാം. കാരണം എന്താണ്, ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതിന്റെ ഡാറ്റ അറൈവ് ചെയ്യാൻ പറ്റും പെർപെക്ച്വലി. പക്ഷെ എന്താ പറയുക, ഫിസിക്കൽ ഇൻവെന്ററിയിൽ നമുക്ക് അങ്ങനെ അറൈവ് ചെയ്യാൻ പറ്റുകയില്ല. പിന്നെ ഈ സിസ്റ്റം ഇതിൽ സിമ്പിൾ ആണ്, അതുപോലെ തന്നെ ലെസ് എക്സ്പെൻസീവ് ആണ്. കാരണം എന്താണ്, എക്സ്ട്രാ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിന്റെ ഒന്നും ഒരു എന്താ പറയുക ആവശ്യകതയില്ല. ജസ്റ്റ് എന്താ പറയുക, നമ്മുടെ ഉള്ള ലേബർ അല്ലെങ്കിൽ ഉള്ള മാൻ പവർ വെച്ചിട്ട് തന്നെ നമുക്ക് അത് ചെയ്യാൻ പറ്റും. പിന്നെ ഇതെന്താ, ഇത് ഇത്തിരി കോസ്റ്റ്ലിയർ ആണ്. പീരിയോഡിക് സിസ്റ്റം റിക്വയർസ് ക്ലോഷർ ഓഫ് ബിസിനസ് ഫോർ കൗണ്ടിങ് ഇൻവെന്ററി. കാരണം എന്താണ്, ഒന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം എന്താണ്, നമ്മളത് കൗണ്ട് ചെയ്യണമല്ലോ ഇൻവെന്ററി. അപ്പൊ അതിന്റെ ഇടയിൽ മൂവ്മെന്റ് ഒന്നും പറ്റില്ല. ഓക്കെ. പക്ഷെ ഇവിടെ എന്താണ്, ഇൻവെന്ററി നമുക്ക് നമ്മുടെ ബിസിനസിന്റെ ഓപ്പറേഷൻസ് അഫക്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഇതിൽ ഇൻവെന്ററിയുടെ വാല്യൂ അറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ഇനി അടുത്ത പറയുന്നത് എന്താണ്, ഫോർമുല അല്ലെങ്കിൽ മെത്തേഡ്സ് കോസ്റ്റ് ഓഫ് ഇൻവെന്ററി അറൈവ് ചെയ്യാനുള്ള നമുക്ക് എന്താ പറയുക കുറെ മെത്തേഡ്സും ഫോർമുലാസും നമ്മുടെ അക്കൗണ്ടിങ്ങിലുണ്ട്. സോ അതിനെപ്പറ്റി നോക്കാം. ഒന്ന് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡ്. അതായത് ഇതിന് പ്രത്യേകിച്ച് ഫോർമുല ഒന്നുമില്ല. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന എന്ത് വാല്യൂയിലാണോ ആ വാല്യൂവിൽ തന്നെയാണ് ഇതിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ. ഒന്ന് സ്പെസിഫിക് അതിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡ്സിൽ വരുന്ന ഒന്നാണ് സ്പെസിഫിക് ഐഡന്റിഫിക്കേഷൻ മെത്തേഡ്. അതായത് ചില കാര്യങ്ങൾ നമ്മളത് തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അതായത് ഇപ്പൊ എന്താ, നമുക്ക് ഇൻഡിവിജ്വലി കസ്റ്റമൈസ് ചെയ്തേക്കുന്ന ഐറ്റം, ഞാൻ മറ്റേ കോഹിനോറിന്റെ ഒക്കെ എക്സാമ്പിൾ പറഞ്ഞാണ്. സോ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എന്താ പറയാ, നമുക്ക് ഓരോന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ വാല്യൂ എത്രയാന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. ഈ ഇലസ്ട്രേഷനിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഈ ഒരു ടോപ്പിക്ക് തീർത്തിട്ട് നമുക്ക് ആ ഇലസ്ട്രേഷൻസ് നോക്കാം. ഇനി ഫിഫോ മെത്തേഡ്. ഫിഫോ മെത്തേഡ് എന്ന് പറയുന്നത് വേറൊന്നല്ല, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡാണ്. അതായത് ഇപ്പം ഞാൻ ഒരു 100 ഗുഡ്സ് വാങ്ങിച്ചു. ഓക്കെ. അപ്പൊ അത് എൻ്റെ വെയർ ഹൗസിൽ ഇരിക്കുകയാണ്. ഓക്കെ. സോ അതിൽ നിന്ന് ഞാൻ ഒരു 50 ഗുഡ്സ് ഞാൻ വിൽക്കല്ല, ഞാൻ പ്രൊഡക്ഷന് വേണ്ടി എടുത്തു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെയും എൻ്റെ അക്കൗണ്ടിലേക്ക്, ഓക്കെ, ഞാൻ അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇത്തിരി കൂടി മനസ്സിലാവും. ഓക്കെ. ഓക്കെ. അതായത് 1/4/2024 ഞാനൊരു 1000 കിലോ വീറ്റ് ഞാൻ വാങ്ങിച്ചു. ഓക്കെ. അതായത് എനിക്ക് ഈ വീറ്റ് വാങ്ങിച്ച് അത് പ്രോസസ് ചെയ്ത് ആട്ടയാക്കി വെക്കുന്നതാണ് എൻ്റെ ജോലി. ആശീർവാദ് ആട്ട ഒക്കെ പോലെയുള്ള ബ്രാൻഡ്സ് പോലെ അതാണ് എൻ്റെ ബിസിനസ് എന്ന് വിചാരിക്കാം. അപ്പം ഞാൻ ആദ്യം 1/4 1000 കിലോ വീറ്റ് ഏകദേശം 10 രൂപ കിലോയ്ക്ക് ഞാൻ വാങ്ങിച്ചു. ഓക്കെ. ഇനി ഞാൻ 2/4/24 ഇതിൽ നിന്ന് ഒരു 550 കിലോ ഞാൻ പ്രൊഡക്ഷന് വേണ്ടി കൊണ്ടുപോയി. ഓക്കെ. ഇനി 3/4 ഞാൻ പിന്നെയും എന്താ പറയാ വീറ്റ് ഏകദേശം ഒരു 1500 കിലോ വരുന്ന വീറ്റ് ഞാൻ 12 രൂപയ്ക്ക് പിന്നെ വാങ്ങിച്ചു. ഓക്കെ. സോറി. അത് കഴിഞ്ഞ് 4/4 ഞാൻ പിന്നെ ഇതിൽ നിന്ന് ഒരു 750 കിലോ വീറ്റ് പ്രൊഡക്ഷന് വേണ്ടി ഞാൻ കൊണ്ടുപോയി. ഓക്കെ. സോ ഇതിൽ നിന്ന് എനിക്ക് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ അറൈവ് ചെയ്യണം. ഓക്കെ. സോ നമുക്ക് ഇത് എന്താ പറയാ, ഇപ്പൊ നമ്മൾ എന്താ പറയാ ഇതിന്റെ നെറ്റ് റിയലൈസബിൾ വാല്യൂ ഇതിപ്പോ കോസ്റ്റ് ആണല്ലോ. ഓക്കെ. സോ നമുക്ക് നെറ്റ് റിയലൈസബിൾ വാല്യൂന്റെ എഫക്റ്റ് അതും കൂടി ഒന്ന് നോക്കിയേക്കാം. അതായത് 5-ാം തീയതി എനിക്ക് സ്റ്റോക്കാണ് എനിക്ക് അറിയേണ്ടത്. അപ്പൊ 5-ാം തീയതി ഇതിന്റെ നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നത് ലെറ്റ്സ് സീ 11 രൂപയാന്ന് വിചാരിച്ചോ. ഓക്കെ. സോ 1-ാം തീയതി
എന്താണ് എൻ്റെ കയ്യിൽ 1000 കിലോയുടെ വീറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ അത് ഞാൻ എൻ്റെ സ്റ്റോക്കിൽ എത്രയാണ് 1000 കിലോ ഇവിടെ വീറ്റ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് എന്താ പറയുക, രണ്ടാം തീയതി ഞാൻ 550 കിലോ 1/4/24 എൻ്റെ കയ്യിൽ 1000 കിലോ വീറ്റ് ഉണ്ടായിരുന്നു അറ്റ് 10 രൂപയ്ക്ക്. ഓക്കെ, 2/4/24 ഏകദേശം 550 കിലോ വീറ്റ്. അത് എത്രേനായിരിക്കും പോയിരിക്കുന്നത്? ഓഫ് കോഴ്സ് 10 രൂപയ്ക്ക് ആയിരിക്കാം, കാരണം നമ്മുടെ കയ്യിൽ 10 രൂപയുള്ളൂ, 10 രൂപയുടെ ഇത് മാത്രമേ ഉള്ളൂ. സോ 10 രൂപയ്ക്ക് നമ്മളത് വിഷിച്ചു. ഓക്കെ, സോ ഇതിൻ്റെ വാല്യൂ വരുന്നത് ഇത് ഏകദേശം 10,000 റുപ്പീസ് വരും. ഇത് എത്ര വരും? 5,500 റുപ്പീസിൽ നമ്മുടെ നിന്ന് പോവുകയും ചെയ്തു. ഓക്കെ, സോ ബാക്കി 4,500ന്റെ വീറ്റ് ഉണ്ട്. അതായത് 450 കിലോ അറ്റ് 10 റുപ്പീസിന് ഏകദേശം 4,500 രൂപ വില വരുന്ന വീറ്റാണ് 2/4/2024 ട്രാൻസാക്ഷൻസ് ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ വരുന്നത്. ഇനി 3/4/2024 എന്താ പറ്റിയത്? നമ്മളുടെ കയ്യിൽ കുറച്ചും കൂടി ഇത് വന്നു, സ്റ്റോക്ക് വന്നു. അപ്പൊ എത്രയാണ്? 1,500 കിലോയുടെ സ്റ്റോക്ക് അറ്റ് ദ റേറ്റ് ഓഫ് 12 റുപ്പീസ്. സോ ഏകദേശം വരുന്നത് 18,000 റുപ്പീസിന്റെ എന്താ പറയാ സ്റ്റോക്ക് ഇവിടെ വന്നു. ഓക്കെ, സോ അപ്പൊ എന്താണ്, 3-ാം തീയതി കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്രയാണ് ഉണ്ടാവുക? അതായത് 450 കിലോയുടെ അറ്റ് 10 രൂപയ്ക്ക് 4,500 ഉണ്ട്. പിന്നെന്താ പറയാ 1,500 കിലോയുടെ അറ്റ് ദ റേറ്റ് 12 രൂപ വെച്ചിട്ട് 18,000 ഉണ്ട്. സോ ടോട്ടൽ ഏകദേശം 22,500 സ്റ്റോക്ക് എന്താ പറയാ 3/4 എൻഡിൽ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഇനി 4 പിറ്റേ ദിവസം 4/4/24 എത്രയാണ്? 750 കിലോയുടെ ഇത് പോയി. അപ്പൊ ഇവിടെയാണ് ഫസ്റ്റ് ഔട്ട് മെത്തേഡിന്റെ ഇമ്പോർട്ടൻസ്. ആ 750 ഈ 2 ലോട്ടിന്ന് ഏതിന്നായിരിക്കും പോയിരിക്കുന്നത്? അതായത് നമ്മുടെ ഫിഫോ മെത്തേഡ് അനുസരിച്ച് ആദ്യം വന്നതിന്ന് നമ്മൾ ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതായിരിക്കും രണ്ടാമത് വന്ന ലോട്ട് ചെയ്യുന്നത് നമ്മൾ ഇഷ്യൂ ചെയ്യുക. അപ്പൊ ഇതിൽ ആദ്യം വന്ന ലോട്ട് ഏതാണ്? 450 കിലോയുടെ. സോ ആദ്യം 450 കിലോയുടെ എത്രയാണ്? 10 രൂപയ്ക്ക് നമ്മളത് 4,500 നമ്മളത് ഇഷ്യൂ ചെയ്തു. ഓക്കെ, ബാക്കി ഇനി എത്രയും കൂടി വേണം? 750 മൈനസ് 450, അപ്പൊ ഏകദേശം 300 രൂപ, അല്ല 300 കിലോ. അപ്പൊ ബാക്കി 300 കിലോയുടെ എന്താ പറയാ വീറ്റ് നമ്മൾ എന്താണ് 12 രൂപയുടെ ലോട്ട് ചെയ്യുന്നത്. അപ്പൊ ഏകദേശം വരുന്നത് 3,600 രൂപ. ഓക്കെ, 3,600 രൂപയുടെ ഗുഡ്സും നമ്മൾ എന്താ പറയാ രണ്ടാമത്തെ ലോട്ട് ചെയ്യുന്ന കൊടുത്തു. അപ്പൊ ഇനി നമ്മുടെ കയ്യിൽ എന്തായിരിക്കും? കാരണം ആദ്യത്തെ ലോട്ട് 450 കൊടുത്തു, അപ്പൊ ആദ്യത്തെ ലോട്ട് തീർന്നു. ബാക്കി ഒരു 300 കിലോയുടെ ഇത് രണ്ടാമത്തെ ലോട്ടിൽ നിന്ന് കൊടുത്തു. അപ്പൊ നമ്മുടെ ഇനിയുള്ള ക്ലോസിംഗ് ബാലൻസ് പറയുന്നത് 1,200 കിലോയുടെ 12ന്റെ ആണ്. ഓക്കെ, സോ അത് ഏകദേശം വരുന്നത് 14,400 രൂപയായിരിക്കും എന്താ പറയാ നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ കോസ്റ്റിലെ വാല്യൂ ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ കണ്ടു നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറഞ്ഞൊരു വാല്യൂവും കൂടി ഉണ്ട്. അപ്പൊ എന്താണ് 1,200 കിലോയുടെ നെറ്റ് റിയലൈസബിൾ, അതായത് അതിപ്പോ വിറ്റാൽ നമുക്ക് എത്ര കിട്ടും? 11 രൂപ വെച്ച് കിട്ടും. സോ അത് എത്രയാണ് വരുന്നത്? അപ്പൊ ഇതാണ് നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത്, ഇതാണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ 1,200 × 11, അപ്പൊ 13,200 രൂപയാണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ. അപ്പൊ നമ്മുടെ റൂൾ പ്രകാരം വിച്ച് എവർ ഈസ് ലോവർ അതായിരിക്കും നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ 4/4/24 ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത് 13,200 ആയിരിക്കും. കാരണം വിച്ച് ആർ ലോവർ ആണല്ലോ. സോ ഇങ്ങനെയാണ് നമ്മൾ എന്താ പറയാ ഫിഫോ മെത്തേഡിൽ നമ്മുടെ സ്റ്റോക്കിന്റെ വാല്യുവേഷൻ വെച്ചിട്ട് നമ്മൾ എന്താ പറയാ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ അറൈവ് ചെയ്യുന്നത്. ഇതൊരു ചെറിയൊരു എക്സാമ്പിൾ ആണ്, വലിയ പ്രോബ്ലംസ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്തു പോവാം. സോ നമ്മൾ പറഞ്ഞ പോലെ ഫിഫോ മെത്തേഡ് എന്ന് പറയുന്നത്
cost should be charged to revenue in the order in which they are incurred. That is, it is assumed that issue of goods is usually from earliest lots. അതായത് ഫസ്റ്റ് വന്ന ലോട്ടിൽ നിന്ന് ആദ്യം നമ്മൾ ഇഷ്യൂ ചെയ്യുന്നു, അങ്ങനെയുള്ള ബേസിസിൽ. ഓക്കെ, അപ്പൊ ക്ലോസിംഗ് ഇൻവെന്ററി എന്താണ്? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കൺസൈൻമെന്റിന്റെ വാല്യൂ ആയിരിക്കും നമ്മൾ എന്താ പറയാ ക്ലോസിംഗ് ഇൻവെന്ററിയിൽ വരികയുള്ളൂ. ഓക്കെ, സോ ഇതാണ് ഇതിൽ വരുന്ന ഇത്. ഇനി അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്. ഇതിൽ പറയുന്നത് എന്താണ്? അതായത് നമ്മൾ ലേറ്റസ്റ്റ് വന്ന ഗുഡ്സ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് വന്ന സ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും നമ്മൾ ആദ്യം ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ഈ ഒരു മെത്തേഡ് ഇത്തിരി എന്താ പറയാ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല. കാരണം എന്താണ്, നമ്മൾ ഏതൊരു ബിസിനസ്സുകാരനെ വെച്ച് നോക്കിയാലും പുള്ളിയുടെ സ്റ്റോക്ക് നഷ്ടപ്പെടരുത്, അതായത് ഒബ്സലേറ്റ് ആയി പോവരുത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് ഒക്കെ ആയിരിക്കും മെയിൻലി ഫോളോ ചെയ്യുക. കാരണം ആദ്യം വരുന്നത് നമ്മൾ ആദ്യം ഇഷ്യൂ ചെയ്ത് പോകുന്നു എന്നുള്ള ബേസിസിൽ. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അതായത് ലേറ്റസ്റ്റ് വന്നത് നമ്മൾ ആദ്യം എടുത്ത് കൊടുക്കാന്ന് പറയുന്നത് വളരെ വളരെ റെയർ ആണ്. നമ്മളിപ്പോ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് നോക്കിയാൽ കുറെ ഇപ്പൊ എന്താ ചിപ്സ് ആണെങ്കിലും എന്താണെങ്കിലും ബ്രെഡുകൾ, എസ്പെഷ്യലി നിങ്ങൾ നോക്കേണ്ട ബ്രെഡുകളുടെ കേസാണ്, അല്ലെങ്കിൽ കപ്പുറത്ത് അങ്ങനത്തെ ഉള്ള ചിപ്സുകളാണ്. അപ്പൊ അതെടുത്ത് നോക്കുകയാണെങ്കിൽ ചിലവര് താഴത്തേലായിരിക്കും എന്താ പറയാ, അതായത് ഇന്ന് വരുന്ന സ്റ്റോക്കൊക്കെ അവർ താഴെ എടുത്ത് വയ്ക്കും, എന്നിട്ട് 2 ദിവസം മുമ്പ് വന്നതൊക്കെ ആയിരിക്കും മുകളിലുള്ളത്. എക്സ്പയർ ആയിട്ടുണ്ടാവില്ല, പക്ഷെ അത് എക്സ്പയർ ആയി എന്താ പറയാ നശിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നതാണ്. അതായത് നമ്മളെപ്പോഴും പിക്ക് ചെയ്യുന്നത് ചിലപ്പോൾ ടോപ്പിൽ നിന്നായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താ പറയാ പഴയത്, അതായത് ആദ്യം വന്നത് മുമ്പ് 2-3 ദിവസം മുമ്പ് വന്നതായിരിക്കും ടോപ്പിലിരിക്കുക, എന്താ പറയാ ഇന്ന് വന്നതൊക്കെ താഴത്തായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. സോ അതൊരു ഫിഫോയുടെ എന്താ പറയാ നമ്മുടെ റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ്. ഇനി ലിഫോയിൽ വരുമ്പോ എന്താണ്, നമ്മള് അതായത് 2 ദിവസം മുമ്പ് വന്നതും ഇന്നലെ വന്ന സ്റ്റോക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഇഷ്യൂ ചെയ്യുന്നത് ഇന്നലെ വന്ന സ്റ്റോക്ക് എന്നുള്ള ഒരു എന്താ പറയാ അസംഷനിലാണ് ലിഫോ മെത്തേഡ് പോകുന്നത്. ഓക്കെ, ഇനിയുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സിമ്പിൾ ആവറേജ് പ്രൈസ് മെത്തേഡ് ആണ്. അത് വേറൊന്നല്ല, നമ്മളിപ്പോ പറഞ്ഞു ഓരോന്നും എന്താ പറയാ വാല്യൂ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു. ഈ സിമ്പിൾ ആവറേജ് പ്രൈസ് മെത്തേഡിൽ വേറൊന്നുമല്ല. ഇപ്പൊ നേരത്തെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, അതായത് അവസാനത്തെ വരില്ല, അതായത് നമ്മൾ ഈ മൂന്നാം തീയതി നമ്മൾ പറഞ്ഞു നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്, ഈ 450 പിന്നെന്താ 1500 കിലോയാണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ സിമ്പിൾ ആവറേജിൽ നമ്മൾ വേറൊന്നും ചെയ്യില്ല, ഈ 2 പ്രൈസ് ഇല്ലേ അത് ആഡ് ചെയ്തിട്ട് അതിന്റെ ആവറേജ് എടുക്കും. ഓക്കെ, അതായത് സിമ്പിൾ ആവറേജ് മെത്തേഡിൽ ഈ ഒരു 3/4/2024 വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 450 പ്ലസ് 1500 എത്രയാണ്, 1950 കിലോ ആണ് നമ്മുടെ കയ്യിലുള്ള ടോട്ടൽ സ്റ്റോക്ക്. അത് എത്രയിൽ വരും, 10 + 12 / 2, അതായത് 11 രൂപയായിരിക്കും അതിന്റെ വാല്യൂ. ഇതാണ് സിമ്പിൾ ആവറേജ് മെത്തേഡിൽ നമ്മൾ കാണുന്നത്. അപ്പൊ എത്രയാണ്, 1950 കിലോ ഇൻറ്റു 11. ഓക്കെ, അപ്പൊ ഏകദേശം ഇതിന്റെ വാല്യൂ വരാൻ പോകുന്നത് 21,450 ആയിരിക്കും. ഓക്കെ, അതായത് എന്താണ്, ജസ്റ്റ് സിമ്പിൾ ആവറേജ്, ഈ പ്രൈസിന്റെ സിമ്പിൾ ആവറേജ് വെച്ചിട്ട് ആ ഒരു വാല്യൂ എന്താ പറയാ ഫുൾ സ്റ്റോക്കിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് സിമ്പിൾ ആവറേജ് മെത്തേഡിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, വെയ്റ്റഡ് ആവറേജ് പ്രൈസ് മെത്തേഡാണ്. വെയ്റ്റഡ് ആവറേജ് പ്രൈസ് മെത്തേഡിൽ വേറൊന്നല്ല, അതിൽ ഇത് സിമ്പിൾ ആവറേജ് പോലെ തന്നെ പക്ഷെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, വെയ്റ്റഡ് ആവറേജിൽ നമ്മൾ ഈ ഒരു സെയിം സിനാരിയോ തന്നെ എടുക്കുകയാണെങ്കിൽ വെയ്റ്റഡ് ആവറേജിൽ വരുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് ഓക്കെ, ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്, അത് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതായത് വെയ്റ്റഡ് ആവറേജ് പ്രൈസിന്റെ ഇക്വേഷൻ പറഞ്ഞാൽ ടോട്ടൽ ഓഫ് ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽ ഡ്യൂറിംഗ് ദി ഇയർ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് അവൈലബിൾ ഫോർ സെയിൽ ഡ്യൂറിംഗ് ദ പീരീഡ്. അതായത് എന്താണ്, ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സിന്റെ കോസ്റ്റ് എത്രയാണോ അവൈൽ ചെയ്യുന്നത് അത് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് അവൈലബിൾ ഫോർ ദ സെയിൽ. അതായിരിക്കും വെയ്റ്റഡ് ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത്. ആ പ്രൈസ് വെച്ചിട്ട് നമ്മൾ എന്താ പറയാ നമ്പർ ഓഫ് ഇൻവെന്ററിയുടെ യൂണിറ്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു കേസിൽ അത് വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതായത് നമ്മൾ ആദ്യം കാണേണ്ടത് എന്താണ്, ടോട്ടൽ കോസ്റ്റ് ഓഫ്
യൂണിറ്റ് അവൈലബിൾ ഫോർ സെയിൽ, അതായത് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ടോട്ടൽ കോസ്റ്റ് എത്രയാന്നുള്ളത് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. ഇവിടെ ഓൾറെഡി ഉണ്ട്. ഓക്കെ, സോറി, ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നമുക്ക് 22,500 ആണ് നമുക്ക് ഇടയിൽ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള കോസ്റ്റ് എന്ന് നമുക്ക് അറിയാം. ഓക്കെ, ഇതേ ഡിവൈഡ് ബൈ എത്രയാണ് നമ്മുടെ വെയിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്റുകളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 1950 കിലോളം ഇത് വരുന്നുണ്ട്. സോ ഇതിന്റെ ആവറേജ് എടുക്കാം. സോ ഏകദേശം വരുന്നത് ₹11.54 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് എന്താ പറയുക വെയിറ്റഡ് ആവറേജ്. ഇതിനെയാണ് എന്താ പറയാ ഇതിനെയാണ് വെയിറ്റഡ് ആവറേജ് യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എന്താ പറയാ നമ്മൾ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ക്വാണ്ടിറ്റി, അതാണ് എന്താ പറയാ വെയിറ്റഡ് ആവറേജ് യൂണിറ്റ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു കോസ്റ്റ്, ഈ ഒരു യൂണിറ്റ് വെച്ചിട്ട് ഇനി നമ്മൾ എന്താ പറയാ 1950 ഇൻറ്റു 11.54 അത് എത്രയാണെന്നുള്ളത് നോക്കും. ഇൻറ്റു 11.54 അപ്പോൾ ഇതിന്റെ വാല്യൂ വരുന്നത് ₹22,503 വരും. ഓക്കെ, സോ ഇതാണ് എന്താ പറയാ അല്ല ഒരു മിനിറ്റ് സോറി എന്തൊരു മിസ്റ്റേക്ക് പറ്റിയുണ്ടല്ലോ. ഓക്കെ, ആക്ച്വലി ഇത് ഞാൻ ചെയ്തത് കറക്റ്റ് തന്നെയാണ്. പക്ഷെ ഇതെന്താണ് ഇതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് ഇത് ഇപ്പം, അതായത് ഈ ഒരു എക്സാമ്പിളിൽ ആക്ച്വലി നിങ്ങൾക്ക് ഇത് മനസ്സിലാവുകയില്ല. ഓക്കെ, ഇത് ജസ്റ്റ് എന്താണ് പറയാ നമ്മൾ ജസ്റ്റ് എന്താ പറയാ ഇത് ഇൻറ്റു ചെയ്തു, എന്നിട്ട് ഇത് എന്താ പറയുക ജസ്റ്റ് ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പോലെ. അപ്പൊ ഈ ഒരു വാല്യൂ തന്നെ കിട്ടുകയുള്ളൂ. പക്ഷെ എന്താണ് കുറെ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് വരുമ്പോൾ മാത്രമാണ് എന്താ പറയുക ഈ വെയിറ്റഡ് ആവറേജ് കോസ്റ്റിന്റെ കറക്റ്റ് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാനുള്ള കാരണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് എന്താ പറയാ നമുക്കൊരു ഇലസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയാ വെയിറ്റഡ് ആവറേജ് കോസ്റ്റിന്റെ കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. സോ ഗൈസ്, അപ്പൊ നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ കുറച്ച് ഇലസ്ട്രേഷൻസ് നമ്മൾ മിസ് ഔട്ട് ചെയ്തായിരുന്നു. ഏകദേശം 5 ഇലസ്ട്രേഷൻസ് ഒക്കെ ഉണ്ട്. സോ അതൊന്ന് നമുക്ക് എന്തൊക്കെയാന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തു പോവാം. ഓക്കെ, സോ ഫസ്റ്റ് ഇലസ്ട്രേഷൻ വരുന്നത് ഓക്കെ. സോ ഇലസ്ട്രേഷനിൽ ചോദിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് സുരേഖ ലിമിറ്റഡ് ഡീൽസ് ഇൻ 3 പ്രൊഡക്ട്സ് PQR 3 പ്രൊഡക്റ്റുകളാണ് അവരെന്താ പറയാ ആ ബിസിനസ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഓക്കെ, അവര് സിമിലറും അല്ല അതുപോലെ തന്നെ ഇന്റർചേഞ്ചബിളും അല്ല. ഓക്കെ, സോ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ദ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആൻഡ് NRV ഓഫ് ദി ഐറ്റംസ് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്സ് ആർ ഗിവൻ ബിലോ. താഴെ കൊടുത്തിരിക്കുന്നതാണ് എന്താ പറയാ ആ 3 ഐറ്റംസിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക്. അതിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലും നെറ്റ് റിയലൈസബിൾ വാല്യൂയിലും ഉള്ള വാല്യൂസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ എന്താണ് ഇത് വെച്ചിട്ട് എന്താ പറയാ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ അറൈവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇത് എന്താ പറയാ നമ്മുടെ ബേസിക് പ്രിൻസിപ്പിൾ ആയ ഹിസ്റ്റോറിക്കൽ വാല്യൂഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് വിൽ ബി ലോവർ ഓഫ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഇത് സിമ്പിൾ ആണ്. നമ്മൾ എന്താ പറയാ ജസ്റ്റ് ഒരു ടേബിൾ ഇങ്ങനെ ആദ്യം സൊല്യൂഷന് വേണ്ടി ജസ്റ്റ് ഒരു ആദ്യം തന്നെ നമ്മൾ ആ ഒരു തിയറി, അതായത് ഇൻവെന്ററീസ് ആർ വാല്യൂഡ് അറ്റ് ലോവർ ഓഫ് കോസ്റ്റ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്നുള്ള ആ ഒരു ബേസിക് തിയറി നമ്മൾ എന്താ പറയാ അവിടെ എഴുതുക. എന്നിട്ട് നമ്മൾ ഇൻവെന്ററീസ് ആർ യൂഷ്വലി റിട്ടേൺ ഡൗൺ ടു NRV ബൈ ആൻ ഐറ്റം ബൈ ഐറ്റം ബേസിസും ഇങ്ങനത്തെ എന്താ പറയുക ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഒരു നമ്മുടെ ആൻസറിന് വേണ്ടി ആദ്യം കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ പറയുക ഇങ്ങനത്തെ ഒരു ബോക്സ് അറിയാം. അതായത് ആദ്യ ഐറ്റം, പിന്നെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, നെറ്റ് റിയലൈസബിൾ വാല്യൂ, പിന്നെ കോസ്റ്റ് സ്റ്റോക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത് ലീസ്റ്റ് ഓഫ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഓൺ NRV എന്നും പറഞ്ഞ് 4ാമത്തെ കോളം കൊടുക്കാം. സോ നമുക്ക് ആദ്യത്തെ ഐറ്റം നോക്കാം. ആദ്യത്തെ ഐറ്റം P ആണ്.
അപ്പൊ പിയുടെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത് 38 lakh ആണ്. നെറ്റ് റിയലൈസബിൾ വാല്യൂ വരുന്നത് 42 lakh ആണ്. സോ ഇതിൽ ഏതാണ് കുറവ്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ് കുറവ്. സോ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ 38 lakh ആയിട്ട് വരും. പിന്നെ ക്യൂ എന്ന് പറയുന്ന ഐറ്റത്തിന്റെ നോക്കുകയാണെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് 29 ആണ്, നെറ്റ് റിയലൈസബിൾ വാല്യൂ 29 ആണ്. സോ അത് ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ഏതെടുത്താലും നമുക്ക് വിഷയമല്ല, ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ 29 lakh തന്നെയാവും. ഇനി R എന്ന് പറയുന്ന ഐറ്റത്തിന് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് 17 ആണ്, നെറ്റ് റിയലൈസബിൾ വാല്യൂ 14 lakh ആണ്. സോ ഇത് നമ്മളെല്ലാം ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ ഇത് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നെറ്റ് റിയലൈസബിൾ വാല്യൂ ആണ് ലോവർ. സോ അതിന്റെ വാല്യൂ ആയിരിക്കും നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് എടുക്കാൻ പോകുന്നത്. സോ അറ്റ് ദി എൻഡ് ഓഫ് ദി പീരീഡ് എന്താ പറയുക, സുരേഖ ലിമിറ്റഡിന്റെ ടോട്ടൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് പിയുടെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ പ്ലസ് ക്യൂവിന്റെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ പ്ലസ് ആറിന്റെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ. അപ്പൊ ടോട്ടൽ വരുന്നത് 81 lakh ആണ് എന്താ പറയാ നമ്മുടെ സുരേഖ ലിമിറ്റഡിന്റെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ ആയിട്ട് വരുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഇനി നമുക്ക് എന്താ പറയാ, ഫിഫോ ബേസിസിൽ നമ്മൾ ഫിഫോ മെത്തേഡിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ അതിന്റെ ബേസിസിൽ നമുക്ക് എങ്ങനെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ അറൈവ് ചെയ്യണേ നോക്കാം. ഓക്കെ, സോ ഡിസംബർ, അതായത് ഇവർ ആദ്യം പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഒന്നും ഇവർ പറയുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഓപ്പണിംഗ് സ്റ്റോക്ക് ഒന്നുമില്ല. അപ്പൊ എന്താ പറയാ, December 4 ആദ്യം ഒരു എന്താ പറയാ 90 യൂണിറ്റ് ക്വാണ്ടിറ്റിയുടെ ഐറ്റംസ് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ December 10 പിന്നെ ഒരു 400 യൂണിറ്റ് ഓഫ് റേഡിയോ, പ്രൈസ് വരുന്നത് 55 രൂപയുടെ പ്രൈസിൽ എന്താ പറയാ നമ്മുടെ ഗോഡൌണിലേക്ക് അവർ പർച്ചേസ് നടത്തിയിട്ടുണ്ട്. പിന്നെ December 11 300 റേഡിയോ സെറ്റ് 55 രൂപ പെർ യൂണിറ്റ് വരുന്ന കോസ്റ്റിൽ അവര് വരുത്തിയിട്ടുണ്ട്. പിന്നെ December 19 200 യൂണിറ്റ് റേഡിയോ സെറ്റും അവർ വരുത്തിയിട്ടുണ്ട് 60 രൂപയ്ക്ക്. പിന്നെ December 28 800 യൂണിറ്റ് വന്നിട്ടുണ്ട് 47 രൂപയ്ക്ക്. ഓക്കെ, സോ ഇത്രയാണ് എന്താ പറയാ നമ്മുടെ അതായത് ഈ മാനുഫാക്ചറർ പർച്ചേസ് ചെയ്തേക്കുന്ന പുള്ളിയുടെ റെക്കോർഡ്സിലുള്ള ഡാറ്റ. ഓക്കെ, സോ ഇതെല്ലാം പർച്ചേസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്താ പറയാ ഇതിന്റെ ഇഷ്യൂ നോക്കാം. അപ്പം ഇവര് പറയുന്നത് ടോട്ടലി December 18 വരെ, അതായത് ഈ പീരീഡിൽ ഏകദേശം 1600 യൂണിറ്റ്സ് ആണ് എന്താ പറയാ പ്രൊഡക്ഷന് വേണ്ടി അല്ലെങ്കിൽ എന്താ പറയാ സെയിലിന് വേണ്ടി ആ പുള്ളി ഇഷ്യൂ ചെയ്തേക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ അടുത്ത് ഇനി ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇത് നമ്മൾ എന്താ പറയാ ഫിഫോ മെത്തേഡിലാണ് നമ്മൾ എന്താ പറയാ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഫിഫോ മെത്തേഡിൽ നമ്മൾ പറയുന്നത് എന്താണ്, അതായത് ഈ 1600 യൂണിറ്റും ഇഷ്യൂ ചെയ്തേക്കുന്നത് എങ്ങനെയായിരിക്കും, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡിലാണ്. അതായത് ഈ ആദ്യം കിടക്കുന്ന പർച്ചേസസിൽ നിന്നായിരിക്കും ഈ 1600 യൂണിറ്റ്സ് പോയേക്കുന്നത്. ഓക്കെ, സോ അതിന്റെ ബേസിൽ വേണം നമ്മൾ വാല്യൂ ചെയ്തിട്ട് വേണം ക്ലോസിംഗ് സ്റ്റോക്ക് അറൈവ് ചെയ്യാനായിട്ട്. സോ നമുക്ക് ആദ്യം നോക്കാം. ആദ്യം വന്നേക്കുന്നത് 900 യൂണിറ്റ്സ് ആണ്. അപ്പൊ ആ 900 അങ്ങനെ പാടി എന്താ പറയാ ഫസ്റ്റ് സ്ലോട്ടിൽ നിന്ന് പോയിട്ടുണ്ടാവും. ഓക്കെ, സോ ഇത് എന്താ പറയാ ടോട്ടലി എന്താ പറയാ നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത വരുന്നത് 400 ആണ്. അപ്പൊ 400 എന്ന് പറയുമ്പോൾ ഏകദേശം ഇപ്പൊ എത്രയാണ് 1300 യൂണിറ്റ്സ്, അതായത് 900 പ്ലസ് 400, അപ്പൊ ഏകദേശം 1300 യൂണിറ്റ്സും നമ്മൾ എന്താണ് ഇപ്പൊ നിലവിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 400ന്റെ പർച്ചേസ് ചെയ്ത ഐറ്റംസ് ഫുള്ള് നമ്മൾ എന്താ പറയാ സെയിലിന് വേണ്ടി ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ബാക്കി എത്രയാണ്, ബാക്കി പിന്നെ ഒരു എന്താ പറയാ മൊത്തം 1600 ആണല്ലോ, 1600 1300 ഇപ്പൊ ഇഷ്യൂ ചെയ്തു. അപ്പൊ ബാക്കി 300, അതായത് ഈ സ്ലോട്ടിൽ നിന്നും ഉള്ള ബാക്കി 300 എന്താ പറയാ നമ്മുടെ പ്രൊഡക്ഷന് വേണ്ടി ഇഷ്യൂ ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ എന്താ പറയാ ഈ സ്ലോട്ട് വരെ ഉള്ള, അതായത് ഈ December 11 വരെ പർച്ചേസ് ചെയ്തേക്കുന്ന സ്ലോട്ടിലുള്ള ഐറ്റംസ് ഫുള്ളി നമ്മൾ എന്താ പറയാ സെയിൽസിന് വേണ്ടി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇനി ക്ലോസിംഗ് സ്റ്റോക്കിലുള്ള എന്തൊക്കെയായിരിക്കും, അതായത് ഈ 200 പ്ലസ് ഈ 800, അപ്പൊ ഏകദേശം 1000 യൂണിറ്റ്സ് ആയിരിക്കും എന്താ പറയാ ഇനി നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കിലുള്ള. അപ്പൊ അതിന്റെ വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 60 രൂപയ്ക്കും 47 രൂപയ്ക്കാണ് നമ്മൾ പർച്ചേസ് ചെയ്തേക്കുന്നത്. സോ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 200 into 60 plus 800 into 47. ഓക്കെ,
അതായത് 200 into 60 പ്ലസ് അത് 12,000 വരും. പിന്നെ 800 into 47 അത് 37,600 വരും. പ്ലസ് 12,000 വരുന്നത് ഏകദേശം റുപ്പീസ് 49,600 ആയിരിക്കും. എന്താ പറയാ ഈ ഒരു മാനുഫാക്ചറിന്റെ 18th December എടുത്ത് വയ്ക്കാനുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്നത്. നമുക്കൊന്ന് നോക്കാം. കണ്ടോ, അതായത് എന്താ പറയാ ക്ലോസിംഗ് ഇൻവെന്ററി എന്ന് പറയുന്നത് 1000 ആണ്. കാരണം 1600, അതായത് 2600 1600 പോയിട്ടുണ്ട്. അപ്പൊ ബാക്കി 1000 ആണ്. ആ 1000 വരുന്നത് ഈ 2 സ്ലോട്ടുകളിൽ നിന്നാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എന്താ പറയാ വാല്യൂ ഓഫ് 800 യൂണിറ്റ് 47 ആയിട്ടും ബാക്കിയുള്ള 200 യൂണിറ്റിന്റെ 60 റുപ്പീസ് ആയിട്ട് വന്നിട്ട് അവസാനം 49,600 ആണ് എന്താ പറയാ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് നമ്മൾ ഫിഫോ മെത്തേഡിൽ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ വരുന്നത്. ഓക്കെ, ഇനി എന്താ പറയാ ലിഫോ മെത്തേഡിലുള്ള നമുക്ക് ഇലസ്ട്രേഷൻസ് നോക്കാം. അതായത് ഇത് പറയുന്നത് പ്രീവിയസ് ഇലസ്ട്രേഷൻ തന്നെ എടുക്കാനാണ് പറയുന്നത്. അതിൽ പക്ഷെ എന്താ പറയാ ഇഷ്യൂ ഡിഫറെന്റ് ആണ്. അതായത് പർച്ചേസ് സെയിം ആണ്, പക്ഷെ എന്താണ് നമ്മൾ ഇഷ്യൂ ചെയ്തേക്കുന്നത് ഡിഫറെന്റ് ആയിട്ടാണ്. അതായത് 5th December നമ്മൾ കുറച്ച് ഇഷ്യൂ നടത്തിയിട്ടുണ്ട്, December 20th ഇഷ്യൂ നടത്തിയിട്ടുണ്ട്, 29 ഇഷ്യൂ നടത്തിയിട്ടുണ്ട്. പക്ഷെ നേരത്തെ എങ്ങനെയാണ് ഈ 1600 ഒറ്റയടിക്ക് ഇഷ്യൂ ചെയ്ത പോലെയാണ് നമ്മൾ കാണിച്ചിരുന്നത്. ഓക്കെ, സോ ഇതിന്റെ എന്താ പറയാ എങ്ങനെയാണ് നമ്മൾ ചെയ്യണേന്ന് നോക്കാം. ഓക്കെ, സോ ആദ്യം ഇത് നമ്മൾ എന്താ പറയാ ഡേറ്റ് വൈസ് റെക്കോർഡ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫോർമാറ്റ്, അതായത് ഇപ്പോ നേരത്തെ നമ്മൾ എന്താ പറയാ ഫിഫോയില് ഇത്തിരി എളുപ്പമായത്, അതായത് 1600 ഒറ്റ എമൗണ്ട് ആയിട്ട് കൊടുത്തേക്കുന്നതുകൊണ്ടാണ് നമ്മൾ നേരത്തെ മെത്തേഡ് ഫോർ ചെയ്തത്. പകരം ഫിഫോയിലും ഇങ്ങനെ ഡേറ്റ് വൈസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടിനും നമ്മൾ എന്താ പറയാ ഇങ്ങനത്തെ ഒരു ഫോർമാറ്റിൽ വേണം എന്താ പറയാ ലിഫോ മെത്തേഡിന്റെ ഇൻവെന്ററി വാല്യുവേഷൻ. ലിഫോ ആണെങ്കിലും ഫിഫോ ആയാലും വെയിറ്റഡ് ആവറേജ് ആണെങ്കിലും സിമ്പിൾ ആവറേജ് മെത്തേഡിലാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ടേബിൾ, ഇങ്ങനത്തെ ഒരു ഫോർമാറ്റിൽ വേണം നിങ്ങൾ നിങ്ങളുടെ ആൻസേഴ്സ് പ്രസന്റ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഇതിൽ വരുന്ന കോളംസ് ഏതാക്കിയാന്ന് നോക്കാം. ഒന്ന് ഡേറ്റ് വരും, പിന്നെ റെസീപ്റ്റ്, അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഗുഡ്സുകൾ. ഓക്കെ, സോ അതിന്റെ ക്വാണ്ടിറ്റി കൊടുക്കണം, റേറ്റ് കൊടുക്കണം, എമൗണ്ട് കൊടുക്കണം. അതായത് ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ് ആയിരിക്കും എമൗണ്ട് വരുന്നത്. ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മൾ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എന്താ പറയാ സെയിലിന് വേണ്ടി ഇഷ്യൂ ചെയ്തേക്കുന്ന ഐറ്റംസ്. സോ അതിനും എന്താ പറയാ ക്വാണ്ടിറ്റി വരും, റേറ്റ് വരും, എമൗണ്ട് വരും. ഓക്കെ, സോ ഇത് കഴിഞ്ഞിട്ട് എന്താ പറയാ നെറ്റ് എമൗണ്ട്, അതായത് ബാലൻസ് ഇൻവെന്ററി എത്രയാണെന്നുള്ളത് അതിനൊരു കോളം ഉണ്ട്. അതിലും ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട് വരുന്നതാണ്. ഓക്കെ, സിമ്പിൾ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോ നമുക്ക് ആദ്യം നോക്കാം. ആദ്യം നമ്മൾ എന്താ പറയാ ഇത് ക്രോണോളജിക്കൽ ഓർഡറിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അതായത് ഡേറ്റ് വൈസിന്റെ ബേസിലായിരിക്കും നമ്മൾ ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യം വരുന്ന December 4 നമ്മൾ പർച്ചേസ് നടത്തി. എത്ര യൂണിറ്റ്സ് പർച്ചേസ് നടത്തി? 900 യൂണിറ്റ്സ് 50 റുപ്പീസിന് നമ്മൾ പർച്ചേസ് നടത്തി. സോ എന്താണ് നമ്മൾ 4th December പർച്ചേസ് ആണല്ലോ. അപ്പൊ റെസീപ്റ്റിന്റെ അടിയിൽ 900 യൂണിറ്റ് 50 റേറ്റിന് 45,000 എന്ന് പറഞ്ഞ് നമ്മൾ റെക്കോർഡ് ചെയ്യും. അപ്പൊ അന്നത്തെ ദിവസം അതിന്റെ ബാലൻസ് എത്രയായിരിക്കും? ആ എമൗണ്ട് തന്നെ 950 45,000 വെച്ചിട്ട് ബാലൻസ് വരും. ഓക്കെ, സോ ഇനി അടുത്തത് ഇവിടെ പറയുന്നത് December 5 തന്നെ ഇത് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് 500 യൂണിറ്റ്സ്. ഈ 900 നിന്ന് 500 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. സോ 5 നമ്മൾ ഇഷ്യൂയുടെ കോളത്തില് 500 യൂണിറ്റ്സ് റേറ്റ് 50 വെച്ചിട്ട്, കാരണം ഇതിൽ ഒറ്റ സ്ലോട്ട് ഉള്ളൂ. അപ്പൊ അതിന്റെ റേറ്റ് 50 വെച്ചിട്ട് 25,000 നമ്മൾ ഇഷ്യൂ ചെയ്തു. അപ്പൊ 500 മൈനസ് 900 400 ബാലൻസ് വരും. റേറ്റ് സെയിം തന്നെ 50 തന്നെ. പിന്നെ എന്താ പറയാ എമൗണ്ട് വരുന്നത് 20,000. 45,000 നിന്ന് 25,000 കുറയ്ക്കുമ്പോൾ 20,000 എമൗണ്ടും വരും. ഓക്കെ, ഇനി അടുത്ത് നോക്കുമ്പോൾ എന്താണ് നമ്മുടെ കയ്യിൽ രണ്ട് ഇഷ്യൂ നടന്നിട്ടുണ്ട്. അതായത് December 10 റെസീപ്റ്റ് വന്നിട്ടുണ്ട്. December 10 December 11 December 19 3 ഓക്കെ, കാരണം എന്താണ് നമ്മുടെ ഇഷ്യൂ പിന്നെ വരുന്നത് December 20 അപ്പൊ അതിനു മുമ്പ് 3 പർച്ചേസ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ അത് നമുക്ക് അങ്ങോട്ട് റെക്കോർഡ് ചെയ്യാം. സോ അത് നമ്മൾ 10 400 യൂണിറ്റ്സ് വന്നതിന്റെ റെക്കോർഡ് ചെയ്യുന്നു 55 റുപ്പീസ് വെച്ച് 22,000. ഓക്കെ, സോ ഇതിന്റെ ബാലൻസ് കാണിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ നേരത്തെ ബാലൻസ് ആയ 400 അത് 50 റുപ്പീസ് അല്ല റേറ്റിനാണ് വെച്ചേക്കുന്നത്. സോ 20,000 ആണ്. പിന്നെ ഉള്ള സ്ലോട്ട് ഇപ്പൊ വാങ്ങിച്ചത് 400ന്റെ 55,000 വെച്ചിട്ട് 22,000. ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതണം. ഇത് സ്ലോട്ട് 1 ആയിട്ട് വരും, ഇത് സ്ലോട്ട് 2 ആയിട്ട് വരും. ഓക്കെ, ഇങ്ങനെ വേണം. ഇനി 11 എന്താണ് പിന്നെയും നമ്മൾ പർച്ചേസ് നടത്തിയിട്ടുണ്ട് 300ന്റെ 55,000 16,500. അപ്പൊ ഇവിടെ 3 സ്ലോട്ട് വരും. ആദ്യം ഉണ്ടായിരുന്ന 400 50 റുപ്പീസിന്റെ സ്ലോട്ട്,
പിന്നെ ഉള്ളത് 400 യൂണിറ്റ്സ് 55 റുപ്പീസ് പെർ യൂണിറ്റിന്റെ സ്ലോട്ട്. പിന്നെ ഉള്ളത് 300 യൂണിറ്റ്സ് 55യുടെ സെയിം സ്ലോട്ട്. ഓക്കെ, സോ ഇങ്ങനെ എന്താ പറയാ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സ്ലോട്ട് വരും. ഇനി നമ്മൾ എന്താ 19-ാം തീയതി പിന്നെയും പർച്ചേസ് നടത്തിയിട്ടുണ്ട്. അപ്പൊ എന്താണ് 200 രൂപയുടെ 60 രൂപയ്ക്കാണ് നമ്മൾ പർച്ചേസ് നടത്തിയത്. 12,000 റുപ്പീസ് ആണ് വരുന്നത്. സോ അങ്ങനെ മൊത്തം എന്താ പറയാ 19-ാം തീയതി നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എടുക്കുകയാണെങ്കിൽ മൊത്തം 4 സ്ലോട്ടുകൾ വരും. ഒന്ന് 400 രൂപയുടെ 50ന്റെ ആദ്യം ഉണ്ടായിരുന്ന സ്ലോട്ട്, പിന്നെ 400 രൂപയുടെ 55 രൂപയുടെ രണ്ടാമത്തെ സ്ലോട്ട്, പിന്നെ 300 രൂപയുടെ 55 രൂപയുടെ മൂന്നാമത്തെ സ്ലോട്ട്, പിന്നെ 200 രൂപയുടെ 200 യൂണിറ്റ് 60 രൂപയുടെ നാലാമത്തെ സ്ലോട്ട് വരും. ഓക്കെ, സോ ഇത്രയാണ് എന്താ പറയുക 19-ാം തീയതി. ഇനി എന്താ നടന്നതെന്ന് നോക്കാം. അതായത് 20-ാം തീയതി 600 യൂണിറ്റ്സ് നമ്മൾ എന്താ പറയുക ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക. അതായത് 20-ാം തീയതി 600 യൂണിറ്റ്സ്. ഓക്കെ, അപ്പൊ ഇത് ഏത് സ്ലോട്ടിൽ നിന്നാണ് നമ്മൾ അത് എടുത്ത് കൊടുത്തേക്കുന്നത്? അതായത് ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്നത് ലിഫോ മെത്തേഡാണ്. സോ ലിഫോ മെത്തേഡിൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. അപ്പൊ ഇതിൽ ലാസ്റ്റ് വന്നേക്കുന്നത് ഈ 200 ആണ്. സോ നമ്മൾ ആ 200 ആദ്യം നമ്മൾ ഇഷ്യൂ ചെയ്യുന്നു. 60 രൂപയുടെ വെച്ച് ഏകദേശം 12,000 റുപ്പീസിന് നമ്മൾ ഇഷ്യൂ ചെയ്തു. ഓക്കെ, ഇനി എന്താ ബാക്കി? ഇനി എത്ര എണ്ണം വേണം? 400 യൂണിറ്റ്സും കൂടി വേണം. അപ്പൊ നമ്മൾ അടുത്ത സ്ലോട്ട് എടുത്തു. അപ്പൊ 300 എണ്ണം ഉള്ളൂ. സോ ആ 300ന്റെ നമ്മൾ എന്താ പറയാ 55 രൂപ വെച്ചിട്ട് നമ്മൾ പിന്നെ 16,500 ഇഷ്യൂ നടത്തി. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഒരു 100 എണ്ണം കൂടിയാണ്. അതെന്താണ് നമ്മൾ അതിന് മുമ്പ് വന്നേക്കുന്നത്. അതായത് 400 യൂണിറ്റ്സിന്റെ 100 യൂണിറ്റ്സ് എടുത്തിട്ട് റേറ്റ് 55,000 എടുത്തിട്ട് 5,500 ഇഷ്യൂ നടത്തി. ഓക്കെ, സോ അപ്പൊ ഏകദേശം ഇത് ടോട്ടൽ ചെയ്യുകയാണെങ്കിൽ 600 യൂണിറ്റ്സിന്റെ ഇഷ്യൂ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് ബാലൻസ് എത്രയാ വരുന്നത്? ബാലൻസ് ഇനി വരുന്നത് ഇതിലെ ഒരു 400 യൂണിറ്റ്സ് അങ്ങനെ തന്നെ നടക്കുന്നുണ്ട്. പിന്നെ ഇതിലെ എന്താ പറയാ 100 പോയി, അപ്പൊ ബാക്കി 300 യൂണിറ്റ്സ് കിടക്കുന്നുണ്ട്. സോ നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് വരുന്നത് 20 ഡിസംബറിനുള്ള ക്ലോസിംഗ് ബാലൻസ് 40 യൂണിറ്റ്സ് 50 റുപ്പീസ് ഈച്ച് വരുന്ന ഒരു സ്ലോട്ടും, പിന്നെ 355 റുപ്പീസ് ഈച്ചിന്റെയും ഒരു സ്ലോട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് എന്താണ്? ഡിസംബർ 28-ാം തീയതി പിന്നെ ഒരു പർച്ചേസ് നമ്മൾ നടത്തിയിട്ടുണ്ട് 800 യൂണിറ്റ്സിന്റെ 47 രൂപയ്ക്ക്. സോ ഇവിടെ വരുമ്പോൾ നമ്മൾ എന്താ പറയാ റെസീപ്റ്റിന്റെ അവിടെ 8-ാം തീയതി 800 യൂണിറ്റ്സിന്റെ 47ന്റെ 37 600ന്റെ എന്താ പറയാ റേഡിയോസ് നമ്മൾ പർച്ചേസ് ചെയ്തു. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ ഓൾറെഡി 2 സ്ലോട്ടുകൾ ഇവിടെ കിടക്കുന്നുണ്ട് അല്ലെ? അപ്പൊ എന്താണ് ഒരു മൂന്നാമത്തെ സ്ലോട്ടും കൂടി ഇവിടെ വരും. അപ്പൊ 400 യൂണിറ്റ്സിന്റെ പിന്നെ ഒരു 300 യൂണിറ്റ്സിന്റെയും പിന്നെ എന്താണ് ഒരു 800 യൂണിറ്റ്സിന്റെ ഇപ്പൊ 800ന്റെ 47 റേറ്റ് വെച്ചിട്ട് വേറൊരു എന്താ പറയാ ഒരു സ്ലോട്ടും കൂടി ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ പറയാ 29-ാം തീയതി ഇവിടെ ഇഷ്യൂന്റെ അവിടെ പറയുന്നുണ്ട് 29-ാം തീയതി 500 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്ന്. ഓക്കെ, 500 യൂണിറ്റ്സ് എവിടെ നിന്നാണ് ഇഷ്യൂ ചെയ്യുന്നത് നോക്കാം. അപ്പൊ 29-ാം തീയതി 500. അപ്പൊ ലിഫോ മെത്തേഡിൽ എങ്ങനെയാണ് വരേണ്ടത്? ഈ 500 ഈ 800 ലാസ്റ്റ് വന്നേക്കുന്നത് 800 ആണ്. അപ്പൊ ആ 800 നേരെ എടുത്ത് കൊടുക്കുകയാണ്. അപ്പൊ 47 വെച്ചിട്ട് 23,500ന്റെ എന്താ പറയാ എമൗണ്ട് വരുന്ന ഐറ്റംസ് നമ്മൾ ഇഷ്യൂ ചെയ്തു. സോ ഇതെല്ലാം കഴിഞ്ഞിട്ട് വരുന്ന ബാലൻസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട പോലെ ഈ 400ന്റെ അത് ഇതുവരെ ഇഷ്യൂ ആയിട്ടില്ല. അപ്പൊ അത് ഇപ്പൊ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് വരും. പിന്നെ ഈ 300ന്റെ ഇഷ്യൂ ആയിട്ടില്ല, അതും ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് വരും. പിന്നെ എന്താണ് വരുന്നത്? ഈ 800ൽ നിന്ന് ഈ 500 പോയിട്ടുള്ള ബാക്കി 300ഉം അറ്റ് ദ റേറ്റ് 47 റുപ്പീസ് വെച്ചിട്ട് ഒരു മൂന്നാമത്തെ സ്ലോട്ടും അവിടെ മെയിൻറ്റെയിൻ ചെയ്തു. സോ എന്താണ് 29-ാം തീയതി അല്ലെങ്കിൽ 30-ാം തീയതി വരുന്ന ക്ലോസിംഗ് ഇൻവെന്ററിയിൽ വരുന്നത് ഈ 3 കാര്യങ്ങളായിരിക്കും. സോ ഇതിന്റെ ടോട്ടൽ ആയിരിക്കും, അതായത് 50,600 1000 യൂണിറ്റ്സ്, അതായത് 400 + 300 + 300. അപ്പൊ 1000 പീസസ് 50,600ൽ എന്താ പറയാ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് വാല്യൂ ചെയ്ത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി ഇലസ്ട്രേഷൻ 4 വന്നേക്കാണ്. അതായത് നമ്മൾ നേരത്തെ കണ്ട സെയിം എക്സാമ്പിളിൽ വാല്യൂ ഓഫ് ക്ലോസിംഗ് ഇൻവെന്ററി ആവറേജ് പ്രൈസ് മെത്തേഡിൽ എങ്ങനെയാണ് വാല്യൂ ഓഫ് ക്ലോസിംഗ് ഇൻവെന്ററി കാണാറ്. അപ്പൊ നമ്മൾ എന്താണ് സിമ്പിൾ ആണ്. അതായത് നമുക്ക് ഇവിടെ നമ്മൾ ഓൾറെഡി അറൈവ് ചെയ്ത് 1000 പീസ് ആണ് വന്നേക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ഇതിന്റെ ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആവറേജ് റേറ്റ് ആണ്. ഓക്കെ, ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, സിമ്പിൾ ആണ്. അതായത് നമ്മൾ പർച്ചേസ് നടത്തിയല്ലോ, അപ്പൊ പർച്ചേസ് നടത്തിയതിന്റെ
വാല്യൂസ് ഡിവൈഡ് ബൈ എത്ര പർച്ചേസ് നടത്തിയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ആവറേജ് സിമ്പിൾ ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് 50,000 പ്ലസ് 55,000 പ്ലസ് 55 60,000 പിന്നെ 47,000. അപ്പൊ മൊത്തം 267,000 വരുന്ന റേറ്റുകൾ ടോട്ടൽ ചെയ്യുമ്പോൾ വരും. അങ്ങനെ 5 പർച്ചേസ് ആണ് നമ്മൾ മുമ്പത്തെ എക്സാമ്പിളിൽ നടത്തിയേക്കുന്നത്. അപ്പൊ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ 53.4 റുപ്പീസ് ആണ് എന്താ പറയാ ആവറേജ് പ്രൈസ് ആയിട്ട് വരുന്നത്. സോ ഇത് ഇൻറ്റു 1000 യൂണിറ്റ്സ് നമ്മൾ ചെയ്യും. കാരണം ക്ലോസ് സ്റ്റോക്ക് 1000 ആണ് നമ്മൾ നേരത്തെ എക്സാം നമ്മൾ നേരത്തെ ലിഫോയുടെ മെത്തേഡിൽ കണ്ടാണ്. കാരണം മീൻസ് ഈവൻ ദോ എന്താ പറയാ മെത്തേഡ് മാറുമെങ്കിലും വാല്യുവേഷൻ ഓരോ മെത്തേഡിൽ മാറുമെങ്കിലും ക്വാണ്ടിറ്റി സെയിം ആയിരിക്കുമല്ലോ. റെസീപ്റ്റ് ചെയ്തത് മൈനസ് ഇഷ്യൂ ചെയ്തതായിരിക്കും ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്നത്. സോ 1000 യൂണിറ്റ് നമ്മൾ പക്ഷെ വാല്യൂ ചെയ്യുന്നത് 53.4 ആണ്. അപ്പൊ 53,400 ആയിരിക്കും സിമ്പിൾ ആവറേജ് മെത്തേഡിൽ ഇതിന്റെ എന്താ പറയാ പ്രൈസ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇനി വെയിറ്റഡ് ആവറേജ് പ്രൈസിന്റെ നോക്കാം. ഓക്കെ, സോ വെയിറ്റഡ് ആവറേജിനെ ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ വഴി കാണിക്കാൻ നോക്കിയായിരുന്നു. പക്ഷെ എന്താ ഞാൻ ഇപ്പൊ പറഞ്ഞിരുന്നു, അതായത് ഇലസ്ട്രേഷൻ വഴി ചെയ്താലും നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് പിടികിട്ടുള്ളൂ എന്നുള്ളത്. ആ ഡിഫറൻസ് പിടികിട്ടണമെങ്കിൽ അല്ലെങ്കിൽ സിമ്പിൾ ആവറേജും വെയിറ്റഡ് ആവറേജും സെയിം ആയിട്ട് തന്നെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ എന്താ പറയാ കറക്റ്റ് ഡിഫറൻസ് അറിയണമെങ്കിൽ ഒരു ഇലസ്ട്രേഷൻ തന്നെ നമുക്ക് ചെയ്ത് നോക്കേണ്ടി വരും. അത് നേരത്തെ ഇലസ്ട്രേഷൻ തന്നെയാണ് നമുക്കത് വെയിറ്റഡ് ആവറേജ് മെത്തേഡിൽ ചെയ്യാൻ നോക്കാം. സോ ഡിസംബർ 4-ാം തീയതി ഡിസംബർ 4-ാം തീയതി എന്താ പറയാ ഒരു റെസിപ്റ്റ് വന്നിട്ടുണ്ട് 900 50 റുപ്പീസ് വെച്ച് 45,000. ഓക്കെ, അപ്പൊ ആ ബാലൻസ് 900 50 റേറ്റ് വെച്ചിട്ട് 45,000 നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. ഇവിടെയും വ്യത്യാസമൊന്നുമില്ല, കാരണം 500 ആണ്. ഇവിടെ വേറെ ആവറേജ് എടുക്കാവുന്നില്ല, കാരണം ഒരു റെസിപ്റ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. സോ ആ എമൗണ്ട് വെച്ചിട്ട് തന്നെ ബാലൻസ് 400 50 റുപ്പീസ് 20,000 വെച്ച് നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി വരുന്നത് എന്താണ്, 3 പർച്ചേസ് വന്നിട്ടുണ്ട്. 3 പർച്ചേസുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ പർച്ചേസ് വന്നിട്ട് 400 റേറ്റ് 55,000 22,000. ഓക്കെ, സോ ഇവിടെ എന്താന്ന് വെച്ചാൽ ഇവിടെ ഓൾറെഡി ഒരു 400 ബാലൻസ് ഇറക്കുന്നുണ്ട്, പിന്നെ ഈ 400. അപ്പൊ ടോട്ടൽ വരുന്നത് 800 റുപ്പീസ് ആണ്. ഓക്കെ, ഇനിയാണ് ഇവിടെ ട്വിസ്റ്റ് വരുന്നത്. അതായത് ഇതിന്റെ വെയിറ്റഡ് ആവറേജ് എടുക്കുക എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ്. അപ്പൊ അത് ഓൾറെഡി 20,000 കിടക്കുന്നുണ്ട്. ഓക്കെ, പ്ലസ് എന്താ പറയാ നമ്മളിപ്പോ വാങ്ങിച്ചതിന്റെ ഇതും 22,000. ഓക്കെ, ഡിവൈഡ് ബൈ 800. അപ്പോൾ വരുന്നത് അതായത് വേറെ ഒന്നല്ല, ഈ ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ്, ഈ ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ്, അതായത് റെസീവ് ഇപ്പോഴത്തെ നമ്മുടെ സ്ലോട്ടിലുള്ളതും പിന്നെ എന്താ പറയാ നമ്മൾ നേരത്തെ തന്നെ സ്ലോട്ടിലുള്ളതും നമ്മൾ ഇൻറ്റു ചെയ്യുക. അപ്പോൾ വരുന്നത് ജസ്റ്റ് 20,000 ആണ്. അത് ഡിവൈഡ് ബൈ ഈ ക്വാണ്ടിറ്റി, അതായത് 400 ഡിവൈഡ് ബൈ 800, അതായത് 22,000 പ്ലസ് 20,000 ഡിവൈഡ് ബൈ 800. അപ്പൊ 52.5 തന്നെ വരും. സോ അതിന്റെ എമൗണ്ട് 42,000 വരും. ഓക്കെ, ഇനി ഡിസംബറിൽ 11-ാം തീയതി വേറെ വാങ്ങിച്ചു, അതായത് 300 കൂടി വാങ്ങിച്ചു. അപ്പൊ ഇതിന്റെ ടോട്ടൽ ക്വാണ്ടിറ്റി എത്ര വരും, 800 പ്ലസ് 300. അപ്പൊ 11,100 വന്നു. ഓക്കെ, ഇനി ഇതിന്റെ വെയിറ്റഡ് ആവറേജ് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് 42,000 പ്ലസ് 16,500. ഓക്കെ, ഡിവൈഡ് ബൈ 1,100. ഓക്കെ, അതായത് വേറെ ഒന്നല്ല, നമ്മുടെ ഈ ഒരു ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടല്ലോ 40,000, അതേ പ്ലസ് ഈ ഒരു എമൗണ്ട് 16,500. ഓക്കെ, അതേ ഡിവൈഡ് ബൈ വെയിറ്റ്. വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ക്വാണ്ടിറ്റി. അപ്പൊ അത് ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി. സോ 42,000 ഡിവൈഡ് ബൈ 16,500 ഹോൾ ഡിവൈഡ് ബൈ 1,100. അപ്പൊ എത്ര വരും, 53.18 ആ എമൗണ്ട് വരും. അങ്ങനെയാണ് ഈ റേറ്റ് നമ്മൾ കണ്ടെത്തുന്നത്. ഇനി എന്താണ് 19-ാം തീയതി പിന്നെ ഒരു പർച്ചേസ് നടത്തി. സോ അതിന്റെ വാല്യൂ എങ്ങനെ, അപ്പൊ നമ്മൾ എന്താ പറയാ ക്വാണ്ടിറ്റി വരുന്നത് 1,100 പ്ലസ് 200. അപ്പൊ 1,300 ക്വാണ്ടിറ്റി വന്നു. ഓക്കെ, സോ 1,300. അപ്പൊ എത്രയാണ് നമ്മുടെ നേരത്തെ ക്ലോസിംഗ് ബാലൻസ് വന്നേക്കുന്നത് 58,500 ആണ്. ഓക്കെ, 58,500 പ്ലസ് 12,000. ഓക്കെ, ഡിവൈഡ് ബൈ 1,300. ഓക്കെ, സോ 54.23 എന്താ പറയാ നമ്മൾക്ക് റേറ്റ് ആയിട്ട് കിട്ടി. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ തിങ്ക് ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയാ എളുപ്പത്തിന് ഞാൻ പറയുകയാണെങ്കിൽ ഈ എമൗണ്ട് പ്ലസ് ഈ എമൗണ്ട്, ഓക്കെ, അത് ഇവിടെ എഴുതാം. പിന്നെ ഈ ക്വാണ്ടിറ്റി പ്ലസ് ഈ 200 അത് ഇവിടെ എഴുതാം. എന്നിട്ട് ഇതേ ഡിവൈഡ് ബൈ ഇത് ചെയ്താൽ നമുക്ക് ഈ റേറ്റ് കിട്ടും. അങ്ങനെയും വേണമെങ്കിൽ എന്താ പറയാ ഇതിന്റെ റേറ്റ് കണ്ടുപിടിക്കാം.
ഇനി 20-ാം തീയതി ഒരു ഇഷ്യൂ നടന്നു. അപ്പൊ ഈ ഇഷ്യൂ നടക്കുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ അതിന്റെ റേറ്റ് കൊടുക്കേണ്ടത് ഈ 54 ആയിരിക്കണം. അതായത് ഇവിടെ വന്നേക്കുന്ന വെയിറ്റഡ് ആവറേജ് റേറ്റ് പെർ യൂണിറ്റ് ആയിരിക്കണം ഇവിടുത്തെ ഇഷ്യൂ ചെയ്യുമ്പോൾ ഉള്ള വാല്യൂ ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് സെയിം തന്നെ ആയിരിക്കും. കാരണം ഇത് ഇഷ്യൂ ചെയ്തു, അതായത് 1300 600 ഇഷ്യൂ ചെയ്തു, ബാക്കി 700. റേറ്റിന്റെ വ്യത്യാസം ഒരിക്കലും വരില്ല. കാരണം എന്താണ്, ഈ സെയിം റേറ്റ് തന്നെയാണ് ഇവിടെ പോയേക്കുന്നത്. സോ വാല്യുവേഷൻ നോക്കുക. ഓക്കെ, ഇനി അടുത്തൊരു റെസിപ്റ്റ് വന്നു, അതായത് 800. ഓക്കെ, അപ്പൊ എത്ര വരും? 700 പ്ലസ് 800, അപ്പൊ 1500 വരും. സോ നമ്മളിവിടെ 1500 എഴുതി. ഇനി നമ്മുടെ വാല്യൂ എത്രയാണെന്ന് നോക്കാം. അപ്പൊ 37962 പ്ലസ് എത്രയാണ് വന്നത്? 37600. ഓക്കെ, അപ്പൊ 75562 വന്നു. ഓക്കെ, ഇനി നമുക്ക് റേറ്റ് പെർ യൂണിറ്റ് ആണ്. റേറ്റ് പെർ യൂണിറ്റ് തന്നെ 75562 ഡിവൈഡ് ബൈ 1500, 50.37. ഓക്കെ, ഇത്ര സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, സോ ഇതൊരു എന്താ പറയുക എളുപ്പ വഴി ഞാൻ പറഞ്ഞു തന്നാണ്. ബട്ട് എന്താ പറയാ, നമ്മള് ലോജിക്കലി തിങ്ക് ചെയ്യുമ്പോൾ വേറൊന്നുമല്ല, ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ് പ്ലസ് എന്താ പറയാ ഇപ്പൊ വന്നേക്കുന്ന എന്തെങ്കിലും റെസിപ്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ക്വാണ്ടിറ്റി. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി എന്താ പറയാ ഡിസംബറിൽ ഇഷ്യൂ വന്നു. അപ്പൊ ഇഷ്യൂ ചെയ്യുന്ന എത്രയിലായിരിക്കും? ഈ റേറ്റിലായിരിക്കും. 50.37 നമ്മൾ ഇഷ്യൂ ചെയ്തു, 25,180. അപ്പൊ ബാക്കി എത്രയാണ്? ക്വാണ്ടിറ്റിയിൽ നമ്മൾ അറിയാം വ്യത്യാസമൊന്നും വരില്ല, 1000 യൂണിറ്റ്സ് തന്നെയാണ് എന്താ പറയാ നമ്മുടെ ക്ലോസ് സ്റ്റോക്ക് ആയിട്ട് വരുന്നത്. പക്ഷെ വാല്യൂ ഡിഫറൻസ് വരും. കാരണം എന്താണ്, 50.37 വെച്ചിട്ടാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്. സോ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത് 50,377 ആണ്. ഓക്കെ, കുറച്ച് ട്രിക്കിയാണ്, ബട്ട് എന്താ പറയാ എളുപ്പ വഴിയൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, സോ അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക് ആയിട്ടുള്ള നോൺ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡ്സിനെ പറ്റി നമുക്ക് നോക്കാം. അതായത് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡ്സ് ആണ്. ഇനി നമുക്ക് എന്താ പറയാ നോൺ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡ്, അതായത് കോസ്റ്റിന്റെ ബേസ് അല്ലാതെ വേറെ ഏതെങ്കിലും എന്താ പറയാ ഒരു റേറ്റ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് എന്താ പറയാ നമ്മുടെ സ്റ്റോക്കിന്റെ വാല്യൂലേക്ക് അറൈവ് ചെയ്യണേ നോക്കാം. സോ അതിൽ ആദ്യം വരുന്നത് അഡ്ജസ്റ്റ് സെല്ലിംഗ് പ്രൈസ് ആണ്. സോ ഈ മെത്തേഡിൽ എന്താ പറയാ ഇത് റീറ്റെയിൽ ബിസിനസ്സുകാരാണ് ഇത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിൽ എന്താ പറയുക യൂസ് ഓഫ് ദിസ് മെത്തേഡ്, ഈ മെത്തേഡ് അപ്രോപ്രിയേറ്റ് ആവുന്ന മെഷറിംഗ് ലാർജ് നമ്പർ ഓഫ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാഴ്ച മുമ്പ് നമ്മൾ വാങ്ങിച്ച ഒരു ഐറ്റത്തിന് ഇന്നത്തെ വില എന്ന് പറയുന്നത് വളരെ കോസ്റ്റിൽ നിന്ന്, അതായത് നമ്മൾ വാങ്ങിച്ച കോസ്റ്റിൽ നിന്നും വളരെ എന്താ പറയാ വളരെ ചേഞ്ച് വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഗോൾഡ് അതെന്ന് പറയുന്നത് പെർ ഡേ വെച്ചിട്ട് ചിലപ്പോ നല്ല വേരിയേഷൻസ് വരും. ഓക്കെ, സോ അങ്ങനെ ചേഞ്ച് വരുന്ന ഐറ്റംസ് ഒക്കെ എന്താ പറയാ ഈ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് നമ്മള് വാല്യൂ ചെയ്യുന്നത് എന്ന് പറയുന്നു. ഓക്കെ, സോ ഇതെങ്ങനെയാന്നുള്ളത് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പൊ അതില് X, Y, and Z are retail business. Following information is obtained from their records of the year end 31st March 2020. But 31st March 2022 കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം ഗുഡ്സ് റിസീവ്ഡ് ഫ്രം സപ്ലയർ. ഓക്കെ, അത് ട്രേഡ് ഡിസ്കൗണ്ട് ടാക്സും എന്താ പറയുക കുറക്കുന്നതിന് മുമ്പുള്ള എമൗണ്ട് ആണ്. 15,75,500. ട്രേഡ് ഡിസ്കൗണ്ടും GST കൂടി വരുമ്പോ അതിന്റെ ഏകദേശം റേറ്റ് കൊടുത്തത് 3%, 11% വെച്ചാണ്. ഇനി പാക്കിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് 87,500 ആണ് ഇവിടെ വരുന്നത്. ഇനി സെയിൽസ്, നമ്മുടെ സെയിൽസ് വന്നിരിക്കുന്നത് 22,45,500 ആണ്. പിന്നെ ക്ലോസിംഗ് ഇൻവെന്ററിയുടെ സെയിൽ പ്രൈസ് കൊടുത്തിരിക്കുന്നത് 2,35,000 ആണ്. ഓക്കെ, സോ ഇനി നമുക്ക് സൊല്യൂഷനിലേക്ക് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്താ പറയാ ഗുഡ്സ് റിസീവ്ഡ് ഫ്രം സപ്ലയറിൽ നിന്ന് കിട്ടിയത് ഏകദേശം 15,75,000 ആണ്. അതിൽ നിന്ന് ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ കുറയ്ക്കുന്നു, 15,28,000 വരുന്നു. പിന്നെ GST എന്താ പറയാ അത് ആഡ് ബാക്ക് ചെയ്യണം, കാരണം അത് എക്സ്പെൻസ് ആണ്. നമ്മൾ എന്താ പറയാ സെയിൽസിന്റെ കൂടെ വരുന്ന ഒരു ഇതായതുകൊണ്ട് നമ്മളത് ആഡ് ബാക്ക് ചെയ്തിട്ട് 16,96,000 കൊടുത്തു. പിന്നെ എന്താ പറയാ നമ്മുടെ പാക്കിംഗ് ആൻഡ്
ട്രാൻസ്പോർട്ടേഷൻ ചാർജ് 87,500. അപ്പൊ എന്താ പറയുക, ഇത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു എമൗണ്ടിലേക്ക് നമ്മളിവിടെ അറൈവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എസ്റ്റിമേറ്റഡ് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. അപ്പൊ അതെന്താണ്, സെയിൽസിന്റെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട് 22,45,500. ഇത് പിന്നെ ക്ലോസിംഗ് ഇൻവെന്ററിയുടെ വാല്യൂ 22,35,000 തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതിന്റെ ടോട്ടൽ നമ്മൾ എടുക്കാം. അതായത് നമ്മൾ പർച്ചേസ് ചെയ്തേക്കുന്ന ഇതിന്റെ എന്താ പറയാ മാർക്കറ്റ് വാല്യൂലാണ് നമ്മളിവിടെ എത്തി നിൽക്കുന്നത്. ഓക്കെ, 24,80,500. ഇതിൽ നിന്ന് പർച്ചേസിന്റെ എമൗണ്ട് കുറയ്ക്കാം. അപ്പൊ എത്ര കിട്ടും, നമ്മുടെ മറ്റേ സെയിൽസിൽ നിന്ന് നമ്മുടെ പർച്ചേസിന്റെ എമൗണ്ട് കുറയ്ക്കുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അപ്പൊ എന്നിട്ട് എന്റെ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ കാണാം. ഓക്കെ, സോ ഈ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ നമ്മൾ എന്താണ്, ഈ ക്ലോസിംഗ് ഇൻവെന്ററിയുടെ വാല്യൂ, നമുക്ക് തന്നിരിക്കുന്ന ക്ലോസിംഗ് ഇൻവെന്ററിയുടെ സെല്ലിംഗ് പ്രൈസിലുള്ള വാല്യൂ ഒന്ന് ഈ ഗ്രോസ് പ്രോഫിറ്റ് കുറച്ചിട്ട് കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ടല്ലോ, അതായിരിക്കും നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് വരേണ്ടത്. ഓക്കെ, സോ നമ്മൾ ഇതിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് നമുക്ക് എങ്ങനെ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ എത്താന്നുള്ളതാണ്. സോ അതിനു വേണ്ടിയാണ് നമ്മൾ പർച്ചേസ് വെച്ചിട്ട് ഏകദേശം കോസ്റ്റ് ഓഫ് ഗുഡ്സ് കൊണ്ട് അടുത്ത് വരുന്ന ഒരു വാല്യൂ കണ്ടുപിടിച്ചതും പിന്നെ എന്താ പറയാ ക്ലോസിംഗ് സ്റ്റോക്കും സെയില് നമ്മൾ ആഡ് ചെയ്തിട്ട് അത് പർച്ചേസ് ചെയ്യുന്ന കുറച്ചിട്ട് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് അറൈവ് ചെയ്യാൻ നോക്കിയത്. സോ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ കിട്ടിയ പിന്നെ ഒന്നുമില്ല, നമ്മുടെ ക്ലോസിംഗ് ഇൻവെന്ററി സെയിൽസ് പ്രൈസിലാണ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ആ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ കുറച്ച എന്താണ് നമുക്ക് എന്താ പറയാ ക്ലോസിംഗ് ഇൻവെന്ററിയുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിലുള്ള വാല്യൂ കിട്ടും. ഓക്കെ, ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി വന്നിട്ടുണ്ട്. അതായത് സെയിൽസ് വന്നേക്കുന്നത് 2 lakh ആണ്, കോസ്റ്റ് ഓഫ് പർച്ചേസ് 2 lakh വന്നിട്ടുണ്ട്, ഓപ്പണിംഗ് ഇൻവെന്ററി ഒന്നുമില്ല, ക്ലോസിംഗ് ഇൻവെന്ററി 50 lakh ആണ് തന്നേക്കുന്നത്. സോ എന്താണ് സെയിൽസും നമ്മുടെ ക്ലോസിംഗ് ഇൻവെന്ററി കൂടി ആഡ് ചെയ്തിട്ട് വരുന്ന എമൗണ്ട് 2,50,000 വന്നു. എന്നിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വന്നിരിക്കുന്നത് 2 lakh ആണ്. അപ്പൊ എന്നാൽ ഗ്രോസ് മാർജിൻ 50,000 ആണ്. ഓക്കെ, സോ ഇത് 50,000 ഡിവൈഡ് ബൈ എത്രയാണ് 2,50,000, നമ്മുടെ സെല്ലിംഗ് പ്രൈസ് വരുന്നത് 2,50,000 ആണ്. അപ്പൊ ഏകദേശം 20% വന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി കോസ്റ്റ് ഓഫ് ഇൻവെന്ററി ആ 20% ലെസ് ചെയ്താൽ ഏകദേശം 40,000 കിട്ടും. ഇതാണ് നമ്മുടെ ക്ലോസിംഗ് ഇൻവെന്ററിയുടെ വാല്യൂ ആയിട്ട് വരുന്നത്. ഇനി സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡും കൂടിയുണ്ട്. അത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതല്ല, ബട്ട് എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. This method is used when there is frequent change in the price per unit of goods. അതായത് യൂണിറ്റ് ഓഫ് ഗുഡ്സിൽ എപ്പോഴും ചേഞ്ചസ് വരുമ്പോഴാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന എക്സ്പീരിയൻസിന്റെ ബേസിലാണ്. അതായത് എന്താ പറയാ ഒരു അക്കൗണ്ടന്റ് പ്യൂർ ജഡ്ജ്മെന്റ് ബേസിലായിരിക്കും ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫിക്സ് ചെയ്തിട്ട്. അതായത് എന്താ പറയാ നമുക്ക് കറക്റ്റ് ആയിട്ട് അങ്ങനെ ഫിക്സ് ആയിട്ട് പറയാൻ പറ്റാത്ത ചില ഐറ്റംസ്. ഓക്കെ, എങ്ങനെ ക്രൂഡ് ഓയിലിന്റെ വില എന്ന് പറയുന്നത് നിമിഷ നേരം കൊണ്ട് മാറുന്നതാണ്. അതായത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് മുതലായ കാര്യങ്ങളിൽ ഡിമാൻഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഓയിൽ എന്ന് പറയുന്നതിന്റെ വാല്യൂ മിനിറ്റിന് മാറുന്നതാണ്. അപ്പൊ അതിനൊക്കെ എന്താ പറയാ ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് വെച്ചിട്ട് നമുക്കത് റിലയബിളി മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനങ്ങനെ ഫോർമുലയോ അങ്ങനെ എന്താ പറയുക ഒരു ഡെഫിനറ്റ് ആയിട്ടില്ല. അതൊരു അക്കൗണ്ടന്റ് അല്ലെങ്കിൽ എന്താ പറയുക അത് വാല്യൂ ചെയ്യുന്ന ആളുടെ എന്താ പറയുക പ്യൂർ ജഡ്ജ്മെന്റ് ബേസിലായിരിക്കും ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇൻവെന്ററി ടേക്കിങ്ങിനെ പറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ നോർമലി എന്താ പറയാ ഇൻവെന്ററി ടേക്കിങ്ങിന്റെ സമയത്ത് 1-2 ദിവസം അതായത് ഇൻവെന്ററി ടേക്ക് ചെയ്യുന്ന സമയത്ത് യൂഷ്വലി എന്താ പറയാ നമ്മുടെ ബിസിനസിന്റെ എന്താ പറയാ കാര്യങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും കുറച്ചാളത്തേക്ക്. പക്ഷെ എന്താണ് നമുക്ക് അങ്ങനെ എന്താ പറയാ പീക്ക് ടൈമുകളിലാണെങ്കിൽ നമുക്ക് എന്താ പറയാ ഫുള്ളി അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പൊ ഒരു വലിയൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ നമുക്ക് അങ്ങനെ എന്താ പറയാ ഫുൾ ഇത് നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് എന്താ പറയാ ഷട്ട് ഡൗൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം തന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ റിലയൻസ് പറയുന്നത് ഇതിന്റെ സ്റ്റോക്ക് ടേക്കിംഗ് എടുക്കാന്ന് വിചാരിച്ചു, റിലയൻസ് ട്രെൻഡ്സിന്റെ ഡ്രസ്സുകളുടെ സ്റ്റോക്ക് ടേക്കിംഗ് എടുക്കാന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മൾ എന്താ പറയാ ഇപ്പൊ അതിന് വരുന്നത് നമ്മള് വിചാരിച്ചിരുന്ന ദിവസം എന്ന് പറയുന്നത് ഇപ്പൊ എന്താ പറയാ 30th മാർച്ച് 31st മാർച്ചാന്ന് വിചാരിച്ചോ. ഓക്കെ, ഇത് രണ്ടും ഒരു വീക്ക് ഡേയ്സ് ആണ് വരുന്നത്. അതായത് ഫ്രൈഡേയും സാറ്റർഡേ ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, സോ ഏപ്രിൽ 1-ാം തീയതി എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ ഉണ്ടെങ്കിൽ ആക്ച്വലി നോർമലി എന്താ പറയുക ഇവർക്ക് ഭയങ്കര കച്ചവടം കൂടുതലുള്ള ഒരു ദിവസങ്ങളായിരിക്കും. സോ ഈ സമയത്തൊക്കെ എന്താ പറയാ കംപ്ലീറ്റ്ലി ഇത് ഷട്ട് ഡൗൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് വൻ ലോസ് ഉണ്ടാകാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു എന്താ പറയാ എറണാകുളത്തെ സ്റ്റോറൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരുമിച്ചായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, സോ ഇവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷിപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ അവർ നടത്തും. ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ വരുമ്പോൾ അതായത് മേജർ
ഒരു ഫുൾ ട്രാൻസാക്ഷൻസ് ഉണ്ടാവുകയില്ല. എന്നാലും എന്താ പറയാ ഒരു ഫുൾ സ്കെയിലുള്ള ട്രാൻസാക്ഷൻസ് നടക്കൂല. പക്ഷെ എന്താ പറയാ അത്യാവശ്യം എന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ നടത്തും. ഇപ്പൊ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ റീസെന്റ് ഒരു കമ്പനിയുടെ സ്റ്റോക്ക് ടേക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ഹൈദരാബാദാണ് പോയത്. സോ അവിടെ ഈ ചില്ലിയുടെ വെയർ ഹൗസിലാണ് ഇതിന്റെ സ്റ്റോക്ക് ടേക്കിംഗ് നടന്നത്. സോ നമ്മൾ പറഞ്ഞിരുന്നത് നമ്മൾ 3 ദിവസമായിരുന്നു അതായത് 2 സ്ഥലങ്ങളിലുണ്ടായിരുന്നു. അപ്പൊ അവിടെ 3 ദിവസമായിട്ടാണ് സ്റ്റോക്ക് ടേക്കിംഗ് നടന്നത്. ഓക്കെ, സോ നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇതായിരുന്നു. അതായത് നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അതായത് വെയർ ഹൗസിലുള്ള ഇത് സ്റ്റോക്കിൽ ഒരിക്കലും എന്താ പറയുക ഒരു വേരിയേഷൻ വരാൻ പാടില്ല. ഇൻ കേസ് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഇപ്പൊ എന്തെങ്കിലും ഗുഡ്സ് എന്തെങ്കിലും വരികയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഞങ്ങള് ഏകദേശം ഒരു 4 പേരുടെ ഒരു ടീമായിരുന്നു. അപ്പൊ അതിൽ ഒരാള് ഇത് അൺലോഡ് ചെയ്യണ ഒരു സ്ഥലമുണ്ട് വെയർ ഹൗസിന്റെ പുറത്ത്. അപ്പൊ അവിടെ എന്നിട്ട് നമ്മൾ കൗണ്ട് എടുത്തിട്ട് മാത്രമേ ഇത് എന്താ പറയാ നമ്മൾ ഓൾറെഡി വെയർ ഹൗസിൽ ഓൾറെഡി ഓരോ സ്പേസ് വെച്ചിട്ടായിരിക്കും നമ്മൾ കൗണ്ട് എടുത്ത് പോകുന്നത്. അപ്പൊ അതിൽ വേക്കന്റ് ആയിട്ടുള്ളത് അതായത് ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കാൻ വേണ്ടി അതിൽ വേക്കന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യാറ്. അതായത് സംഭവം സിമ്പിൾ ആണ്. നമ്മൾ പുറത്തുനിന്ന് ഇതിന്റെയും കൂടി കൗണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് നമ്മുടെ സ്റ്റോക്ക് റിപ്പോർട്ടിൽ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, സോ ആ ഒരു കാര്യം നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതിലിപ്പോ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഒരു ഫേം അതിന്റെ ബുക്സ് 31 ഡിസംബറിന് ക്ലോസ് ചെയ്യുകയാണ്. ഓക്കെ, അതിന്റെ ഇൻവെന്ററിയുടെ സ്റ്റോക്ക് ടേക്കിംഗ് നടന്നത് 7th ജാനുവരിയിലാണ്. ഓക്കെ, അപ്പൊ ആക്ച്വൽ ഇൻവെന്ററി വാസ് ഓഫ് ദ കോസ്റ്റ് 7,85,000 ഇൻവെന്ററി ആണ് 7th ജാനുവരിയിൽ അവരെടുത്തപ്പോ ഉണ്ടായിരുന്നത്. ഓക്കെ, പക്ഷെ എന്താണ് ഇതിന്റെ ഇടയിൽ അതായത് നമുക്ക് വേണ്ട സ്റ്റോക്ക് എന്ന് പറയുന്നത് 31 ഡിസംബറിലാണ്. പക്ഷെ എന്താണ് ഡ്യൂ ടു സം റീസൺസ് നമുക്ക് 7th ജാനുവരിയിലെ നമുക്ക് ആ സ്റ്റോക്ക് ടേക്കിംഗ് എടുക്കാനുള്ളൂ. അപ്പൊ 1st ജാനുവരി മുതൽ 7th ജാനുവരി വരെയുള്ള കുറച്ച് ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടാവുമല്ലോ. സോ ആ ട്രാൻസാക്ഷൻസ് നമ്മൾ എന്താ പറയാ റിവേഴ്സ് ചെയ്യണം. ഓക്കെ, സോ അതും നാച്ചുറൽ ആയിട്ടുള്ള അതായത് ഇതിലിപ്പോ പറയുന്നത് പർച്ചേസ് 1,53,000 ആണ്. സെയിൽസ് വന്നേക്കുന്നത് 2,50,000 ആണ്. ഈ 2,50,000 എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കുക സെയിൽസ് എന്ന് പറയുമ്പോൾ എന്താണ് GP ഉണ്ടാവും, ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ഉണ്ടാവും. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് മാർജിനും അവോയ്ഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം നമ്മൾ റിവേഴ്സ് ചെയ്യാനായിട്ട്. അപ്പൊ എങ്ങനെയാണ് അപ്പൊ നിങ്ങൾ ഓർക്കുക 7th ജാനുവരിയിൽ 7,85,000 നമ്മുടെ കയ്യിൽ ഇതുണ്ടായിരുന്നു. സോ പർച്ചേസ് വന്നു. അപ്പൊ എന്താ പറയുക 1st ജാനുവരി മുതൽ 7th ജാനുവരി വരെ കുറച്ച് പർച്ചേസ് വന്നു. പർച്ചേസ് വരുമ്പോ എന്താണ് ഈ സ്റ്റോക്ക് 7th ജാനുവരിയിലുണ്ട്, പക്ഷെ 31st ഡിസംബറിൽ ഈ സ്റ്റോക്ക് ഉണ്ടോ? ഇല്ല. അപ്പൊ ഈ പർച്ചേസ് നമ്മൾ ഡിഡക്ട് ചെയ്യണം. പർച്ചേസ് നോർമലി കോസ്റ്റിന്റെ ബേസിലായിരിക്കും വാല്യൂ ചെയ്തേക്കുന്നത്. അപ്പൊ ആ ഡിഡക്ട് ചെയ്തിട്ട് 6,32,000 വന്നു. ഇനി എന്താണ് പറയുന്നത് സെയിൽസ് ആണ് വരുന്നത്. സെയിൽസ് എന്ന് പറയുന്നത് 25%, അതായത് 2,50,000 എന്ന് പറയുന്നത് 25% കൂടുതലാണെന്നാണ് പറയുന്നത്. അതായത് 2,50,000 into 100/125. ഓക്കെ, സോ ഇങ്ങനത്തെ ഉള്ള കേസിൽ എന്താന്ന് വെച്ചാൽ സെയിൽ വന്നേക്കാണ്. അതായത് 1st ജാനുവരി മുതൽ 7th ജാനുവരിയിൽ 2,50,000 അല്ലെങ്കിൽ 2,00,000 അടുത്ത് ഇവിടെ 25% കുറച്ച് ചെയ്യുമ്പോൾ 2,00,000 അടുത്ത് വരുന്ന ഗുഡ്സുകൾ നമ്മുടെ ഗോഡൌണിൽ നിന്ന് പോയിട്ടുണ്ട്. അതായത് 31st ഡിസംബറിൽ ഈ സ്റ്റോക്കുകൾ ഓൾറെഡി നമ്മുടെ ഗോഡൌണിൽ ഉണ്ട്. ഓക്കെ, സോ ഇത് ഈ സെയിൽ നടന്നേക്കുന്ന ഐറ്റത്തിന്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മളിവിടെ ആഡ് ബാക്ക് ചെയ്ത് കാണിക്കണം. സോ അങ്ങനെ ഈ അഡ്ജസ്റ്റ്മെന്റ് വരുത്തി കഴിയുമ്പോൾ നമുക്ക് ഏകദേശം 8,32,000 ആണ് എന്താ പറയാ 31st ഡിസംബറിൽ വരുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നല്ല പ്യൂർ ലോജിക് ആണ്. പർച്ചേസ് വരുന്നത് എന്താണ് ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല, അല്ല സോറി ആ 31st ഡിസംബറിലുള്ള സ്റ്റോക്ക് അല്ല. സോ അത് നമ്മൾ ഡിഡക്ട് ചെയ്യുന്നു. സെയിൽ എന്ന് പറയുന്നത് എന്താണ് 31st ഡിസംബറിലുള്ള സ്റ്റോക്ക് ആണ്, പക്ഷെ ഇപ്പൊ നമ്മുടെ ഇല്ല. സോ അത് നമ്മൾ ആഡ് ബാക്ക് ചെയ്യുന്നു. ഓക്കെ, സോ ഇനി നമുക്ക് ഏകദേശം ഒരു 12 അതായത് ഓക്കെ 8 അപ്പൊ ഒരു 4 ഇലസ്ട്രേഷൻസും കൂടി ഉണ്ട് ഈ ഒരു ക്ലാസ്സിൽ. സോ അത് നമുക്കൊന്ന് നോക്കാം. ഇനി തന്നിരിക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ എൻട്രീസ് ആണ്. അതായത് 31st മാർച്ചിലുള്ള വാല്യൂ അറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത്
ഓക്കെ. അപ്പൊ ഓപ്പണിംഗ് ഇൻവെന്ററി ഇവിടെ തന്നിട്ടുണ്ട് 1,42,500 തന്നിട്ടുണ്ട്. പിന്നെ പർച്ചേസ് ഇവിടെ തന്നിട്ടുണ്ട്, മാനുഫാക്ചറിങ് എക്സ്പെൻസ്, സെല്ലിംഗ് എക്സ്പെൻസ്, അഡ്മിനിസ്ട്രേറ്റീവ്, ഫിനാൻഷ്യൽ ചാർജസ്, സെയിൽസ്. ഇനി 31 മാർച്ച് 2022 നമ്മള് എന്താ പറയാ ഇൻവെന്ററി വാല്യൂ ആയ സമയത്ത് അതായത് ഓപ്പണിംഗ് സ്റ്റോക്കിൽ എന്താ പറയാ ഒരു 17,500 റൈറ്റ് ഓഫ് നടന്നിട്ടുണ്ട്. ഓക്കെ, അത് ആക്ച്വലി പർച്ചേസ് ചെയ്തിരുന്നത് 50,000 അതിന് അത് സെയിൽ നടത്തിയിരുന്നത് 45,000 ആണ്. അപ്പൊ ഇതെന്താണ്, ഇതൊരു എന്താ പറയാ അബ്നോർമൽ ആയിട്ടാണ്. അപ്പൊ ഇതിന് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. ഓക്കെ, പിന്നെ ഗ്രോസ് പ്രോഫിറ്റ് ഏൺഡ് വരുന്നത് ഏകദേശം 20% സെയിലാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്താ പറയാ നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട്, അതായത് നമ്മൾ ആ ക്ലോസ് സ്റ്റോക്ക് ഗുഡ്സ് ഓൺലി ഇക്വേഷൻ നമ്മൾ ആദ്യം കണ്ടില്ലായിരുന്നോ, അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻവെന്ററി ഡേറ്റഡ് 31 മാർച്ച് 2022. അപ്പൊ ഓപ്പണിംഗ് ഇൻവെന്ററി അറിയാം നമുക്ക് 1,42,500 വന്നിട്ട്. പക്ഷെ ഇതിലെന്താണ് ഒരു അബ്നോർമൽ ഇൻവെന്ററിയുടെ കുറച്ച് ഇത് വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് 32,500, അതായത് 17,500 റൈറ്റ് ഓഫ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പക്ഷെ എന്താണ് 50,000 അത് വാങ്ങിച്ചേക്കുന്നത്. സോ എന്താണ് 50,000 മൈനസ് 70,500 ആ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഡിഡക്ട് ചെയ്ത് കാണിക്കണം. ഓക്കെ, സോ നെറ്റ് വരുന്ന ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 1,10,000 ആണ് വരുന്നത്. ഓക്കെ, ഇനി പർച്ചേസ്. ഓക്കെ, പർച്ചേസ് വരുന്നത് എന്താണ്, ഓക്കെ പർച്ചേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 7,62,000, അത് നമ്മൾ ആഡ് ചെയ്യണം. പിന്നെ മാനുഫാക്ചറിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് 1,50,000 ഇവിടെ വന്നിട്ടുണ്ട്. സോ ടോട്ടൽ കോസ്റ്റ് വരുന്നത് ഏകദേശം 10,22,500 ആണ്. ഇനി നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നുള്ള ഐറ്റംസ് നമ്മൾ കുറയ്ക്കാണ് വേണ്ടത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വരുന്ന എന്തൊക്കെയാണ് വരുന്നത്, അതായത് സെയിൽസ് വരും. സെയിൽസ് 12,45,000 വരും. അതിൽ നിന്ന് നമ്മൾ എന്താണ് അബ്നോർമൽ ഐറ്റത്തിന്റെ ഒരു സെയിൽ വരുന്നുണ്ടല്ലോ, അത് നമ്മൾ ലെസ് ചെയ്യണം. കാരണം എന്താണ് അബ്നോർമൽ ഐറ്റംസ് ഒക്കെ വേറെ ഇൻവെന്ററിയുടെ വേറൊരു സെക്ഷൻ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, സോ അത് 45,000 ആ സെയിലിൽ അത് അബ്നോർമൽ ഇതിന്റെ ഇതായതുകൊണ്ട് നമ്മൾ അത് കുറച്ച് കാണിച്ചു. ഓക്കെ, ഇനി വരുന്നത് എന്താണ് നമുക്ക് അപ്പൊ 12 ലാക്കാണ് എന്ത് പറയാ സെയില് അബ്നോർമൽ ഐറ്റത്തിന്റെ വാല്യൂ കുറച്ചിട്ടുള്ള സെയിൽ 12 ലാക്കാണ്. അപ്പൊ ഇതിന്റെ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ ഡിഡക്ട് ചെയ്താണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടാം. അപ്പൊ 9,60,000 ഏകദേശം 20% വരുന്നു 12 ലാഖിന്റെ. അപ്പൊ 2,40,000 വന്നു. അതിന്റെ അത് കുറച്ച് ചെയ്യുമ്പോൾ 9,60,000 ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നെ. അപ്പൊ എന്താണ് നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ പർച്ചേസ് പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്താണ് കോസ്റ്റ് ഓപ്പണിംഗ് പ്ലസ് പർച്ചേസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് നമുക്ക് ക്ലോസിംഗ് ഇൻവെന്ററി ആയിട്ട് 62,500 നമുക്ക് ഇവിടെ അറൈവ് ചെയ്യും. സോ ഇങ്ങനെയാണ് നമ്മുടെ ആ ഇക്വേഷൻ ഉണ്ടല്ലോ, അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് സെയിൽസ് ഈസിക്കൽ ടു മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസിക്കൽ ടു ക്ലോസിംഗ് ഇൻവെന്ററി എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷന്റെ ബേസിലാണ് നമ്മൾ ഇത് കമ്പ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇലസ്ട്രേഷൻ 9 നോക്കാം. ഇതും നേരത്തെ പോലെ സെയിം ഇലസ്ട്രേഷൻ ആണ്. അതായത് ഇവിടെ ആദ്യം എന്താ പറയാ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെ 50,000 എന്നുള്ള രീതിയിൽ ഇവിടെ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. സ്റ്റോക്ക് ടേക്കിംഗ് കുഡ് ബി പോസിബിൾ. ഓക്കെ, പിന്നെന്താണ് സെയിൽസ് 41,000 ഉണ്ട്. അതിൽ ക്യാഷ് സെയിൽ എന്ന് പറഞ്ഞിട്ട് 10,000 ഉണ്ട്. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, പിന്നെ വരുന്നത് പർച്ചേസ് ആണ് 1,000. ഓക്കെ, അതായത് 5,094 പർച്ചേസ് വന്നിട്ടുണ്ട്. അതിന്റെ ക്യാഷ് പർച്ചേസ് 1,990 വന്നിട്ടുണ്ട്. പിന്നെ റിട്ടേൺ സെയിൽസ് റിട്ടേൺ 1,000 rupees പറഞ്ഞിട്ടുണ്ട്. പിന്നെ 31 മാർച്ചില് ഗുഡ്സ് ഓഫ് സെയിൽ വാല്യൂ 10,000 വന്നിട്ടുണ്ട്. വേർ സെൻഡ് ഓൺ സെയിൽ ഓർ റിട്ടേൺ ബേസിസിൽ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ അതായത് നമ്മൾ ചില പാർട്ടീസിന് നമ്മുടെ പറയും ഈ ഗുഡ്സുകൾ നിങ്ങളുടെ അവിടെ വെച്ചോ, ഇനി ഇൻ കേസ് പോയിട്ടില്ലെങ്കിൽ നമുക്കത് റിട്ടേൺ ചെയ്യാമെന്നുള്ളത്. അതിനൊരു 4 വീക്സിനുള്ളിൽ അതിന്റെ സെയിലൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അത് വേണമെങ്കിൽ പർച്ചേസ് ചെയ്താൽ മതി എന്നുള്ള ബേസിൽ നമ്മൾ ചില റീറ്റെയിലേഴ്സിന് കൊടുക്കാറുണ്ട്. ഓക്കെ, ഇതൊക്കെ ബിസിനസ്സിൽ വരുന്ന കോമൺ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ്. സോ അങ്ങനെ ഏകദേശം 10,000 വാല്യൂ വരുന്ന ഗുഡ്സ് ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 40% റിട്ടേൺ ആയി. അപ്പൊ ബാക്കി ഏകദേശം 60,000 16th ഏപ്രിലിന് അപ്രൂവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ട്രേഡേഴ്സ് ഓൾസോ റിസീവ്ഡ് ഗുഡ്സ് കോസ്റ്റിംഗ് 8,000 ഇൻ മാർച്ച്.
അതായത് ഈ സെയിം സംഭവം നമ്മൾ അവർക്ക് കൊടുത്ത പോലെ നമ്മൾ വേറൊരു പാർട്ടി നമുക്ക് എന്താ പറയാ ഏകദേശം സെയിൽ ഓൺ കൺസൈൻമെന്റ് ബേസിസിൽ 8,000 ഒരു വാല്യൂ വരുന്നുണ്ട്. അതിൽ ഏകദേശം 20,000 സെയിൽ നടത്തിയിട്ടുണ്ട്. ബാക്കി 31 മാർച്ചിന് മുമ്പ് 20,000 അടുത്ത് ഗുഡ്സ് സെയിൽ നടത്തിയിട്ടുണ്ട്. പിന്നെ ഒരു 50% 15th ഏപ്രിലിനാണ് വന്നേക്കുന്നത്. ഓക്കെ, പക്ഷെ ഈ സെയിലുകളൊന്നും മുകളിലത്തെ നേരത്തെ തന്നിരിക്കുന്ന ആ ഒരു 41,000 സെയിലിൽ ഇൻക്ലൂഡ് അല്ലെന്നും പറയുന്നുണ്ട്. പിന്നെ എന്താണ് ഗ്രോസ് പ്രോഫിറ്റിന്റെ ഇത് വന്നിട്ടുണ്ട് 20% ആണ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. അപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ആദ്യം 50,000 എഴുതി. ഇനി എന്താ പറയാ കോസ്റ്റ് ഓഫ് സെയിൽസ് വരുന്നുണ്ട്. ഓക്കെ, അതായത് 31 മാർച്ച് മുതൽ 15th ഏപ്രിൽ വരെയുള്ള സെയിൽസിന്റെ ഇത് അത് ഏകദേശം വരുന്നത് സെയിൽസ് 41,000 ആണ്. പിന്നെ ഒരു 1,000 എന്താണ് സെയിൽസ് റിട്ടേൺ വന്നിട്ടുണ്ട്. ഇപ്പൊ നെറ്റ് 40,000 സെയിൽസ് നടന്നിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ 8,000 കുറച്ചു. അപ്പൊ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 32,000 കിട്ടി. ഓക്കെ, ഇനി നമ്മൾ കണ്ട നമ്മൾ എന്താ പറയാ 31 മാർച്ചിൽ എത്രയോ ഒരു 6,000 അതായത് 40% നമ്മൾ റിട്ടേൺ വന്നിട്ടുണ്ട്. അപ്പൊ ബാക്കി 60% ഒരു എന്താ പറയാ നമ്മള് ഇത് കൊടുത്തിട്ടുണ്ടല്ലോ, എന്ത് നമ്മൾ അപ്രൂവലിന് വേണ്ടി കൊടുത്തിട്ടുണ്ടല്ലോ. അതായത് വേറെ പാർട്ടിക്ക് സെയിലില് 10,000 ഇത് വന്നു, പക്ഷെ അതിലെന്താണ് 40,000 ആണ് റിട്ടേൺ വന്നേക്കുന്നത്. അപ്പൊ ബാക്കി 6,000 റുപ്പീസ് എന്താണ് അപ്രൂവൽ ബേസിൽ വന്നിട്ടുണ്ട്. അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 20% എന്താ പറയാ പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പൊ ബാക്കി 80%. അപ്പൊ 48,000 ഒരു സെയിലും എന്താ പറയാ നടന്നിട്ടുണ്ട് എന്ന് ഉള്ളതിൽ. അപ്പൊ അതിന്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 6,000 സെയില് ഏകദേശം എന്താ പറയാ ഇവിടെ ഒരു 10th ഏപ്രിലിൽ വെച്ചിട്ട് നടന്നിട്ടുണ്ട്. അപ്പൊ ബാക്കി ആ 6,000 എന്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിട്ടുള്ള 4,800 നമ്മളിവിടെ ആഡ് ചെയ്ത് കാണിക്കണം. ഓക്കെ, ഇനി പർച്ചേസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഏകദേശം 5,034 വന്നിട്ടുണ്ട്. അതെന്ന് പറയുന്നത് വേറൊന്നല്ല, ഈ 8,000 അല്ല, സോറി, ഈ പർച്ചേസിന്റെ 5,034 ആണ് വന്നേക്കുന്നത്. ഓക്കെ, ഇനി അൺസോൾഡ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് റിസീവ്ഡ് ഓൺ കൺസൈൻമെന്റ് ബേസിസ്, അതായത് ഈ 8,000 അതായത് ഇവിടെ ലാസ്റ്റ് പറയുന്ന പോയിന്റിൽ ഒരു 8,000 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതില് ഏകദേശം 20% നമ്മൾ 31 മാർച്ചിനും ബാക്കി 50% 15th ഏപ്രിലിനും പോയിട്ടുണ്ട്. അപ്പൊ ബാക്കി ഒരു അൺസോൾഡ് സ്റ്റോക്ക് ആയി 2,400 ഇപ്പോഴും നമ്മുടെ സ്റ്റോക്കിൽ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ആ 2,400 നമ്മുടെ ഈ പർച്ചേസിനൂടെ ആഡ് ചെയ്യണം. അപ്പൊ 7,434 വന്നിട്ടുണ്ട്. ഓക്കെ, അത് നമ്മുടെ പർച്ചേസ് പോലെയാണല്ലോ, അതുകൊണ്ട് സോ നെറ്റ് ആയിട്ടുള്ള അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ നിന്ന് ഈ പർച്ചേസ് കുറയ്ക്കുമ്പോൾ നമുക്ക് ഏകദേശം എന്താ പറയാ 79,366 എന്ന് പറയുന്ന വാല്യൂ ആയിട്ടുള്ള നമ്മുടെ എന്താ പറയാ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ നമ്മൾ അറൈവ് ചെയ്യുന്നു. ഓക്കെ, സോ നമുക്ക് 10th ഇല്ലസ്ട്രേഷനിലേക്ക് കടക്കാം. അതായത് ഇതിൽ പറയുന്ന മറ്റേ അഡ്ജസ്റ്റ്മെന്റ് കേസ് ആണ്. അതായത് ഇൻവെന്ററി ടേക്കിംഗ് എന്താണ് 31 മാർച്ചിന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 31 മാർച്ചിന്റെ ഇൻവെന്ററി ടേക്കിംഗ് 10th ഏപ്രിലിന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഇൻവെന്ററി ഫിഗർ വന്നേക്കുന്നത് 16,75,000 ആണ്. ഓക്കെ, പിന്നെ അതായത് അക്കൗണ്ടിങ് അതായത് 31 മാർച്ച് മുതൽ 10th ഏപ്രിൽ വരെയുള്ള ട്രാൻസാക്ഷൻസ് ആണ് ഇവിടെ പറയുന്നത്. അതായത് ഏകദേശം 68,750 ഒരു സെയിൽ നടന്നിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അതിന് പ്രോഫിറ്റ് വരുന്നേക്കുന്നത് 33.33% ഓൺ കോസ്റ്റ് ആണ്. ഓക്കെ, സോ 33.33% ഓൺ കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 1/4 ഓഫ് സെയിൽ ആണ്. അതായത് 25% ഓഫ് സെയിൽ ആയിട്ട് വരും. ഓക്കെ, അത് നിങ്ങൾ മാത്സിൽ അതിന്റെ കമ്പ്യൂട്ടേഷൻ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അതിന്റെ കൺവേർഷന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇനി പർച്ചേസ് നെക്സ്റ്റ് ഇയറിലെ പർച്ചേസ് എന്ന് പറയുന്ന എമൗണ്ട് 90,000 ആണ് വരുന്നത്. സോ അതിന് ട്രേഡ് ഡിസ്കൗണ്ട് 10% കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഏകദേശം 81,000 90,000 10% 81,000 നമ്മളിവിടെ ഇതായിട്ട് വരും. പിന്നെ എന്താണ് ഗുഡ്സ് ആർ ആഡഡ് ടു ഇൻവെന്ററി അറ്റ് ദ മാർക്കപ്പ് പ്രൈസ് ഓഫ് 3,000 ഇൻ റെസ്പെക്ട് ഓഫ് സെയിൽസ് റിട്ടേൺ. അതായത് സെയിൽസ് റിട്ടേൺ വന്നിട്ടുണ്ട് അതിന്റെ ഇടയിൽ, അത് ഏകദേശം 3,000 വന്നിട്ടുണ്ട്. സോ ഇത് 68,750 ഈ 3,000 ടച്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, സർട്ടൻ ഓൾഡ് മൂവിങ് ഐറ്റംസ്, അതായത് ഇൻവെന്ററി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി കുറച്ച് സ്ലോ മൂവിങ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ അതിന്റെ കോസ്റ്റ് വരുന്നത് 11,250 ആണ്.
ഇതൊരു അബ്നോർമൽ ആയിട്ടാണ്. അപ്പൊ അത് പറഞ്ഞേക്കുന്ന അവര് 5250 എന്നുള്ള എന്താ പറയാ വാല്യൂ എടുത്താൽ മതി എന്നാണ് പറയുന്നത്. ബാക്കി എന്താ പറയാ ഡിസ്പോസൽ ബേസിൽ വന്നേക്കും, അതായത് ഡിസ്പോസ് ചെയ്യാനുള്ള ഐറ്റം ആയിട്ടാണ് വന്നേക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ എന്താണ്, ഹെവി ഫ്ലഡ് കാരണം ഏകദേശം 15,500 ഗുഡ്സ് സപ്ലൈറിന്റെ നിന്ന് കിട്ടിയായിരുന്നു ബിയോണ്ട് ദ ഡെലിവറി ഡേറ്റ് ഓഫ് കസ്റ്റമർ. അതായത് എന്താ പറയാ, കസ്റ്റമർ പറഞ്ഞതിന് അതായത് നമ്മൾ കസ്റ്റമർ ഡെലിവറി ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഏകദേശം 50,000 ഗുഡ്സ് വന്നേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ കസ്റ്റമർ ആ ഡെലിവറി റിഫ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു ഐറ്റത്തിന്റെ നെറ്റ് റിയലൈസബിൾ വാല്യൂ വരുന്നത് 15,500, നെറ്റ് റിയലൈസബിൾ വാല്യൂ വരുന്നത് 12,500 ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ്, നമ്മുടെ ഇൻവെന്ററിയുടെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്. സോ നമുക്ക് ഓപ്പണിംഗ്, അതായത് ഓപ്പണിംഗ് അല്ല, 10th April നമ്മൾ എടുത്ത സ്റ്റോക്കിന്റെ വാല്യൂ ആയിട്ടുള്ള 16,075,000 നമ്മൾ ആദ്യം എഴുതി. ഓക്കെ, ഇതിൽ നിന്ന് എന്താണ് 31st March ശേഷം നമ്മൾ നടത്തിയ സെയിലിന്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അതെന്ന് പറയുന്നത് 68,750 കൂടെ ആ 25%. ഓക്കെ, അതായത് 68,750 മൈനസ് 25%. അപ്പൊ ഏകദേശം വരുന്നത് 51,568 എമൗണ്ട് നമ്മൾ അറൈവ് ചെയ്യുന്നു. ഓക്കെ, ഇനി പർച്ചേസ് വന്നേക്കുന്ന എത്രയാണ്, 81,000 ആണ്. അതായത് അത് വേറൊന്നല്ല, ഈ 90,000 ട്രേഡ് ഡിസ്കൗണ്ട് കുറച്ചേക്കുന്നതാണ്. അപ്പൊ 90,000 മൈനസ് 10% എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 81,000 കിട്ടും. ഓക്കെ, സോ പർച്ചേസ് നമ്മൾ ലെസ് ചെയ്യണം, അറിയാലോ, കാരണം അന്നുള്ളതല്ല ഈ പർച്ചേസ് അറിയാം. സോ അത് നമ്മൾ ലെസ് ചെയ്തു. പിന്നെ സെയിൽസ് റിട്ടേൺ ഒരു കോസ്റ്റ് ഉണ്ടായിരുന്നു, അത് ഏകദേശം 3,000, അത് 25%. ഓക്കെ, 3,000 മൈനസ് 25%, അപ്പൊ 2,250 നമ്മൾ ലെസ് ചെയ്യണം. ഓക്കെ, സെയിൽ നടന്നപ്പോൾ ഉണ്ടായിരുന്നു, പക്ഷെ റിട്ടേൺ വന്നതുകൊണ്ട് നമ്മളത് റിവേഴ്സൽ ആയിട്ടുള്ള എഫക്റ്റ് ആയിട്ടുള്ള ലെസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്താണ്, റീവാലുവേഷനിൽ എന്താ പറയാ, സ്ലോ മൂവിങ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് നമ്മളിവിടെ കണ്ടെത്തിയെന്ന് പറഞ്ഞു. ഓക്കെ, സോ ആ എമൗണ്ട് നമ്മളിവിടെ കുറയ്ക്കണം. അതായത് 11,250 എന്ന് വരുന്നതിൽ മൈനസ് നമ്മൾ അതിന്റെ വാല്യൂ കാണിക്കേണ്ടത് 5,250 ആണ്. അപ്പൊ ഏകദേശം 66,000 വാല്യൂ കുറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു 6,000 റിഡക്ഷനും നമ്മളിവിടെ ലെസ് ചെയ്ത് കാണിക്കേണ്ടതാണ്. ഇനി ഡിഫോൾട്ട് കാരണം, അതായത് 15,500 ഗുഡ്സ്, അത് നമ്മുടെ ഡിഫോൾട്ട് കാരണം എന്താണ്, 12,500 ഇനി അതിന് ഫെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഡിഫറൻസ് ആയിട്ടുള്ള 3,000 റുപ്പീസ്, അതും നമ്മൾ എന്താണ്, അത് ഏകദേശം ഒരു നോർമൽ ലോസ് പോലെയുള്ള അതും നമ്മളിവിടെ റിഡക്ട് ചെയ്ത് കാണിക്കണം. സോ ഇത്തരം അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ടുള്ള 31st March ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ടുള്ള 16,034,360 അറൈവ് ചെയ്യുന്നു. ഓക്കെ, ഇതിലൊരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് 3 ഉണ്ടല്ലോ, അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, പർച്ചേസ്, സെയിൽ, ഇതാണ് എന്താണ് ആ ടൈം ഡിഫറൻസ് കാരണം വന്നേക്കുന്ന എന്താ പറയാ അഡ്ജസ്റ്റ്മെന്റ്. ബാക്കിയുള്ള 2 എന്ന് പറഞ്ഞാൽ ഇവരുടെ വാല്യൂ, ഇൻവെന്ററീസ് വാല്യൂ ചെയ്യുന്നത് കൊണ്ട് അതിൽ നമ്മൾ കാണിക്കേണ്ട കുറച്ച് ഓപ്ഷൻസ് കാരണം, പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, നമ്മുടെ ഒരു ഐറ്റത്തിന്റെ എന്താ പറയാ, ഒരു കസ്റ്റമർ ഡെലിവറി റിഫ്യൂസ് ചെയ്തുകൊണ്ട് വന്നേക്കുന്ന റേറ്റിന്റെ വ്യത്യാസം കാരണമുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് അവസാനത്തെ 2 അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇലസ്ട്രേഷൻ ലെവലിലേക്ക് പോവാം. ഇതെന്താണ്, ഒരു ഫിഫോ മെത്തേഡിൽ എന്താ പറയാ, നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ല ക്ലോസിംഗ് ഇൻവെന്ററി അറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഒന്നുമില്ല, അപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്ക് നില്ലായിട്ട് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യും. ഓക്കെ, ഇനി ഫസ്റ്റ് ഇത് വരുന്നത് 1 January നമ്മൾ ഒരു 100 യൂണിറ്റ്സിന്റെ 30 രൂപയുടെ ഐറ്റംസ് നമ്മൾ പർച്ചേസ് ചെയ്തു. അപ്പൊ നമ്മളിവിടെ 100 റുപ്പീസിന്റെ 30 രൂപ, അപ്പൊ 3,000 വാല്യൂ വരുന്നതും ബാലൻസ് ആ എമൗണ്ട് തന്നെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് 1ാം തീയതി വരും. ഇനി 15ാം തീയതി എന്താണ്, നമ്മൾ ഒരു ഇഷ്യൂ നടത്തി 50 യൂണിറ്റ്സ് നമ്മൾ ഇഷ്യൂ നടത്തി. ഓക്കെ, 50 യൂണിറ്റ്സ് നമ്മൾ ഇഷ്യൂ നടത്തിയപ്പോൾ നമുക്കുള്ള ആകെ ഉള്ള ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ റേറ്റ് 30 വരുന്ന ഇൻവെന്ററി ആണ്. സോ ആ റേറ്റ് വെച്ചിട്ട് നമ്മൾ ഇഷ്യൂ നടത്തി. അപ്പൊ ബാക്കി 50 യൂണിറ്റ് ഉണ്ട്, 30 റുപ്പീസ് വെച്ചിട്ട് 1,500 ക്ലോസിംഗ് സ്റ്റോക്കും വന്നു. ഇനി എന്താണ്, ഫെബ്രുവരിയിൽ നമ്മൾ പിന്നെയും പർച്ചേസ് നടത്തി, ഏകദേശം 200 യൂണിറ്റ്സിന്റെ പർച്ചേസ് നടത്തി. അപ്പൊ 240 ആണ് റേറ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് 8,000 വെച്ച് വന്നു. അപ്പൊ എന്താണ് 2 സ്ലാബ് വന്നു, അതായത് നമ്മുടെ കഴിഞ്ഞ മാസത്തെ 50 യൂണിറ്റ്സിന്റെ 30 റേറ്റ് വെച്ചിട്ടുള്ള 1,500 ഒരു സ്ലാബും, പിന്നെ ഇപ്പൊ വാങ്ങിച്ചാണ് 200 40 റുപ്പീസ് 8,000 രണ്ടാമത്തെ സ്ലാബും ഇവിടെ വന്നു.
പിന്നെന്താണ് ഒരു 100 യൂണിറ്റ്സിന്റെ ഇവിടെ ഒരു ഇഷ്യൂ നടത്തി. പിന്നെന്താണ് 20 പിന്നെ ഒരു ഇഷ്യൂ 100 യൂണിറ്റ്സിന്റെ നടത്തി. സോ ആദ്യത്തെ 100 ഫസ്റ്റ് ഔട്ട് ആയതുകൊണ്ട് നമ്മൾ ആദ്യത്തെ സ്ലോട്ടിൽ നിന്ന് 50യുടെ പോയി. അപ്പൊ 1500 ആ സ്ലോട്ട് എൻഡ് ചെയ്തു. ബാക്കി ഒരു 50 യൂണിറ്റ്സ് കൂടി നമുക്ക് ഇഷ്യൂ ചെയ്യണല്ലോ. അത് രണ്ടാമത്തെ ഈ 200ന്റെ സ്ലോട്ടിൽ നിന്ന് നമ്മൾ ഈ 50യുടെ 40 വെച്ചിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്തു. അപ്പൊ ബാക്കി എത്രയാണ് ഈ 200ൽ നിന്ന് ഇനിയുള്ള ബാക്കി 50, അതായത് 150 യൂണിറ്റ്സ് പെൻഡിങ് ഉള്ളൂ. അതിന് 40 വെച്ചിട്ട് 6000 15th ഫെബ്രുവരിയിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് വന്നു. ഇനി 20th ഇതില് നമ്മൾ പിന്നീട് 100 യൂണിറ്റിന്റെ ഇഷ്യൂ ചെയ്തു. അത് ഏതാണ് ലാസ്റ്റ് ഒരു സ്ലോട്ടേ ഉള്ളൂ. അപ്പൊ അതിൽ നിന്ന് 40 റേറ്റ് വെച്ചിട്ട് 4000 നടത്തി. ബാക്കി ഒരു 50 യൂണിറ്റ്സ് നമ്മുടെ ക്ലോസ് സ്റ്റോക്ക് ആയിട്ട് ഉണ്ടാവും. അപ്പൊ ക്ലോസ് സ്റ്റോക്കിന്റെ വാല്യൂ 2000 നമ്മൾ അറിവ് ചെയ്തു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഫിഫോയുടെ ഒരു ഇലസ്ട്രേഷൻ ആണ്. ഓക്കെ, ഇനി പറയുന്നത് 12th ഇലസ്ട്രേഷൻ ആക്ച്വലി 11th ഇലസ്ട്രേഷന്റെ ഒരു ഇതാണ്. അതായത് 11th ഫിഫോ വെച്ചിട്ടാണ് ഇത് വെയിറ്റഡ് ആവറേജ് ബേസിൽ കമ്പ്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്. സോ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഓപ്പണിംഗ് ബാലൻസ് നില്ലാണ്. സോ അതിന് ഇഷ്യൂ ഒന്നുമില്ല. അപ്പൊ ഫസ്റ്റ് ജാനുവരിയിൽ 100 യൂണിറ്റ്സിന്റെ വാങ്ങിച്ചു. സോ അത് ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് വന്നു. പിന്നെന്താണ് ഒരു 50 യൂണിറ്റ്സിന്റെ വന്നു. അപ്പൊ വേറെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു സ്ലോട്ടിൽ നിന്ന് തന്നെ നമ്മൾ എടുത്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, സോ അതൊക്കെ നേരത്തെ ഫിഫോയിലുള്ള പോലെയാണ് വേസ്റ്റ് ആണ്. പിന്നെന്താണ് വരുന്നത്, പിന്നെ 200 യൂണിറ്റ്സിന്റെ പർച്ചേസ് ചെയ്തു. ഇവിടെയാണ് എന്താ പറയാ വെയിറ്റഡ് ആവറേജിന്റെ ഡിഫറൻസ് വരുന്നത്. അപ്പൊ എന്താണ് ഓൾറെഡി 1500 ഉണ്ടായി, പിന്നെ ഒരു 8000 കൂടി വന്നു. അപ്പൊ ടോട്ടൽ എത്രയാണ് 9500ന്റെ ഇത് വന്നു. ഓക്കെ, ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 9500 ആണ്. ഇനി യൂണിറ്റ്സ് എത്ര വന്നു, ഇവിടെ ഒരു 50 ഉണ്ടായിരുന്നു, ഇവിടെ 200 അപ്പൊ എത്രയാണ് 250യുടെ യൂണിറ്റ്സ് വന്നു. സോ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 9500 ഡിവൈഡ് ബൈ 250, 38 rupees പെർ യൂണിറ്റ്. ഏകദേശം വെയിറ്റ് ആവറേജ് പ്രൈസ് പെർ യൂണിറ്റ് നമുക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ, അതായത് 9500 ഡിവൈഡ് ബൈ 250, സിമ്പിൾ. ഓക്കെ, ഇനി അടുത്ത 15-ാം തീയതി ഒരു 100 യൂണിറ്റ് ഇഷ്യൂ ചെയ്തു. അപ്പൊ അത് എത്രയാണ് 38ന് 100 യൂണിറ്റ് വെച്ചിട്ട് 3800 ഇഷ്യൂ ചെയ്തു. അപ്പൊ എത്രയാണ് വരുന്നത്, ബാക്കി ആ ദിവസത്തെ ബാലൻസ് പറയുന്നത് 150 യൂണിറ്റ് 32 പെർ യൂണിറ്റ്, അങ്ങനെ 5700 എത്തി. പിന്നെ 20-ാം തീയതി നമ്മൾ പിന്നെയും എന്താ പറയാ ഒരു 100 യൂണിറ്റ് നമ്മൾ അങ്ങോട്ട് ഇഷ്യൂ ചെയ്തു. അത് 38 rupees വെച്ചിട്ട് 3800. അപ്പൊ ബാക്കി വരുന്നത് 50 യൂണിറ്റ്സ്, റേറ്റ് 38, ക്ലോസിംഗ് വാല്യൂ വരുന്നത് 1900. അപ്പൊ നേരത്തെ അതായത് ഫിഫോ മെത്തേഡിൽ നമ്മൾ ചെയ്തപ്പോ നമുക്ക് വന്നത് 50 യൂണിറ്റ്സ് ₹40 വെച്ചിട്ട് 2000 ക്ലോസിംഗ് ബാലൻസ് വന്നു. പക്ഷെ വെയിറ്റ് ആവറേജ് വെച്ച് ചെയ്യുമ്പോൾ 50 യൂണിറ്റ്സ് 38 പെർ യൂണിറ്റ് വെച്ചിട്ട് 1900 ആണ് ക്ലോസിംഗ് ബാലൻസ് വന്നിരിക്കുന്നത്. സോ ഇതാണ് എന്താ പറയാ നമ്മൾ ക്ലോസിംഗ് പല മെത്തേഡ്സ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഉള്ള ക്ലോസിംഗ് ബാലൻസിൽ വരുന്ന ഡിഫറൻസ്. ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ എന്താ പറയാ ബാക്ക് സൈഡ്, അതായത് ഈ ചാപ്റ്ററിന്റെ ബാക്കിലുള്ള ടെസ്റ്റ് ട്രൂ ഓർ ഫോൾസ് ഫില്ലിൻ, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും പിന്നെ ഇലസ്ട്രേഷൻസും നമുക്ക് നോക്കാം. ഓക്കെ, സോ ടേക്ക് കെയർ, ബൈ.